ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. PHF മെഡിഗുരു PSC 2027 8ാമത്തെ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ക്ലാസ് 1 ആണ്. നമ്മളുടെ ഫാക്കൽറ്റി ഡോക്ടർ സെലീന എ. മാഡം GHMC തിരുവനന്തപുരത്ത് നിന്നാണ് BHMSഉം അതുപോലെ തന്നെ MDയും പൂർത്തീകരിച്ചത്. അതിനുശേഷം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൽ നിന്ന് MBBSഉം വിജയകരമായി പൂർത്തീകരിച്ചു. ഇപ്പോൾ ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിസിനിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. മാഡത്തെ ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് ഈ ഒരു സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഈ ക്ലാസ് കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. മാഡം, ക്ലാസ് തുടങ്ങാം. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, പറഞ്ഞ പോലെ ഇന്നത്തെ ക്ലാസ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ആണ്. അപ്പൊ ഞാൻ ഇതില് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ റിവ്യൂ പ്ലസ് അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്നുള്ള നിലയിലാണ് ഇത് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ മെഡിസിനിൽ കുറച്ച് പാർട്ട്, ദാറ്റ് ഇസ് റെസ്പിറേറ്ററി, കാർഡിയോളജി, ന്യൂറോളജി, എൻഡോക്രൈനോളജി, ഹെമറ്റോളജി, ഈ 5 പോർഷൻസ് ആണ് ഇന്നിപ്പോ എടുക്കുന്നത്. ബാക്കിയുള്ള പോർഷൻസ് സെക്കൻഡ് പാർട്ടിൽ ഡോക്ടർ ജിഷ എടുക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ബിഗിൻ വിത്ത് ഈ MCQ ടൈപ്സ്. അപ്പം നമ്മൾ മെഡിസിനിലേക്ക് വരുമ്പം 2 ടൈപ്പ് ഓഫ് MCQs ആണ് നോർമലി ചോദിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഇപ്പം ഡയറക്റ്റ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കത് ഓർത്ത് വെക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ലാത്തൊരു നോർമൽ ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ബേസിക് കൺസെപ്റ്റ്, അപ്പൊ അത് തിരിച്ച് മറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ അതിന്റെ ബേസിക് കൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഓൾവേസ് ഇപ്പൊ നമുക്കിപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഓൾമോസ്റ്റ് ഇനി 1 ഇയറോളം എക്സാമിനുണ്ട്. അപ്പോ ഒരു നോർമലി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിന് എന്തായാലും ഇനഫ് ടൈം ഉണ്ട്. നമുക്ക് ഈ കൺസെപ്റ്റ്, ഇപ്പൊ മെഡിസിനിലൊക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്കത് നമ്മുടെ മെമ്മറിയിൽ വെക്കാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യം മുതൽ വർക്ക് ചെയ്യാം. ഓൾവേസ് റിമെമ്പർ ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലന്റ്. അത് കീപ് ഇൻ മൈൻഡ് ബിഫോർ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്. ഓക്കെ. ദെൻ അടുത്ത എനിക്കൊരു കാര്യം പറയാനുള്ളത്, സോ ഓൾവേസ് പ്രിപ്പയർ യുവർ ഓൺ നോട്ട്സ്. ഓക്കെ. അപ്പൊ ഈ നോട്ട്സ് എന്ന് പറയുമ്പോൾ അതൊരു നോട്ട്സ്, ശരിക്കുള്ള നോട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കലയാണ്. ശരിക്കും നമ്മൾ വായിച്ചിട്ട് അതുപോലെ അങ്ങ് എഴുതി വെക്കുന്ന, ഇപ്പൊ ഒരു റെപ്ലിക്ക ഓഫ് നോട്ട് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് അല്ല ഒരു ഗുഡ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് വായിക്കാം. ഏറ്റവും ബിഗിനിങ്ങിൽ നമ്മൾ ഒരു ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ഏത് ഇമ്പോർട്ടന്റ് ഏരിയാസ് അതിനൊക്കെ ഒന്ന് ഓറിയന്റ് ആയിരിക്കുക. അതിനാണ് നമ്മൾ ഈ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പൊ അതിൽ ഓറിയന്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് റീഡിങ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ. എന്നിട്ട് അതിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ തന്നെ സ്വന്തം നോട്ട്സ്, അപ്പൊ നമുക്കിപ്പോ നോട്ട് തന്നെ അതുപോലെ തന്നെ എഴുതിയ ടെക്സ്റ്റ് ബുക്സ് വേറെ കിട്ടും. അങ്ങനെ MCQ ടെക്സ്റ്റ് ബുക്സ് കിട്ടും, ഷോർട്ട് കട്ട് ബുക്സ് കിട്ടും. പക്ഷെ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ അത് നിൽക്കാനും ഈ ലോങ് ടൈമിൽ ആഫ്റ്റർ 1 ഇയർ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം കൺസെപ്റ്റ് ഉണ്ടാക്കുക, അതിനുശേഷം അതിന്റെ റിലവന്റ് നോട്ട്സ് മാത്രം, റിലവന്റ് ആയിട്ടുള്ളത് മാത്രം, കാരണം നമുക്കത് പിന്നെയും വായിക്കണ്ടേ, നോട്ട്സ് എഴുതി വെക്കാം. അപ്പൊ ഇൻ മൈ എക്സ്പീരിയൻസിൽ ഞാൻ എപ്പോഴും ഏത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ടൈപ്പ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി 2 നോട്ട്ബുക്ക് വെക്കും. അപ്പൊ അതിൽ ഒരെണ്ണത്തിൽ നമുക്ക് അപ്പൊ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ ജനറലി നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പൊ മെഡിസിൻ ആണ്, നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്, ഫ്രം മെഡിക്കൽ സ്കൂൾ ഓൺവേർഡ്സ്. അപ്പൊ കുറെ ഏതൊരു കണ്ടീഷൻ എടുത്താലും നമുക്ക് കുറെ സാധനങ്ങൾ അറിയായിരിക്കും അതിനകത്ത് നോർമലി നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നത്. അപ്പൊ അതൊന്നും നോട്ട്സിലേക്ക് വെക്കരുത്. അത് ഇൻഡിവിജ്വൽ ആണ്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എനിക്കറിയുന്ന കാര്യമായിരിക്കില്ല അടുത്തൊരാൾക്ക് അറിയുന്നത്. അപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മളൊരു ബുക്കിലേക്ക് എഴുതി വെക്കാം. അപ്പൊ സെക്കൻഡ് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നോട്ടിൽ തന്നെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നീട് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള ഇപ്പൊ കുറച്ച് കോമൺ വാല്യൂസ് അല്ലെങ്കിൽ അത്രയും ടഫ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് എന്തായാലും എക്സാമിന് മുന്നേ 1 വീക്ക് മുന്നേ അല്ലെങ്കിൽ തലേന്നൊക്കെ നമ്മൾ വായിച്ചിരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ അത് സെപ്പറേറ്റ്ലി നോട്ട് വയ്ക്കാം.
അപ്പൊ നമ്മൾ അത് ഒത്തിരി ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ അത് നമുക്ക് മെമ്മറൈസ് ചെയ്ത് എടുക്കണമെങ്കിൽ ഒരു ഷോർട്ട് കട്ടും ഇല്ല, ഒരേ ഒരു വഴിയേ ഉള്ളൂ, റെപ്പറ്റീഷൻ, റിപ്പീറ്റ്. ഇപ്പൊ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ കോർട്ടക്സിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്കത് ലോങ് ടേം മെമ്മറിയിലേക്ക് കയറ്റണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, റെപ്പറ്റീഷൻ, റിപ്പീറ്റ് ആൻഡ് മാസ്റ്റർ ഇറ്റ്. ഓക്കെ, പിന്നെ ലോങ് ടേം മെമ്മറിയിൽ ഇപ്പൊ നമ്മുടെ സെറിബ്രൽ കോർട്ടക്സ് നിന്ന് ലോങ് ടേം മെമ്മറി ഹിപ്പോ ക്യാമ്പസിലേക്ക് കയറ്റണമെങ്കിൽ ഒന്ന് റിപ്പീറ്റ്, രണ്ടാമത് അതിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മീനിങ് ഫുൾ അസോസിയേഷൻ. ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഷോർട്ട് ടേം മെമ്മറിനെ നമുക്ക് ലോങ് ടേം മെമ്മറി ആക്കാൻ പറ്റും. മീനിങ് ഫുൾ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഓരോ സാധനങ്ങളെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതിനെ ഒരു പിക്ചറോ അല്ലെങ്കിൽ ഡയഗ്രാംസ് അങ്ങനെ മനസ്സിലാക്കി തലയ്ക്കകത്ത് വെക്കാം. ഓക്കെ, we'll start with the respiratory system. ഓക്കെ, അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ഇപ്പോ ഫാസ്റ്റ് ആയി പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മനസ്സിലാകാതെ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിലോ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റം അതിൻ്റെ അകത്ത് ബേസിക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫസ്റ്റ് ടൈം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം, അതിൽ തന്നെ അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ആണ് ഒബ്സ്ട്രക്റ്റീവ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസസ്. അപ്പൊ ഇത് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കണ്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡയഗ്നോസിസ്, ഒബ്സ്ട്രക്റ്റീവ് ആണെങ്കിൽ FPV1/FPC റേഷ്യോ, ദാറ്റ് ഇസ് ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി വോളിയം ഇൻ 1 സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി. ഇത് നമ്മൾ സ്പൈറോമീറ്ററിൽ മെഷർ ചെയ്യുന്ന അളവുകളാണ്. അത് ഡിക്രീസ്ഡ് ആയിരിക്കും, ദാറ്റ് ഇസ് ലെസ് ദാൻ 70. അപ്പൊ അതിന്റെ നോർമൽ വാല്യൂ FPV1/FPC നോർമൽ വാല്യൂ ചോദിക്കാറുണ്ട്, അത് 0.75 to 0.8. അപ്പൊ ഇതില് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 70% or 0.7. ഓക്കെ, അതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി ഇറ്റ്സ് എ ഔട്ട് പ്രോബ്ലം, ദാറ്റ് ഇസ് എയർവേ ഒബ്സ്ട്രക്ഷൻ ആണ് ഇത്. അപ്പൊ ദാറ്റ് ഇസ് എക്സ്പിറേറ്ററി ഫേസിൽ ഒബ്സ്ട്രക്ഷൻ വരും. അപ്പൊ ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി വോളിയം ഫസ്റ്റ് സെക്കൻഡിൽ വരുന്ന എക്സ്പിറേറ്ററി വോളിയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റെഡ്യൂസ്ഡ് ആയിരിക്കും, FPV1. ഓക്കെ, അപ്പോ മുകളിലത്തെ ഇത് ഡിജിറ്റ് ചെറിയ ഡിജിറ്റ് ആകുമ്പോഴത്തേക്ക് വൈറ്റൽ കപ്പാസിറ്റി നോർമൽ ആണെങ്കിലും ഇത് ഡിക്രീസ്ഡ് ആയിട്ട് കാണിക്കും. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആസ്മ, COPD, ബ്രോങ്കൈറ്റിസ്. ഓക്കെ, ദെൻ റെസ്ട്രിക്റ്റീവ്, FEV1/FPC റേഷ്യോ നോർമൽ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ആയിരിക്കും. ഇത് നമ്മൾ ബേസിക്കലി മനസ്സിൽ വെക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഇതിൽ എന്തുകൊണ്ട് അത് ഇൻക്രീസ്ഡ് ആവുന്നു എന്നുള്ളത്, ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി വോളിയം ഇൻ 1 സെക്കൻഡ് ഇതിലും റെസ്ട്രിക്റ്റീവിലും കുറച്ച് കുറയാം, ബട്ട് നോട്ട് ദാറ്റ് ഈ ഒബ്സ്ട്രക്റ്റീവ് പോലെ അത്രയും കുറയത്തില്ല. പക്ഷേ ഈ റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസിൽ ബേസിക്കലി വൈറ്റൽ കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അത് ലങ് പാരൻകൈമൽ ഡിസീസ്, അതിന്റെ എക്സാമ്പിൾസ് നമ്മുടെ ഇൻട്രിൻസിക് ലങ് ഡിസീസ്, ദാറ്റ് ഇസ് ലങ് പാരൻകൈമൽ ഡിസീസ് ലൈക്ക് ഹലോ ILD അല്ലെങ്കിൽ ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ അത് ഇൻട്രിൻസിക് പാരൻകൈമൽ ഡിസീസ് ആണ്. പിന്നെ പുറത്തുനിന്ന് എക്സ്റ്റൻസീവ് ലങ് റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് വാൾ എബ്നോർമാലിറ്റി ലൈക്ക് കൈഫോസ്കോളിയോസിസോ അല്ലെങ്കിൽ ന്യൂറോമസ്കുലാർ ഡിസോർഡേഴ്സോ അങ്ങനെ എന്തെങ്കിലും മസിൽ പ്രോബ്ലംസ് വന്നാലും സ്കെലിറ്റൽ പ്രോബ്ലംസ് വന്നാലും ലങ്ങിന്റെ കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി കുറയും, റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അപ്പൊ അതും റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ആ രണ്ട് റേഷ്യോസ് കറക്റ്റ് ആയിട്ട് മൈൻഡ് വെക്കാം. അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ്, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പേഷ്യന്റ് ഹാസ് പോസ്റ്റ് എക്സ്പിറേറ്ററി വോളിയം 1.5 liter, post vital capacity 3 liter. This pattern is most consistent with restrictive lung disease, obstructive lung disease, normal lung function, neuromuscular weakness. ഇതാണ് Obstructive. Yes. 1.5 divided by 3. Above we will get 0.5. Above it is less than 0.7, 70%. Okay. So it is obstructive lung disease. It is not normal function. The other രണ്ട് options restrictive lung, neuromuscular weakness also cause restrictive lung disease. ഈ പിക്ചർ ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ആണ്. ഓക്കെ,
ഓക്കെ, അടുത്ത് നമ്മൾ റെസ്പിറേറ്ററിയിൽ ഓർത്ത് വെക്കേണ്ട കുറച്ച് സ്ഥിരമായിട്ടൊരു MCQ ചോദിക്കുന്ന ഒരു പോർഷനാണ് ക്ലബിങ്. ക്ലബിങ്ങിന്റെ റെസ്പിറേറ്ററി കോസസ് ഉണ്ട്, CVS കോസസ് ഉണ്ട്, GIT കോസസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട സാധനമാണ്, ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഇപ്പൊ സപ്പുറേറ്റീവ് ലങ് ഡിസീസസ്, ബ്രോങ്കിയോടാസിസ്, ലങ് ആബ്സസ്, എംഫൈമ തുടങ്ങി നമ്മുടെ ആബ്സസ് ഉണ്ടാകുന്ന കണ്ടീഷനിലെല്ലാം ക്ലബിങ് ഉണ്ടാവും. പിന്നെ മാലിഗ്നൻസി, അതിൽ ഡെഫിനറ്റ്ലി എന്തായാലും എല്ലാവർക്കും അറിയാം ക്ലബിങ് ഉണ്ടാവും. പിന്നെ മീസോതെലിയോമ, അതും മാലിഗ്നൻസി പെട്ടതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഇന്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസ്, IPF, ഇഡിയോപ്പത്തിക് പൾമണറി ഫൈബ്രോസിസ്, ദെൻ ക്രോണിക് പൾമണറി ഇൻഫെക്ഷൻ ലൈക്ക് ട്യൂബർകുലോസിസ്. അപ്പൊ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ COPD, അൺകോംപ്ലിക്കേറ്റഡ് COPD ക്ലബിങ് ഉണ്ടാകത്തില്ല. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ആസ്മ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, MO, വിച്ച് ഇസ് നോട്ട് ട്രൂ അബൌട്ട് അക്യൂട്ട് സിവിയർ ആസ്മ. അപ്പൊ ആസ്മയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്, അതിൽ ഒന്നുകിൽ ഡയഗ്നോസിസ് ചോദിക്കാം, ഒബ്സ്ട്രക്റ്റീവ് നേരത്തെ പറഞ്ഞ പോലെ FEV1/FVC റേഷ്യോ. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ അക്യൂട്ട് സിവിയർ ആസ്മ, ലൈഫ് ത്രെട്ടനിങ് ആസ്മയുടെ ഫീച്ചേഴ്സ്, അത് മസ്റ്റ് നോ പോർഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വിച്ച് ഇസ് നോട്ട് ട്രൂ അബൌട്ട് അക്യൂട്ട് സിവിയർ ആസ്മ. ഇപ്പൊ ലോ PEF in spirometry, arterial blood gas analysis shows hypoxemia, PCO2 high, inability to complete a sentence. ഇതിന്റെ ആൻസർ അറിയോ? ഓക്കെ, നമ്മള് അക്യൂട്ട് സിവിയർ ആസ്മ, ഇത് ഈ ഒരു ടേബിള് മസ്റ്റ് ആയിട്ട് ബൈഹാർട്ട് ചെയ്തിരിക്കണം കേട്ടോ. കമ്മിങ് ടു ദിസ് ക്വസ്റ്റ്യൻ, ഈ PEF, പീക്ക് എക്സ്പിറേറ്ററി ഫ്ലോ ഇൻ സ്പൈറോമെട്രി ലോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആസ്മയാണ്. ഓക്കെ, PEF അത് ആസ്മയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ബ്ലഡ് ഗ്യാസ് അനാലിസിസ് ഓഫ് ഹൈപ്പോക്സിമിയ, ചിലപ്പോൾ ഹൈപ്പോക്സിമിയ, ഓക്സിജൻ കുറവുണ്ടാവാം, അക്യൂട്ട് സിവിയറിൽ എന്തായാലും കുറയും. പിന്നെ ഇന്നബിലിറ്റി ടു കംപ്ലീറ്റ് എ സെന്റൻസ്, അത് നമ്മുടെ അക്യൂട്ട് സിവിയർ ആസ്മയുടെ ഒരു ഫീച്ചർ ആണ് കേട്ടോ. എനേബിൾഡ്, ഇതിനകത്ത് 4th one, എനേബിൾ ടു കംപ്ലീറ്റ് എ ഫുൾ സെന്റൻസ്. ഈ ഒരു വാല്യൂസ് മുഴുവൻ ബൈഹാർട്ട് ചെയ്തിരിക്കണം. PEFR അക്യൂട്ട് സിവിയർ ആസ്മയിൽ 33 to 50% ആണ്. റെസ്പിറേറ്ററി റേറ്റ് മോർ ദാൻ 25 ആൻഡ് ഹാർട്ട് റേറ്റ് മോർ ദാൻ 100 per minute. എനേബിൾ ടു കംപ്ലീറ്റ് എ ഫുൾ സെന്റൻസ്. ഓക്കെ, ഇതെല്ലാം അക്യൂട്ട് സിവിയർ ആസ്മയുടെ ആണ്. പിന്നെ ലൈഫ് ത്രെട്ടനിങ് ആസ്മയുടെ ഇതൊന്ന് മസ്റ്റ് നോ പോർഷൻ ആണ്, ഇത് മസ്റ്റ് ആയിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കണം, ഇത് കുറച്ച് വാല്യൂസ്. പിന്നെ ഇതിനകത്തുള്ള അടുത്ത ഓപ്ഷൻ, C ഓപ്ഷൻ, PCO2 ഹൈ. ഇത് അക്യൂട്ട് സിവിയർ ആസ്മയില് PCO2 ഹൈ ആകണം എന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ ഉണ്ടാകാം, പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ ഉണ്ടാകുമ്പോൾ അത് ലൈഫ് ത്രെട്ടനിങ് ആസ്മ, ഏറ്റവും താഴെ നിയർ ഫേറ്റൽ ആസ്മ, ലാസ്റ്റ് പോർഷൻ കണ്ടോ, നിയർ ഫേറ്റൽ ആസ്മ വരുമ്പോഴാണ് റൈസ്ഡ് PaCO2 വരുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ലാസ്റ്റ് സ്റ്റേജസിലാണ്. അപ്പൊ ഇതിനകത്ത് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് PCO2 ഹൈ ആണ്. Then coming to the COPD, asthma കഴിഞ്ഞ COPD. So which of the following is not a sign of COPD? Okay, bitemporal wasting, clubbing of digits, right heart failure, expiratory wheeze. ഏതാണ് അതിന്റെ ആൻസർ? നമ്മളിപ്പോ തന്നെ പറഞ്ഞു കഴിഞ്ഞു, COPD അൺകോംപ്ലിക്കേറ്റഡ് COPD-യില് ക്ലബിംഗ് ഓഫ് ഡിജിറ്റ്സ് നെവർ എവർ, നമുക്ക് ക്ലബിംഗ് ഓഫ് ഡിജിറ്റ്സ് കിട്ടത്തില്ല അൺകോംപ്ലിക്കേറ്റഡ് COPD അൺലെസ് ഇറ്റ് ഇസ് കോംപ്ലിക്കേറ്റഡ് വിത്ത് ബ്രോങ്കിയോടാസിസ് ഓർ സം അതർ കണ്ടീഷൻ. ഇഡിയോപ്പത്തിക് പൾമണറി ഫൈബ്രോസിസ് ഒരു ആബ്സസ് പോലുള്ള കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ ക്ലബിംഗ് കിട്ടുള്ളൂ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ വേസ്റ്റിംഗ് ഉണ്ടാവും, മസിൽ വേസ്റ്റിംഗ് എക്സോഷനും COPD-ക്ക് എന്തായാലും ഉണ്ടാവും. റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ഇസ് എ ഡെഫിനറ്റ് കോംപ്ലിക്കേഷൻ ഓഫ് COPD. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയുന്നത്? റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ഡ്യൂ ടു COPD-നെ കോർ പൾമണറി. Good. Cor pulmonale. Then expiratory wheeze is a characteristic finding. Airway expiratory obstruction ഉണ്ടാവും, എന്തായാലും expiratory wheeze ഉണ്ടാവും. Okay. Then all are features of emphysema except hyperresonance on percussion, mediastinal shift, hypertranslucency in X-ray, barrel-shaped chest. Which one is mediastinal shift? Mediastinal shift. Very good. All other features are very characteristics of emphysema. Mediastinal shift. No.
ദിസ് ഇസ് ദ എക്സ്ട്രാ ഫീച്ചർ ഓഫ് എംഫൈസിമ. ഇതെല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ലങ് ഫീൽഡ് ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ആയിരിക്കും. ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ആയി എയർ ട്രാപ്പിംഗ് വരുന്നത് കൊണ്ട് ഹൈപ്പർ ട്രാൻസ്ലൂസൻസി ഉണ്ടാവും. ഈ റെഡ് ബ്ലാക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടിരിക്കും. പിന്നെ ഇത് ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ആയതുകൊണ്ട് ഇറ്റ് പ്രസസ് ദ ഡയഫ്രം. സോ വി വിൽ ഗെറ്റ് എ ലോ ഫ്ലാറ്റ് ഡയഫ്രം, പ്രസ് ഡൗൺ. അത് എല്ലാ ഈ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ അത് ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ആകുന്നതുകൊണ്ട് വരുന്നതാണ്. എയർ ട്രാപ്പിംഗ് ഇപ്പോൾ ഹൊറിസോണ്ടലി പ്ലേസ്ഡ് റിബ് ആയിരിക്കും. അപ്പോൾ ഹാർട്ടിനെ മീഡിയലി പ്രസ് ചെയ്തിട്ട് വേർട്ടിക്കൽ ഒരു ട്യൂബുലാർ ഹാർട്ട് ഷാഡോ ഉണ്ടാവും. പിന്നെ നമുക്ക് ബുള്ളേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ മിഡിയാസ്റ്റർണൽ ഷിഫ്റ്റ് ഇല്ല. ഓക്കെ, മിഡിയാസ്റ്റർണൽ ഷിഫ്റ്റ് വരുന്ന കണ്ടീഷൻസ് അറിയാലോ നമുക്ക്, ബിഗ് പ്ലൂറൽ എഫ്യൂഷൻ അങ്ങനെയൊക്കെ വരുന്ന കേസസിൽ. COPD നമ്മൾ കുറച്ച് അതിന്റെ ഡെഫിനിഷൻ, ബ്രോങ്കൈറ്റിസിന്റെയും എംഫൈസിമയുടെ ഒക്കെ ഡെഫിനിഷൻ ഒന്ന് അറിഞ്ഞു വെക്കണം. പിന്നെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ് മോസ്റ്റ് കോമൺലി പിന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് ചോദിക്കുന്നത്. അത് FEV1 FEVC റേഷ്യോ ലെസ് ദാൻ 0.7 ആണ്. ഇതിനെ ആസ്മയായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ, ആസ്മയില് FEV1 FEVC ലെസ് ദാൻ 0.7 അത് ഒബ്സ്ട്രക്റ്റീവിന്റെ മെയിൻ കോമൺ ക്യാരക്ടർ ആണ്. ബട്ട് ആസ്മയില് പോസ്റ്റ് ബ്രോങ്കോ ഡയലക്ടർ റിവേഴ്സിബിൾ ആണ്. അതാണ് ആസ്മയുടെ റിവേഴ്സിബിൾ ഒബ്സ്ട്രക്ഷൻ ആണ് അതിനകത്ത്. ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡിങ് ഇൻ ആസ്മ എന്ന് പറയുമ്പോൾ റിവേഴ്സിബിൾ ഒബ്സ്ട്രക്ഷൻ. ദാറ്റ് മീൻസ് നമ്മൾ ആദ്യം സ്പൈറോമെട്രിയിൽ ഇതൊക്കെ മെഷർ ചെയ്യുമ്പോൾ ലെസ് ദാൻ 0.7 ആയിരിക്കും. പിന്നെ നമ്മൾ ബ്രോങ്കോ ഡയലേറ്റർ ഇൻഹലേഷനും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി മെഷർ ചെയ്യുമ്പോൾ ആസ്മ നോർമൽ ആകും. ബട്ട് COPD പോസ്റ്റ് ബ്രോങ്കോ ഡയലേറ്റർ വീണ്ടും സെയിം തന്നെ ആയിരിക്കും, ഒബ്സ്ട്രക്റ്റീവ് പാറ്റേൺ തന്നെ കാണിക്കും. പിന്നെ അടുത്തത് കുറച്ച് കാണാതെ മീൻസ് ബൈ ഹാർട്ടിലാക്കി വെക്കേണ്ട കുറച്ച് കോമൺലി ആസ്കിങ് MCQs ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ഫോർ COPD സ്മോക്കിംഗ് ആണ്. അത് എവരിബഡി നോസ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് COPD വേൾഡ് വൈഡ് സ്മോക്കിംഗ് ആണ്. പിന്നെ ടൈപ്പ് ഓഫ് എംഫസിമ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. സെൻട്രി അസിനാർ, പാൻ അസിനാർ. സെൻട്രി അസിനാർ എന്ന് പറഞ്ഞാൽ പ്രോക്സിമൽ പാർട്ട് ഓഫ് ദ അസിനയിൽ മാത്രം വരും. ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സ്മോക്കിംഗ്. അത് അപ്പർ ലോബായിരിക്കും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. പാൻ അസിനാർ എന്ന് പറഞ്ഞാൽ ഫുൾ അസിനെ എഫക്റ്റഡ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ സിവിയർ എംഫൈസിമ ടെസ്റ്റ് ചേഞ്ചസിലാണ്. ആൽഫ-1 ആന്റിട്രിപ്സിൻ ആണ് അതിന്റെ മോസ്റ്റ് കോമൺ അതിന്റെ കോസ്. അത് മോസ്റ്റ്ലി എഫക്ട്സ് ലോവർ ലിംബ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇന്റർവെൻഷൻസ് ടു സ്ലോ COPD progression is always smoking cessation. മാനേജ്മെന്റിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ സ്മോക്കിംഗ് സെസേഷൻ. ഈ റെസ്പിറേറ്ററി എന്ന ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ 2013 MO ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നാണ്. വാട്ട് ഈസ് ട്രെയിൽ സൈൻ? ഇതെല്ലാവർക്കും അറിയാമല്ലോ അല്ലെ, നമ്മൾ എക്സാമിനേഷൻ പഠിക്കുന്ന സീക്വൻസിൽ ട്രെയിൽ സൈൻ നോക്കുന്നതാണ്. പ്രോമിനൻസ് ഏതാണ് ആൻസർ? പ്രോമിനൻസ് ഓഫ് സ്റ്റെർണോക്ലിഡോമാസ്റ്റോയിഡ്, ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് ട്രക്കിയ ഡ്യൂറിംഗ് ഇൻസ്പിറേഷൻ. സോറി, പ്രോമിനൻസ് ഓഫ് സ്റ്റെർണോ ട്രക്കിയൽ ഡീവിയേഷൻ അല്ല, ഇത് പ്രോമിനൻസ് ഓഫ് സ്റ്റെർണോക്ലിഡോമാസ്റ്റോയിഡ് അല്ലേ നമ്മൾ നോക്കുന്ന ട്രെയിൽ സൈനില് മെയിൻ ആയിട്ട്. ട്രക്കിയൽ ഡീവിയേഷൻ ഇതിനകത്ത് ഈ ട്രക്കിയൽ ഡീവിയേഷൻ ഉണ്ടാകുന്ന കണ്ടീഷൻ COPD-യിൽ അല്ലെങ്കിൽ ഇതിനകത്ത് ട്രക്കിയൽ ഡീവിയേഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എംഫൈസിമയില്. ട്രക്കിയൽ ഡീവിയേഷൻ വരുന്നത് ലങ്ങിന്റെ ആ സൈഡില് ഓപ്പോസിറ്റ് സൈഡിൽ ഡീവിയേഷൻ വരുന്നത് പ്ലൂറൽ എഫ്യൂഷൻ അല്ലെങ്കിൽ ന്യൂമോതൊറാക്സ് പോലുള്ള സാധനങ്ങൾക്കായിരിക്കും. അപ്പോ അല്ലെങ്കിൽ സെയിം സൈഡ് ഡീവിയേഷൻ വരുന്നത് പൾമണറി ഫൈബ്രോസിസ് പോലുള്ള കണ്ടീഷനിലായിരിക്കും. അപ്പൊ ഇതിനകത്ത് ട്രയൽ സൈഡ് നമ്മൾ പ്രോമിനൻസ് ഓഫ് സ്റ്റെർണോക്ലിഡോമാസ്റ്റോയിഡ് ഓൺ ദാറ്റ് സൈഡ് ആണ് നോക്കുന്നത്. പ്രിഫേർഡ് ഓക്സിജൻ സാച്ചുറേഷൻ ടാർഗറ്റ് ഇൻ അക്യൂട്ട് COPD എക്സാസർബേഷൻ ഏതാണ്? 98, 100%, 94 to 98, 88 to 92, 80 to 85. ഇതിന്റെ ആൻസർ ഇറ്റ്സ് ട്രക്കിയൽ ഡീവിയേഷനും കൂടി ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. മേ ബി നമ്മൾ ട്രക്കിയൽ ഡീവിയേഷൻ നോക്കുമ്പോഴാണ് ട്രയൽ സൈൻ നോക്കുന്നത്. ഓക്കെ, A and C ബോത്ത് A and C ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ,
സോറി, ഇതിന്റെ ആൻസർ എന്താ? B. യെസ്, ഇറ്റ്സ് സി. ഇറ്റ്സ് 88 to 92% ആണ്. നമ്മള് ഓക്സിജൻ നമുക്ക് 98 അല്ലെങ്കിൽ 100% ഓക്സിജൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇൻ COPD പേഷ്യൻസിൽ. ബിക്കോസ് നമുക്ക് excessive oxygen can worsen carbon dioxide retention in susceptible patients. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഹൈപ്പോക്സിയ വരുമ്പോഴത്തേക്ക് ആ ഹൈപ്പോക്സിക് ഡ്രൈവ് ആണ് നമ്മുടെ റെസ്പിറേഷന് ഹെൽപ്പ്, മീൻസ് റെസ്പിറേറ്ററി സെന്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് റെസ്പിറേറ്ററി ഡ്രൈവ് കൂട്ടുന്നത്. അപ്പൊ നമ്മൾ 100% ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സ്റ്റിമുലേഷൻ ഇല്ലാണ്ടാവും. ഓക്കെ. ചെസ്റ്റ് എക്സ്റേ ഫൈൻഡിങ് ഇൻ എംഫസിമ. ഓക്കെ, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്, ഇതൊരു ജസ്റ്റ് MCQ. ഈ രണ്ട് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോർ അക്യൂട്ട് ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലൂർ ഇൻ COPD, NIV, BiPAP. അത് ഒരു കുറെ സ്ഥലങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇനി അടുത്ത് ന്യൂമോണിയ. ന്യൂമോണിയയില് കുറച്ച് മെയിൻ ആയിട്ട് കുറച്ചൊരു കോമൺ കോസസ് അതായിരിക്കും കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ മോസ്റ്റ് കോമൺ കോസ് ഓഫ് കമ്മ്യൂണിറ്റി അക്യൂട്ട് ന്യൂമോണിയ, അങ്ങനത്തെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് സാധനങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ. ഇപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ദെൻ ക്യാപ്പ് ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഹോസ്പിറ്റൽ അക്യൂട്ട് ന്യൂമോണിയ ആണെങ്കിൽ കൂടുതലും സ്യൂഡോമോണാസ്, സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, ഗ്രാം നെഗറ്റീവ് എൻട്രോകോക്കൈ. അപ്പൊ ഇത് മൂന്നെണ്ണമാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. പിന്നെ മോസ്റ്റ് കോമൺ കോസ് ഓഫ് എറ്റിപ്പിക്കൽ ന്യൂമോണിയ ഇറ്റ്സ് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ. ദെൻ കോസസ് ഓഫ് പോസ്റ്റ് ഇൻഫ്ലുവൻസ ന്യൂമോണിയ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ്. ദാറ്റ് മീൻസ് അത് നമ്മളൊരു ഹിസ്റ്ററി ആയിട്ടൊക്കെ കിട്ടും. ഇപ്പം പേഷ്യന്റ് കംസ് വിത്ത് റണ്ണിങ് നോസ്, like upper respiratory infection, and then third day it's high fever like that. അങ്ങനെ അപ്പോൾ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇൻഫ്ലുവൻസ് ആയിട്ട് ന്യൂമോണിയ വരുന്നത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ്. പിന്നെ ന്യൂമോണിയ വിത്ത് റസ്റ്റി സ്പ്യൂട്ടം, സ്റ്റഫൈലോകോക്കസ് ന്യൂമോണിയ. പിന്നെ അനദർ ഇമ്പോർട്ടന്റ് പോർഷൻ ഇസ് ക്ലെബ്സിയെല്ല ന്യൂമോണിയ. ന്യൂമോണിയ കോമൺ ഇൻ, അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഓർത്ത് വെക്കണേ. ക്ലെബ്സിയെല്ല ന്യൂമോണിയയുടെ അത് കോമൺലി MCQ ചോദിക്കുന്നതാണ്. ആൽക്കഹോളിക് പേഷ്യൻസിലാണ് കോമൺ. പിന്നെ ചോക്ലേറ്റ് കളേർഡ് സ്പ്യൂട്ടം ഉണ്ടാവും, അപ്പർ ലോബ് ക്യാവിറ്റേഷൻ ഉണ്ടാവും, ബൾജിങ് ഫിഷർ സൈൻ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. അത് എക്സുഡേറ്റ് വന്നിട്ട് നമ്മുടെ എക്സ്റേയിൽ നോക്കുമ്പോഴത്തേക്ക് ഫിഷേഴ്സ് ബൾജ് ആയിട്ട് കാണും. Then another important topic is atypical pneumonia. Atypical pneumonia എന്ന് പറയുമ്പോൾ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ഏറ്റവും മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞാൽ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ആണ്. അപ്പൊ ഇത് എറ്റിപ്പിക്കൽ ന്യൂമോണിയ ഇറ്റ്സ് മസ്റ്റ് നോ പോർഷൻ ആണ്. അതെന്തായാലും MCQസിന് കുറെ ചോദിക്കുന്നതാണ്. ഓക്കെ. ഇതിന് നമ്മള് അതിൽ കോൾഡ് അഗ്ലൂട്ടിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആ കോൾഡ് അഗ്ലൂട്ടിനേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. വിച്ച് ഓർഗാനിസം, ഇതിലെല്ലാം നമ്മുടെ ബയോകെമിസ്ട്രി മൈക്രോബയോളജിയിലും ഒക്കെ ചോദിക്കാറുണ്ട്, പെത്തോളജിയിലും ഒക്കെ. വിച്ച് ഓർഗാനിസം കോസസ് കോൾഡ് അഗ്ലൂട്ടിനേഷൻ? ദാറ്റ് ഇസ് മൈക്രോപ്ലാസ്മ ന്യൂമോണിയ. പിന്നെ വാക്കിംഗ് ന്യൂമോണിയ എന്ന് തന്നെ പറയുന്നത്. വാക്കിംഗ് ന്യൂമോണിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്റേ എടുക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഷോസ് സിവിയർ ന്യൂമോണിക് ചേഞ്ചസ് ലൈക്ക് പാച്ചി, കൺസോളിഡേഷൻ, ലൈക്ക് അങ്ങനെ ബ്രോങ്കോ ന്യൂമോണിയയുടെ ഫീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ പേഷ്യന്റ് ഭയങ്കര വെല്ലായിരിക്കും, ഹാപ്പി ആയിരിക്കും. അത്രയും സിംറ്റംസ് ഒന്നും പേഷ്യൻസിൽ ഉണ്ടാവില്ല. പേഷ്യന്റ് ഹാപ്പി വാക്കിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് വാക്കിംഗ് ന്യൂമോണിയ പറയുന്നത്. പിന്നെ ലെജിയണല്ല ന്യൂമോണിയ, അതും ഇങ്ങനെ ഒരു ഹിസ്റ്ററി ആയിട്ടൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇപ്പം പേഷ്യന്റ് 2 days വെക്കേഷൻ പോയിരുന്നു, AC റൂംസ് ഒക്കെ അങ്ങനെ ഹോട്ടൽ താമസിച്ചിരുന്നു. ദെൻ കമ്മിങ് ബാക്ക് വിത്ത് ന്യൂമോണിക് സിംറ്റംസ് ലൈക്ക് ദാറ്റ്. അത് അപ്പോൾ അക്വേർഡ് ത്രൂ എയറോസൊളൈസ്ഡ് കണ്ടാമിനേറ്റഡ് വാട്ടർ, എയർ കണ്ടീഷൻഡ് സിസ്റ്റം, കൂളിംഗ് ടവർ, അങ്ങനത്തെ സാധനങ്ങളിൽ നിന്നാണ് അത് സ്പ്രെഡ് ആകുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ആണ് ഇമ്പോർട്ടന്റ്. ടിപ്പിക്കൽ ന്യൂമോണിയയുടെ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവത്തില്ല. ഇപ്പൊ ഡയറിയ, കൺഫ്യൂഷൻ, ഹൈപ്പോനാട്രീമിയ. ഹൈപ്പോനാട്രീമിയ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒരു സെറോളജിക്കൽ, ദാറ്റ് ഇസ് ബ്ലഡ് ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ ലോ സോഡിയം ആണ്. പിന്നെ ഡയറിയ ഉണ്ടാവും. ഓക്കെ. ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നേരത്തെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് യൂറിനറി ആന്റിജൻ ടെസ്റ്റ് ആണ്.
ഇനി ലെജിയോണല്ല എന്ത് ടൈപ്പ് ബാക്ടീരിയ എന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഗ്രാം നെഗറ്റീവ് ബാസിലസ് ആണ്. ഇതിപ്പോ നമ്മുടെ ലാസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റിസ്ക് ഫാക്ടർ ഓഫ് ലെജിയോണസ് ഡിസീസ് ഓൾ എക്സെപ്റ്റ് സ്മോക്കിംഗ്, COPD, DM, മാൽന്യൂട്രീഷൻ. ഇതിന്റെ ആൻസർ മാൽന്യൂട്രീഷൻ എന്നാണ് അവര് തന്നിട്ടുണ്ടായിരുന്നത് അന്ന്. നമ്മൾ ഇത് നോക്കുമ്പോൾ എല്ലാം കൺഫ്യൂസിങ് ആയിരിക്കും. സ്മോക്കിംഗ്, COPD എല്ലാം ഒരുപോലെ ഇരിക്കും. ബട്ട് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, ഇതിന്റെ ആൻസേഴ്സ് അന്ന് മാൽന്യൂട്രീഷൻ എന്നാണ് കിട്ടിയത്. കമ്മിങ് ടു ദ പൾമണറി എംബോളിസം. അപ്പോ ഇത് ഏതും അസിസ്റ്റന്റ് പ്രൊഫസറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് പ്രൈമറി ഇമേജിംഗ് ടെസ്റ്റ് യൂസ്ഡ് ടു ഡയഗ്നോസ് PE? ചെസ്റ്റ് എക്സ്റേ, എക്കോ, ചെസ്റ്റ് CT, ലങ് സ്കാനിങ്. ഏതാണ് ആൻസർ? ഓൾവേസ് പ്രൈമറി എംബോളിസം. നമുക്ക് ഇപ്പൊ എക്കോയും ലങ് സ്കാനിങ്ങും നമുക്ക് അങ്ങ് കട്ടാക്കാം, എക്സ്ക്ലൂഡ് ചെയ്യാം. അപ്പൊ അത് രണ്ട് ഇതിനകത്ത് വരുന്നതല്ല വിചാരിക്കാം. പിന്നെ എക്സ്റേയും ചെസ്റ്റ് CT കൂടെ നമുക്ക് കൺഫ്യൂസ് ആവും. അപ്പൊ ഓൾവേസ് ഈ ക്വസ്റ്റ്യൻ വന്ന ചെസ്റ്റ് CT പൾമണറി ആൻജിയോഗ്രാം, അത് മസ്റ്റ് നോ തിങ് ആണ്. എപ്പോഴും പൾമണറി എംബോളിസം റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് CT പൾമണറി ആൻജിയോഗ്രാം. ഓക്കെ, ഇൻ പ്രഗ്നൻസിയിലാണെങ്കിൽ നമ്മൾ VQ സ്കാൻ ചെയ്യാം, ബിക്കോസ് CT റിസ്ക് ആയതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് പൾമണറി എംബോളിസത്തിന്റെ മെയിൻ ഒരു ക്ലിനിക്കൽ സൈൻ നമുക്ക് കിട്ടുന്നത് ടാക്കിക്കാർഡിയ, ടാക്കിപ്നിയ ആണ്. അപ്പം ECG നമ്മളിപ്പോ എന്തായാലും വരുമ്പോൾ തന്നെ പേഷ്യന്റ് വരുമ്പോൾ ചെസ്റ്റ് എക്സ്റേ എടുക്കും, ECG എടുക്കും. അതെല്ലാം ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ട്. ചെസ്റ്റ് പെയിൻ വരുമ്പോൾ ECG മസ്റ്റ് ആയിട്ട് എടുക്കും. അപ്പൊ ECGയിൽ മോസ്റ്റ് കോമൺ ECG ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ ടാക്കിക്കാർഡിയ ആണ്. ഓക്കെ, അപ്പൊ മോസ്റ്റ് കോമൺ ചെസ്റ്റ് എക്സ്റേ ഫൈൻഡിങ് നോർമൽ ചെസ്റ്റ് എക്സ്റേ ആണ്. ഓക്കെ, ഇപ്പൊ ചെസ്റ്റ് എക്സ്റേയിൽ ആദ്യത്തെ ക്ലിനിക്കൽ ഫീച്ചർ ആദ്യം നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ഇറ്റ് ഷോസ് എസ് നോർമൽ. ബട്ട് ഇഫ് ഇറ്റ് ഇസ് എ വെരി ലാർജ് എംബോളി ആൻഡ് കോസിംഗ് കറസ്പോണ്ടിങ് ലങ് ഫീൽഡ് ഇൻഫാക്ഷൻ, then we will get a peripheral wedge shaped opacity. Okay, അത് ലേറ്റർ ഫൈൻഡിങ് ആണ്. അത് വെരി ലാർജ് ഇൻഫാക്ഷൻ, വെരി ലാർജ് ആർട്ടറിനെ ഒരു എംബോളി വന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ലാർജ് ഇൻഫാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ആ ഫൈൻഡിങ് നമുക്ക് ചെസ്റ്റ് എക്സ്റേ കിട്ടുന്നത്. മോസ്റ്റ് കോമൺലി ആദ്യം കിട്ടുന്ന ഫൈൻഡിങ് നോർമൽ ചെസ്റ്റ് എക്സ്റേ ആണ്. ഓക്കെ, അപ്പൊ ഈ പൾമണറി എംബോളിസത്തിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ ഷുഡ് ബി തറോ. ഓക്കെ, സഡൻ ഓൺസെറ്റ് ഡിസ്നിയ ആയിരിക്കണം. ഡിസ്നിയ, പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ, ആൻസൈറ്റി, ടാക്കിക്കാർഡിയ, ടാക്കിപ്നിയ. നമ്മൾ നോക്കുമ്പോൾ സാച്ചുറേഷൻ SpO2 will be low and there will be low grade fever also. Okay, another important topic in respiratory is pleural effusion. ഇപ്പൊ പ്ലൂറൽ എഫ്യൂഷന് മെയിൻ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് ടൈപ്സ് ആണ്. എക്സുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ആൻഡ് ട്രാൻസുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ. ഓക്കെ, അതിലിപ്പോ ഏതാണ് ട്രാൻസുഡേറ്റ്, ഏതാണ് എക്സുഡേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ അതില് എക്സുഡേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻഫ്ലമേറ്ററി ഫ്ലൂയിഡ് ആണ്. എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടോ അത് എക്സുഡേറ്റീവ് ഫ്ലൂയിഡ് ആയിരിക്കും. ഇപ്പൊ നോർമൽ ഇൻഫ്ലമേഷൻ ഇല്ലാതെ ഇപ്പൊ ഓർഗൻ ഫെയിലിയർ ലൈക്ക് കാർഡിയാക് ഫെയിലിയർ, സിറോസിസ് ഓഫ് ലിവർ, ദെൻ നെഫ്രോട്ടിക് സിൻഡ്രോം. നെഫ്രോട്ടിക് സിൻഡ്രോമത്തിലൊക്കെ ഇൻഫ്ലമേഷനെ കൊണ്ട് അല്ല എഡിമ ഉണ്ടാകുന്നത്. അപ്പൊ അതുപോലുള്ള സാധനങ്ങളെല്ലാം ട്രാൻസുഡേറ്റീവ് ആണ്. അപ്പൊ നമ്മളത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ ആണ് ലൈറ്റ്സ് ക്രൈറ്റീരിയ ടു ഡിഫറൻഷിയേറ്റ് എക്സ്ക്ലൂഡ് ഫ്രം ട്രാൻസുഡേറ്റ്. ഓക്കെ, അപ്പൊ ഈ താഴെ പറയുന്ന ഈ മൂന്നെണ്ണം, ഇപ്പൊ പ്ലൂറൽ ഫ്ലൂയിഡ് പ്രോട്ടീൻ, റേഷ്യോ ഓഫ് പ്ലൂറൽ ഫ്ലൂയിഡ് പ്രോട്ടീൻ ടു സെറം പ്രോട്ടീൻ മോർ ദാൻ 0.5, ratio of pleural fluid LDH to serum LDH more than 0.6, അല്ലെങ്കിൽ നമ്മുടെ പ്ലൂറൽ ഫ്ലൂയിഡിന്റെ LDH നോർമൽ സിറത്തിന്റെ അപ്പർ ലിമിറ്റിന്റെ 2/3 കൂടുതലായിരിക്കണം. ഈ മൂന്ന് ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് എക്സുഡേറ്റ് ആണ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ലൈറ്റ്സ് ക്രൈറ്റീരിയ. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. മോസ്റ്റ് കോമൺ കോസ് ഓഫ് യൂണിലാറ്ററൽ പ്ലൂറൽ എഫ്യൂഷൻ ഇസ് മെലിഗ്നൻസി, lymphocytic pleural effusion TB, low glucose in pleural fluid, inflammatory pleural fluid, initial investigation in pleural effusion, chest x-ray. Okay, then best position chest x-ray left lateral decubitus position ആണ്. അതിൽ ഇതിനേക്കാൾ ചെറിയ കുറച്ച് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടും ലാറ്ററൽ ഡെക്കുബിറ്റസ് പൊസിഷനിൽ.
ഇതിനകത്ത് പിന്നെ ഒന്ന് ഓർത്ത് വെക്കേണ്ടത് ലോ ഗ്ലൂക്കോസ് ആണ്. ഇപ്പൊ ലോ ഗ്ലൂക്കോസ് എപ്പോ ക്വസ്റ്റ്യനിൽ കണ്ടാലും ഇറ്റ് പോയിന്റ്സ് ടുവാർഡ്സ് എക്സൂഡേറ്റ്. അത് എംപൈമ അല്ലെങ്കിൽ അതിനകത്ത് പസ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഇതാണ് ലോ ഗ്ലൂക്കോസ്. ഇത് 2013 MO ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ലേറ്റ് പ്ലൂറൽ എഫ്യൂഷൻ ഒക്കേഴ്സ് ഇൻ SLE, സിറോസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, പാൻക്രിയാറ്റിക് ഡിസീസ്. ഏതാണ്? Cirrhosis. സിറോസിസ്. ഡെഫിനറ്റ്ലി അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. സിറോസിസ് നമുക്ക് ട്രാൻസുഡേറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ കൺഫ്യൂഷൻ വരുന്നത് SLE ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ് ആവും. പക്ഷെ ഓൾ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ്, SLE, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എല്ലാം എക്സൂഡേറ്റ് ആണ്. ഓക്കെ, അതുപോലെ പാൻക്രിയാറ്റിക് ഡിസീസസും എക്സൂഡേറ്റ് ആണ്. Then another one question, which one of the following are exudate pleural effusion? Nephrotic syndrome, cardiac failure, cirrhosis of liver, tuberculosis, rheumatoid. Everybody knows, no? Nephrotic syndrome definitely transudate, cardiac failure transudate, cirrhosis of liver transudate. Tuberculosis definitely exudate, and rheumatoid exudate. Okay. Then this is the common list. ഇതൊന്ന് by heart ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് എല്ലായിടത്തും കിട്ടും. Then interstitial lung disease. അപ്പൊ അതിനകത്ത് വലുതായിട്ട് നമുക്ക് നോർമലി എവറിബഡി നോസ് റെസ്ട്രിക്റ്റീവ് പാറ്റേൺ FEV1/FVC ലെസ് ദാൻ 0.7 ആയിരിക്കും. ഓക്കെ, സോറി, ലെസ് ദാൻ 0.7 ഒബ്സ്ട്രക്റ്റീവ്. ദിസ് ഈസ് റെസ്ട്രിക്റ്റീവ് പാറ്റേൺ, നോർമൽ ഓർ ഇൻക്രീസ്ഡ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അതിൽ തന്നെ മോസ്റ്റ് കോമൺ ഇഡിയോപ്പത്തിക് ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഇഡിയോപ്പത്തിക് പൾമണറി ഫൈബ്രോസിസ് ആണ്. അതിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് HRCT ആണ്. ഓക്കെ, പിന്നെ ചോദിക്കുന്ന ഇന്റർസ്റ്റീഷ്യൽ IPF ഇഡിയോപ്പത്തിക് പൾമണറി ഫൈബ്രോസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചിലപ്പോൾ ചോദിക്കുക. അത് ലോവർ ലോബാണ്, ബേസൽ ഫൈബ്രോസിസ് ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് പെരിഫറൽ സോൺസ്, ലോവർ ആൻഡ് പെരിഫറൽ ആണ്. സബ്പ്ലൂറൽ, പെരിഫറൽ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പൾമണറി ഫൈബ്രോസിസ് അപ്പർ ലോബാണോ ലോവർ ലോബാണോ ഉണ്ടാക്കുന്നത് എന്നുള്ള പൾമണറി ഫൈബ്രോസിന്റെ കോസസിൽ. അപ്പൊ ഇതിൽ ഓർക്കാൻ പറ്റുന്ന ഈ ലോവർ ലോബ് ഫൈബ്രോസിസ് നാല് സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഇഡിയോപ്പത്തിക് പൾമണറി ഫൈബ്രോസിസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ലോവർ സബ്പ്ലൂറൽ ആണ്. പിന്നെ രണ്ടാമത്തെ ഡ്രഗ്സ്, കുറെ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ മൂന്നാമത്തത് ആസ്ബറ്റോസിസ്, നാലാമത്തത് കണക്റ്റീവ് ടിഷ്യൂ ഡൈക്ക്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, SLE പോലുള്ള ഈ 4 കാര്യങ്ങളാണ് ലോവർ ലോബ് ഫൈബ്രോസിസ് ഉണ്ടാക്കുന്നത്. ബാക്കി എല്ലാം കുറെ ഓസിസ് ഉണ്ട്, അതെല്ലാം അപ്പർ ലോബ്. ട്യൂബർക്കുലോസിസ്, സിലിക്കോസിസ്, സർക്കോയിഡോസിസ്, എല്ലാ ഓസിസും അപ്പർ ലോബ് ഫൈബ്രോസിസ് എക്സെപ്റ്റ് ആസ്ബറ്റോസിസ്. പിന്നെ നമ്മുടെ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ്, പിയർ അറിയാലോ, സോറിയാറ്റിക് ആർത്രോപ്പതി, എൻകൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്, എൻട്രോപ്പതിക് ആർത്രൈറ്റിസ് ആൻഡ് റിയാക്റ്റീവ് ആർത്രൈറ്റിസ്. ആ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് അപ്പർ ലോബ് ഫൈബ്രോസിസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, then ടെൻഷൻ ന്യൂമോതൊറാക്സ്. അതിനകത്ത് അതിന്റെ ട്രീറ്റ്മെന്റ് മാത്രമാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ന്യൂമോതൊറാക്സിൽ ടെൻഷൻ ന്യൂമോതൊറാക്സ് ഒരു മെഡിക്കൽ എമർജൻസി ആണ്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് നീഡിൽ ഡീകംപ്രഷൻ. ഇപ്പൊ നമ്മൾ എക്സ്റേക്ക് പോലും വെയിറ്റ് ചെയ്യണ്ടെന്നാ പറയുന്നത്. നമ്മുടെ അത് ടെൻഷൻ ന്യൂമോതൊറാക്സ് സസ്പെക്ട് ചെയ്യുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് നീഡിൽ കംപ്രഷൻ ഫോളോഡ് ബൈ ചെസ്റ്റ് ട്യൂബ് ഇൻസെർഷൻ. ഇത് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻ ടെൻഷൻ ന്യൂമോതൊറാക്സ്, ലാർജ് ബോർ നീഡിൽ ഇൻസർട്ടഡ് ഇൻടു പ്ലൂറൽ സ്പേസ് ത്രൂ ഓപ്ഷൻ സെക്കൻഡ് ആന്റീരിയർ ഇന്റർകോസ്റ്റൽ സ്പേസ് ആണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് പണ്ട് മുതലേ നമുക്ക് കിട്ടുന്ന ആൻസർ അതാണ്. ബട്ട് ഇപ്പൊ നമ്മൾ ക്ലിനിക്കലി ചെയ്യുമ്പോൾ 4th സ്പേസിൽ കുറച്ച് മിഡ് ആക്സിലറി ലൈനിലൊക്കെ ഇടുന്നുണ്ട്. ബട്ട് ടെക്സ്റ്റ് ബുക്ക് ആൻസർ എപ്പോഴും സെക്കൻഡ് ആന്റീരിയർ ഇന്റർകോസ്റ്റൽ സ്പേസ് ആണ്. ബ്രോങ്കിറ്റാസിന്റെ അതിന്റെ ഡയഗ്നോസിസ് ചോദിക്കാറുണ്ട് ചിലപ്പോൾ. ഇതിപ്പോ 2018 ചോദിച്ചൊരു MOക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Which is not a feature of Cartagenous syndrome? Situs inversus, colonic diverticula, bronchiectasis, sinusitis. ഏതാണ് ആൻസർ? Definitely. But tired of situs inversus, bronchiectasis, sinusitis ആണ് Cartagenous syndrome. Colonic diverticula ഇല്ല. പിന്നെ റെസ്പിറേറ്ററി ഫെയിലിയർ, റെസ്പിറേറ്ററിയിൽ നമ്മൾ നോക്കുന്ന റെസ്പിറേറ്ററി ഫെയിലിയറിലാകെ നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരേ ഒരു കൺസെപ്റ്റ് ആണ്. അത് വെച്ചാൽ ടൈപ്പ് 1 റെസ്പിറേറ്ററി ഫെയിലിയർ ഈസ് ഹൈപ്പോക്സിമിയ ഒള്ളി, ഓക്സിജൻ കുറവായിരിക്കും.
കാർബൺ ഡൈ ഓക്സൈഡ് നോർമൽ അല്ലെങ്കിൽ ലോ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിൽ വെക്കുക. അതിനകത്തുനിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പൊ ടൈപ്പ് 2 റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ക്യാപ്നിയാണ് അതിന്റെ മെയിൻ തിങ്. ദാറ്റ് ഇസ് ഹൈപ്പോക്സിമിയ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാതിരിക്കാം, പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ ഉണ്ടാവും. ഇപ്പൊ ചില കണ്ടീഷൻസ് റെസ്പിറേറ്ററി ടൈപ്പ് 1 റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാക്കും, ചില കണ്ടീഷൻ ടൈപ്പ് 2 റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാക്കും. അത് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് നോക്കി വെക്കണം. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും. ഇപ്പൊ IPF, ഇഡിയോപ്പത്തിക് പൾമണറി ഫൈബ്രോസിസ് ലീഡ്സ് ടു വിച്ച് ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഫെയിലിയർ? ഏതായിരിക്കും ഉണ്ടാക്കുന്നത്? ടൈപ്പ് 1. അത് ദാറ്റ് മീൻസ് അപ്പൊ അവിടെ റിട്ടൻഷൻ വരുന്നില്ല. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ വരുന്ന കണ്ടീഷൻസിലാണ് നമുക്ക് ടൈപ്പ് 2 റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോകുന്നത്. ബാറ്റ് COPD അങ്ങനെ അത് വേഴ്സൺ ആകുമ്പോഴൊക്കെ ടൈപ്പ് 2 റെസ്പിറേറ്ററി ഫെയിലിയർ. ടൈപ്പ് 1 നോർമൽ അല്ലാത്ത കണ്ടീഷൻസ്. അപ്പൊ ആ കണ്ടീഷൻസ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഇതിന്റെ ടൈപ്പ് 2ന്റെ മെയിൻ പത്തോളജി എന്ന് പറഞ്ഞാൽ എൽവിയോളാർ ഹൈപ്പോ വെന്റിലേഷൻ ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ബി എലിവേറ്റഡ്. PaCO2 മോർ ദാൻ 6.7 ഉണ്ടാവും. ഓക്കെ. ടൈപ്പ് 1ന്റെ മെയിൻ പത്തോളജി എന്ന് പറഞ്ഞാൽ വെന്റിലേഷൻ പെർഫ്യൂഷൻ മിസ്മാച്ച് ആണ്. ഓക്കെ, ദിസ് ആണ് അപ്പോ റെസ്പിറേറ്ററിന്ന് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ്. ദെൻ വിൽ ഗോ ഫോർ ദ കാർഡിയോളജി. അതിനകത്ത് തന്നെ ആദ്യം തന്നെ 2023 മെഡിക്കൽ ഓഫീസറിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പ്രീ ഇൻഫാക്ഷൻ അൻജൈന. ടിപ്പിക്കൽ അൻജൈന, ക്രസൻഡോ അൻജൈന, പ്രിൻസ്മെറ്റൽ അൻജൈന, നൺ ഓഫ് ദ എബോവ്. ഏതാണ് ആൻസർ? ഇതാണ്. ഓക്കെ, വിൽ ഗോ ഫോർ ഇറ്റ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. അപ്പൊ ടിപ്പിക്കൽ അൻജൈന എന്താണ്? അൻജൈന എന്ന് പറയുന്നത് അൻജൈനൽ പെയിൻ. ഇറ്റ്സ് ടിപ്പിക്കൽ അൻജൈന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ട്രിഗർഡ് ബൈ എക്സഷൻ, ഇമോഷണൽ സ്ട്രെസ്, റിലീവ്ഡ് ബൈ റെസ്റ്റ് ഓർ സബ്ലിംഗ്വൽ നൈട്രജൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടിപ്പിക്കൽ അൻജൈന. അപ്പൊ നമുക്ക് സ്റ്റേബിൾ അൻജൈന, അൺസ്റ്റേബിൾ അൻജൈന എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടൈമാണ്. ഇപ്പൊ എനിക്കും ഭയങ്കര കൺഫ്യൂഷൻ അപ്പോഴും അന്നും ഇപ്പോഴും ഉള്ള ടൈമാണ്. ഇപ്പൊ സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സ്റ്റേബിൾ ആയിട്ട് കണ്ടിന്യൂസ് നിൽക്കുന്നത്. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ പോയും വന്ന് നിൽക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ ഒരു സാധ്യതയുണ്ട്, പക്ഷെ അങ്ങനെ അല്ല. അതിന്റെ മീനിങ് സ്റ്റേബിൾ അൻജൈന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്രെഡിക്റ്റബിൾ അൻജൈന എന്ന് പറഞ്ഞാൽ അപ്പൊ ടിപ്പിക്കൽ ആ ഒരു സിറ്റുവേഷനിലേ അത് വരൂ. ദാറ്റ് ഇസ് ട്രിഗേർഡ് ബൈ എക്സഷൻ. ഇപ്പൊ ഇമോഷണൽ സ്ട്രെസ്. അപ്പൊ എനിക്കറിയാം ഞാനിപ്പോ അപ്പൊ മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്ന സിറ്റുവേഷനിൽ, ദാറ്റ് ഇസ് ഒന്ന് എക്സേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹെവി മീൽ എടുക്കുമ്പോൾ അപ്പൊ എനിക്കറിയാം എനിക്ക് ചെസ്റ്റ് പെയിൻ വരും. ഓക്കെ, റിലീവ്ഡ് ബൈ റെസ്റ്റ്. ഇറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ. അതാണ് സ്റ്റേബിൾ അൻജൈന. പ്രെഡിക്റ്റബിൾ ആണ്, ഇന്ന കണ്ടീഷനിൽ അത് വരും എന്നാണത്. ഇപ്പൊ ടിപ്പിക്കൽ അൻജൈന എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് പെയിൻ വിത്ത് ഓൾ ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് അൻജൈന. ദാറ്റ് ഇസ് ഈ പറഞ്ഞ ക്യാരക്ടർ, പിന്നെ റേഡിയേറ്റിംഗ് ടു ദ ചിന്ന്, റേഡിയേറ്റിംഗ് ടു ദ ഷോൾഡർ, അങ്ങനെയുള്ള ടിപ്പിക്കൽ ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു അൻജൈനയാണ് ടിപ്പിക്കൽ അൻജൈന. ഇനി പ്രിൻസ്മെറ്റൽസ് അൻജൈന. അൻജൈനൽ പെയിൻ ഡ്യൂ ടു എപ്പിസോഡിക് കൊറോണറി ആർട്ടറി. അപ്പൊ കൊറോണറി ആർട്ടറി വാസോസ്പാസം കൊണ്ടുവരുന്നതാണ്. അപ്പൊ അത് റെസ്റ്റിൽ വരാം. മോസ്റ്റ്ലി പ്രിഫറബിളി നൈറ്റിലായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതും റെഗുലർലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതിൽ ECG ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ ട്രാൻസിയന്റ് ST എലിവേഷൻ. ഇത് വരുന്ന സമയത്ത് മാത്രം ST എലിവേഷൻ. അതിന്റെ ഇൻ ബിറ്റ്വീൻ അറ്റാക്ക് നോർമൽ ആയിരിക്കും ECG. അതാണ് അതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഇതിൽ പറഞ്ഞ ടിപ്പിക്കൽ അൻജൈന, അത് അതിൽ പ്രിൻസ്മെറ്റൽസ് പോയി. ഇനിയുള്ളത് ഒരു ക്രസൻഡോ അൻജൈനയാണ്. ഇനി അൺസ്റ്റേബിൾ അൻജൈന. അൺസ്റ്റേബിൾ അൻജൈനയാണ് നമ്മൾ ക്രസൻഡോ അൻജൈന അല്ലെങ്കിൽ പ്രീ ഇൻഫാക്ഷൻ അൻജൈന എന്ന് പറയുന്നത്. ചെസ്റ്റ് പെയിൻ ഒക്കെ സിമിലർ ടു അൻജൈന ആയിരിക്കും, ബട്ട് ഒക്വേഴ്സ് അറ്റ് റെസ്റ്റ് ഓർ ഈവൻ മിനിമൽ എക്സർഷൻ, മേ നോട്ട് റിലീവ് ബൈ റെസ്റ്റ്. ഇത് മോർ സിവിയർ ആണ്, ലാസ്റ്റ് ലോങ്ങർ ആണ്. ഇതെന്ന് പറയുമ്പോൾ ശരിക്കും മറ്റേ അൻജൈന എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ബ്ലോക്കിംഗ് വരുമ്പോഴത്തേക്കാണ്. ഇത് ഈ അൺസ്റ്റേബിൾ അൻജൈന എന്ന് പറഞ്ഞാൽ റെസ്റ്റിലും വരും, മിനിമൽ റെസ്റ്റിലും വരും. ഇറ്റ് പ്രിസീഡ്സ് എ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇറ്റ് ഇസ് എ മെഡിക്കൽ എമർജൻസി. ഓക്കെ, ഇറ്റ് ഇസ് പാർട്ട് ഓഫ് എ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം. എന്ന് പറയുമ്പോൾ നമ്മുടെ വെസൽ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞു. അപ്പോഴാണ് അൺസ്റ്റേബിൾ അൻജൈന വരുന്നത്. ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? പ്രീ ഇൻഫാക്ഷൻ അൻജൈന ഇസ് ക്രസൻഡോ അൻജൈന. ഇനി അടുത്ത ഇതൊരു നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന്റെ ഒരു ക്വസ്റ്റൻ ആണ്. മോർ ഫ്രീക്വന്റ്ലി ഇൻവോൾവ് ഏരിയൻ ഫോക്കൽ സ്പാസം ഇൻ പ്രിൻസ്മെറ്റൽസ് അൻജൈന.
എന്റെ ആൻസർ ഡി, റൈറ്റ് കൊറോണറി ആർട്ടറി ആണ്. അപ്പം ഏറ്റവും ഫോക്കൽ ഈ പ്രിൻസ് മെറ്റൽ സഞ്ചയനയില് മോസ്റ്റ് കോമൺലി ഇൻവോൾവ് ചെയ്യുന്ന ആർട്ടറി റൈറ്റ് കൊറോണറി ആർട്ടറി ആണ്. In acute coronary syndrome, that is myocardial infarction. Okay, acute coronary syndrome എന്ന് പറഞ്ഞ ആ ഒരു ബ്രോഡ് ടേമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് STEMI, ST elevation MI, നോൺ ST elevation MI, അൺസ്റ്റേബിൾ ആൻജൈന. ഈ മൂന്നും കൂടെ ചേർത്തിട്ട് നമ്മളൊരു കോമൺ ടേം യൂസ് ചെയ്യുന്നതാണ് acute coronary syndrome. പിന്നെ അതിൽ ബയോമാർക്കേഴ്സ് അറിയാലോ. മോസ്റ്റ് സ്പെസിഫിക് ഓഫ് ബയോമാർക്കേഴ്സ് ട്രോപ്പണിൻ ഐ ആണ്. ടി ഓൾസോ സ്പെസിഫിക് ആണ്. അപ്പൊ അത് എലിവേറ്റ് ചെയ്യുന്ന 3 to 6 hours ആണ്. റിമൈൻ എലിവേറ്റഡ് ഫോർ 7 to 14 days. ബട്ട് ഇയർലിയസ്റ്റ് ബയോമാർക്കർ ഏതാന്ന് ചോദിച്ചാൽ അത് മയോഗ്ലോബിൻ ആണ്. വിത്തിൻ 1 hour എലിവേറ്റ് ആവും. ബട്ട് അത് അത്ര സ്പെസിഫിക് അല്ല. അപ്പൊ നമ്മൾ ക്ലിനിക്കലി ചെക്ക് ചെയ്യുന്നത് ഓൾവേസ് ട്രോപ്പണിൻ ആണ്. Then repeatedly must know ആണ്, റിപ്പീറ്റഡ്ലി ആസ്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഡെഫിനറ്റീവ് മാനേജ്മെന്റ് ഓഫ് ST elevation MI പ്രൈമറി PCI ആണ്. പെർക്യൂട്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ. ഡെഫിനറ്റ് ട്രീറ്റ്മെന്റ്. ഇതൊരു 2013 MO ക്വസ്റ്റ്യൻ ആണ്. PR interval is the length of ECG between beginning of the P and beginning of the QRS, end of P and beginning of QRS, beginning of P and beginning of R, end of P and beginning of R. ഏതാണ് എന്റെ ആൻസർ? First option. യെസ്, ഫസ്റ്റ് ഓപ്ഷൻ, ബിഗിനിങ് ഓഫ് പി ആൻഡ് ബിഗിനിങ് ഓഫ് QRS. അപ്പൊ അത് നമ്മള് കുറച്ചൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് ഇരുത്തി പഠിച്ചാലേ നമുക്കത് മനസ്സിലാവും. ECG മൊത്തം തറവായിരിക്കണം. P വേവ് ഏതാന്ന് അറിയണം. അത് പിന്നെ ഫിസിയോളജിയിലും പഠിക്കുന്ന P വേവ്, QRS കോംപ്ലക്സ്, T വേവ്, atrial depolarization, QRS കോംപ്ലക്സ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, T വേവ് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ ഒരു ഡ്യൂറേഷനും കൂടി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. Pന്റെ ഡ്യൂറേഷൻ, QRS കോംപ്ലക്സിന്റെ. പിന്നെ ഇതിൽ ഓരോന്നും ഈ ഇന്റർവെല്ലും സെഗ്മെന്റും അത് ഓരോന്നും ഡിഫറെന്റ് ആണ്. ഓക്കെ, അതിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. PR ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ബിഗിനിങ് ഓഫ് ദ P ടു ദ ബിഗിനിങ് ഓഫ് ദ QRS കോംപ്ലക്സ്. അതെ, ആ PR ഇന്റർവെൽ കണ്ടില്ലേ വരച്ചിരിക്കുന്നത്? ഓക്കെ, ബട്ട് ഈ നമ്മളിപ്പോ QT ഇന്റർവെല്ലിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ഇസ് എ ബിഗിനിങ് ഓഫ് ദ QRS കോംപ്ലക്സ് ടു എൻഡ് ഓഫ് ദ T വേവ് വരെയാണ് QT ഇന്റർവെൽ. പിന്നെ 2 ഐസോ ഇലക്ട്രിക് സെഗ്മെന്റ്സ് ഉണ്ട് അതിനകത്ത്, PR സെഗ്മെന്റും ST സെഗ്മെന്റും. അതും എങ്ങോട്ടാണ് നോക്കുന്നതെന്ന്. പിന്നെ QRS കോംപ്ലക്സ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ Q ടു ദ എൻഡ് ഓഫ് ദ S വേവ്. ഓക്കെ, ടു ദ ബിഗിനിങ് ഓഫ് ദ ST സെഗ്മെന്റ് എന്ന് വേണമെങ്കിലും പറയാം. ഇതിൽ 2 ഐസോ ഇലക്ട്രിക് സെഗ്മെന്റ് ആണ്, PR സെഗ്മെന്റും ST സെഗ്മെന്റും. പിന്നെ 2 ഇന്റർവെൽ ആണ്, PR ഇന്റർവെൽ, QT ഇന്റർവെൽ. ഇതിന്റെയൊക്കെ നോർമൽ വാല്യൂസും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ECGയിൽ മെയിൻ ആയിട്ട് നമ്മൾ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഇതിന്റെ ഒരു ഇത് കാണാതെ പഠിക്കുന്നതിനേക്കാൾ അതിന്റെ ഒരു ചെറിയ കൺസെപ്റ്റ് മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അത് കിട്ടും. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു പിക്ചർ ഒന്ന് ഓർമ്മയിൽ വെക്കാം. അതിൽ ലോവർ ഇൻഫീരിയറിൽ ഫേസ് ചെയ്തിരിക്കുന്ന ലീഡ് ഏതൊക്കെ, സുപ്പീരിയർ അല്ലെങ്കിൽ മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ലീഡ് ഏതൊക്കെയെന്നൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ എളുപ്പത്തിൽ അത് ഓർത്ത് വെക്കാം. അപ്പോ ഇതില് 2ഉം 3ഉം AVF ഫൂട്ട് ലീഡാണ്. പിന്നെ 2, 3 ഇത് 2ഉം ഇത് 3ഉം ഫേസ് ഇൻഫീരിയർലി ഫേസ് ചെയ്യുന്നതാണ്. ഓക്കെ, AVLും AVRും അപ്പർ ഹാൻഡ് ലിംബ് ലീഡ്സ് ആണ്. മുകളിലേക്ക് റൈറ്റ് ആമിലും ലെഫ്റ്റ് ആമിലും ഉള്ള, അത് ആമിന്റെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. പിന്നെ ചെസ്റ്റ് ലീഡ്സ് V1 നമ്മൾ ഈ സൈഡിങ് സൈഡിൽ നിന്ന് തുടങ്ങും. പിന്നെ V2, V3, V4 അത് 4ഉം ആന്റീരിയർ ആണ്. പിന്നെ മോർ ലാറ്ററലിലേക്ക് പോകുമ്പോഴാണ് V5ഉം V6ഉം വരുന്നത്. ലീഡ്സ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഓർത്ത് വെക്കാൻ ഒന്ന് എളുപ്പമായിരിക്കും. ഓക്കെ, ഇപ്പൊ ST എലിവേഷൻ നമ്മൾ പറയണമെങ്കിൽ ലിംബ് ലീഡ്സിൽ മോർ ദാൻ 1 millimeter എലിവേഷൻ ഉണ്ടാകണം. പ്രിക്കോഡിയൽ ലീഡ്സിലാണെങ്കിൽ മോർ ദാൻ 2 millimeter. അപ്പൊ ഇൻഫീരിയർ MIയില് ഇത് മസ്നോ ആണ് കേട്ടോ. ഇത് ചിലപ്പോ MCQ ചോദിക്കുന്നതാണ്. ഇൻഫീരിയർ MIയില് ഏതിലൊക്കെയാണ് ST എലിവേഷൻ ഉള്ളത്? ലീഡ് 2, 3 AVF. ഇൻഫീരിയർ ലീഡ്സ് 2, 3 AVF ആണ്. അപ്പൊ ഇൻഫീരിയർ മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ 2, 3 AVFലാണ് ലീഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ആ പാർട്ട് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് കൊറോണറി
ആന്റീരിയർ MI നമ്മുടെ ആന്റീരിയർ ലീഡ്സ് V1, V2, V3, V4 വരെയാണ് നമ്മുടെ ആന്റീരിയർ ചെസ്റ്റ് ലീഡ്സ് വരുന്നത്. അത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ടെറിട്ടറി ആണ്. അതിന്റെ മെയിൻ ബ്രാഞ്ച് ആയ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ആണ് അതിന് സപ്ലൈ ചെയ്യുന്നത്. അത് LAD അറിയാലോ, വിഡോസ് ആർട്ടറി എന്ന് അറിയപ്പെടുന്ന ആർട്ടറി. അത് രണ്ടും ഓർക്കുക. പിന്നെ ലാറ്ററൽ വോൾ MI, ലാറ്ററൽ ലീഡ്സ് നമ്മളിപ്പോ പറഞ്ഞാല് V-യും 6-ഉം പിന്നെ 1-ഉം AVL-ഉം ആണ്. അപ്പോ അതിലായിരിക്കും ഉണ്ടാവുന്നത്. മോസ്റ്റ് സ്പെസിഫിക് ചേഞ്ച് എവറിബഡി നോസ് ഇറ്റ്സ് ST എലിവേഷൻ. ഓക്കെ. പിന്നെ ECG എന്ന് ചോദിക്കാവുന്ന കുറച്ച് സാധനങ്ങളാണ് എപ്പോഴും കണ്ടിട്ടുള്ള ഹൈപ്പർകെലീമിയ, ടോൾ പീക്ഡ് T വേവ്, അത് ഓർത്ത് വെക്കണം, പ്രൊലോങ്ഡ് PR ഇന്റർവെൽ. ദെൻ ഹൈപ്പോകെലീമിയയിൽ ഏറ്റവും പ്രോമിനന്റ് ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ പ്രോമിനന്റ് U വേവ് ആണ്. പിന്നെ ഹൈപ്പോകെലീമിയ ഏത് മെറ്റബോളിക് അബ്നോർമാലിറ്റി, ഹൈപ്പർ ആയാലും ഹൈപ്പോ ആയാലും വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉണ്ടാവും. പിന്നെ ഹൈപ്പർ കാൽസീമിയ, ഹൈപ്പോകാൽസീമിയ. ഓക്കെ, ഹൈപ്പർ കാൽസീമിയ ഷോർട്ട് ആൻഡ് QR ഇന്റർവെൽ ഉണ്ടാവും. ഹൈപ്പോകാൽസീമിയ ആണ് പ്രൊലോങ്ഡ് PR ഇന്റർവെൽ ഉണ്ടാക്കുന്നത്. ECG ഫൈൻഡിങ് വിത്ത്, ഇതൊരു 2026 ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോ അതിനകത്ത് ചോദിച്ചിട്ട് ECG ഫൈൻഡിങ് വിത്ത് M പാറ്റേൺ R വേവ് ഇൻ ലീഡ് B6, W പാറ്റേൺ S വേവ് ഇൻ B1 with QRS width 100 millisecond. What is diagnosis? Any idea? Incomplete left bundle branch block, incomplete right bundle branch block, complete left bundle branch block, complete right bundle branch block. ഏതാണ്? ഇതിൽ ഐഡിയ ഉണ്ടോ? ഇതൊന്ന് ജസ്റ്റ് കാണാതെ പഠിക്കാനുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇതിനകത്ത് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കും ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കും എങ്ങനെ അറിയാം എന്നുള്ളതാണ്. ഇപ്പൊ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കിൽ V1-ല് M പാറ്റേൺ, RSR പാറ്റേൺ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, കാണുന്നുണ്ടോ? അപ്പൊ അത് നമ്മൾ ഓർത്ത്, പിന്നെ B6-ലാണ് W പാറ്റേൺ വരുന്നത്. അത് ഓർത്ത് വെക്കുന്നതിനുള്ള ഒരു ഇതാണ്. നമുക്ക് രണ്ട് വേർഡ്സ് ഉണ്ട് ബോക്സിനകത്ത്, വില്യം, മാരോ. അതൊരു ഷോർട്ട് കട്ട് ആണ്, ഇത് ഓർത്ത് വെക്കാൻ. വില്യം എന്ന് പറയുന്നത് W ഫസ്റ്റ് വരുന്നുണ്ട്, M പാറ്റേൺ ലാസ്റ്റ് V6-ൽ. ദാറ്റ് മീൻസ് W പാറ്റേൺ ഇൻ V1, M പാറ്റേൺ ഇൻ V6. In between LL, that is left bundle branch block. അപ്പൊ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കിന് V1-ല് W ആയിരിക്കും. ഓക്കെ, താഴേക്കാണ് S വേവ് പ്രോമിനന്റ് ആയിട്ട് താഴേക്കാണ് പോകുന്നത്. ഓക്കെ, ദെൻ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് നമുക്ക് ഓർത്ത് വെക്കുന്ന മാരോ. മാരോ മീൻസ് M ഇൻ V1 എൻഡില് ഫസ്റ്റില്, B6-ല് W. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് M, V1 M, B6 W, മാരോ. ഓക്കെ, അത് അപ്പൊ റൈറ്റ് ഇൻ ബിറ്റ്വീൻ RR, മാരോ, റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ആ രണ്ട് വേർഡ് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അടുത്തൊരെണ്ണം വെച്ചാല് കംപ്ലീറ്റ് ആണോ ഇൻകംപ്ലീറ്റ് ആണോ എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് എന്ന് വെച്ചാൽ QRS കോംപ്ലക്സിലാണ്. അപ്പൊ QRS കോംപ്ലക്സിന്റെ ഡ്യൂറേഷൻ മോർ ദാൻ 120 millisecond ആണെങ്കിൽ, ദാറ്റ് ഇസ് 3 ഷോർട്ട്. ഇപ്പൊ നമ്മുടെ ECG അറിയാലോ, നമുക്കൊരു ബിഗ് കോളംസ് ഉണ്ട്, സ്മോൾ കോളംസ് ഉണ്ട്. ബിഗ് കോളത്തിനകത്ത്, ഒരു ബിഗ് കോളത്തിനകത്ത് 3 സ്മോൾ കോളംസ് ഉണ്ടാവും. ഒരു കോളം 40 millisecond ആണ്. അപ്പൊ അതിന്റെ 3 കോളത്തിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ QRS കോംപ്ലക്സ് 0.12 ആണ്. അപ്പൊ ഇത് 120യെക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ആണ്. ദാറ്റ് ഇസ് QRS കോംപ്ലക്സിന്റെ ഡ്യൂറേഷൻ പ്രൊലോങ്ഡ് ആയിരിക്കും. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ലെസ് ദാൻ 120 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ വരുന്നത്? അപ്പോ ലെസ് ദാൻ 100 ആണ്. പറഞ്ഞോ. ഇൻകംപ്ലീറ്റ് ആണ്, 100 ആണ്. പിന്നെ M പാറ്റേൺ ഇൻ ഇൻകംപ്ലീറ്റ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ആണ് വരുന്നത്. ഓക്കെ, വെരി ഈസിയാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഇത് കാണാതെ പഠിച്ചില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. Then valvular heart disease, the 2013 MO question ആണ്. നോർമൽ ഏരിയ ഓഫ് മൈട്രൽ വാൾ ഏതാണ്?
2.5, 1, 1.5, 5. It's 5 centimeter. 5 centimeter. Yeah. Okay. വാൾവുലാർ ഹാർട്ട് ഡിസീസിൽ നമ്മൾ നോക്കേണ്ടത് കോമൺ കോസസ് ഓഫ് വാൾവുലാർ ഡിസീസ് എന്തൊക്കെയാണെന്ന് നോക്കണം. ഓരോ വാൾവിന്റെ ഓരോ കോമൺ കോസ് ഉണ്ട്. മർമർ, പിന്നെ ചിലതിനൊക്കെ സിംറ്റംസ് ഇമ്പോർട്ടന്റ് ആണ്. ഇൻവെസ്റ്റിഗേഷൻസ്, ഇതൊക്കെയാണ് ഓർത്ത് വെക്കാനുള്ളത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ വാൾവുലാർ ഡിസീസിൽ ഓൾവേസ് എല്ലാ വാൾവിലും എക്കോ ആണ്. ഇത് നമ്മുടെ 2023 MO ക്വസ്റ്റ്യൻ ആണ്. Pan-systolic murmur is seen in all except mitral regurgitation, mitral stenosis, tricuspid regurgitation, VSD. ആൻസർ ഓൾറെഡി ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്, MS. ഇപ്പൊ മർമർ ഒരിക്കലും കാണാതെ പഠിക്കരുത്. അപ്പോ ഡെഫിനറ്റ്ലി അത് ഇതാക്കാൻ പറ്റത്തില്ല, നമുക്ക് ഓർക്കാൻ പറ്റില്ല. മർമർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിപ്പോ ദിസ് ഇസ് ഹാർട്ട് ആണ്. ഓക്കെ, ദിസ് ഇസ് മൈട്രൽ വാൾ, ദിസ് ഇസ് ട്രൈക്കസ്പിഡ് വാൾ, ഇവിടെ അയോർട്ടിക് വാൾ വരും, then pulmonary wall. ഓക്കെ, ഇപ്പൊ നമ്മള് ഇറ്റ്സ് എന്താ സിസ്റ്റോളിക് മർമർ. ഇപ്പൊ നമ്മള് സപ്പോസ് ദ ഹാർട്ട് ഇസ് ഇൻ സിസ്റ്റോളിക് സ്റ്റേറ്റ്, അപ്പൊ എന്ത് പറ്റും, നമ്മുടെ ബോത്ത് വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്തിരിക്കും, നന്നായിട്ട് കൺട്രാക്ട് ചെയ്യും. അപ്പൊ അവിടെ സംഭവിക്കുന്ന ചേഞ്ച് എന്താന്ന് പറഞ്ഞാല് നമുക്ക് ബ്ലഡ് അയോർട്ടയിൽ കൂടെ പുറത്തേക്ക് പുഷ് ചെയ്യണം, ഇജക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാർട്ടില്, റൈറ്റ് ഹാർട്ടില് പൾമണറി ഇതിലേക്ക് പൾമണറി വാൾവിലൂടെ പുറത്തേക്ക് ഇജക്ട് ചെയ്യണം കൺട്രാക്ഷന്റെ സമയത്ത്. അപ്പൊ നമ്മുടെ ഈ വാൾവ് എന്ത് ചെയ്തായിരിക്കണം, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കണം. മൈട്രൽ ആൻഡ് ട്രൈക്കസ്പിഡ് വാൾവ് അത് ഓപ്പൺ ആയി ഇരിക്കാൻ പാടില്ല. സിസ്റ്റോൾ, അപ്പൊ ജസ്റ്റ് ഇമാജിൻ സിസ്റ്റോൾ, കൺട്രാക്ഷൻ നടക്കുന്നു, ബ്ലഡ് പുറത്തേക്ക് അങ്ങ് പുഷ് ആകുന്നു, അപ്പൊ മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ സിസ്റ്റോൾ ആണ്. സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾവേസ് ഇൻ ബിറ്റ്വീൻ S1, ഇത് അടഞ്ഞതിന് ശേഷം, ഇത് അടയുന്നതിന് മുന്നേ. അപ്പൊ S1 ഇസ് ദ സൗണ്ട് ഓഫ് ദിസ് വൺ, S1 ഇസ് ദ സൗണ്ട് ഓഫ് അയോട്ട. അപ്പൊ സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ ഓൾവേസ് ബിറ്റ്വീൻ S1 then S2 then another S1. ഈ S1ന്റെയും S2ന്റെയും ഇടയ്ക്കുള്ള സ്പേസ്, ഇടയ്ക്കുള്ള ഇതാണ് നമ്മുടെ സിസ്റ്റോൾ. അപ്പൊ ഇത് ക്ലോസ് ചെയ്തിരിക്കണം കംപ്ലീറ്റ്ലി, ഇത് ഓപ്പൺ ആയി ഇതിലേക്ക് പോകണം. സിസ്റ്റോൾ കഴിഞ്ഞ ശേഷമാണ് ഇത് അടയേണ്ടത്. ഓക്കെ, അത് നോർമൽ ഫിസിയോളജി. അപ്പൊ ഇനിയിപ്പോ നോക്കിയോ, അപ്പൊ ഈ ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈട്രൽ വാൾവില് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അത് അപ്രോക്സിമേറ്റ് ആയിട്ട് അടഞ്ഞില്ല എന്ന് വെച്ചോ, അടയുന്നില്ല. അപ്പൊ എന്ത് പറ്റും, ബ്ലഡ് ഗോ ബാക്ക് ടു ദ ലെഫ്റ്റ് ഏട്രിയ, ദാറ്റ് ഇസ് മൈട്രൽ റീഗർജിറ്റേഷൻ. ഓക്കെ, അതാണ് മൈട്രൽ റീഗർജിറ്റേഷൻ. അപ്പൊ മൈട്രൽ റീഗർജിറ്റേഷൻ, അപ്പൊ ഒരു അബ്നോർമൽ സൗണ്ട് നമുക്ക് കിട്ടും. അപ്പൊ മൈട്രൽ റീഗർജിറ്റേഷൻ എപ്പോഴാണ് വരുന്നത്, അത് സിസ്റ്റോളിന്റെ സമയത്ത് മാത്രമേ നടക്കുള്ളൂ. അപ്പൊ മൈട്രൽ റീഗർജിറ്റേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന മർമർ എങ്ങനെയായിരിക്കും, സിസ്റ്റോളിന്റെ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എങ്ങനെയായിരിക്കും കിട്ടുന്നത്, അത് ത്രൂ ഔട്ട് ദ സിസ്റ്റോൾ, എപ്പോഴൊക്കെ അത് കൺട്രാക്ട് ചെയ്ത് അങ്ങനെ തന്നെ ഇരിക്കോ, ആ ത്രൂ ഔട്ട് നമുക്ക് ആ മർമർ കിട്ടും. അപ്പൊ എന്ത് പറ്റും, അതെന്താണ്, പാൻ സിസ്റ്റോളിക് മർമർ. ഓക്കെ, പാൻ സിസ്റ്റോളിക് മർമർ. അപ്പൊ MRന്റെ എന്താണ്, ഇറ്റ്സ് ഓൾവേസ് പാൻ സിസ്റ്റോളിക് മർമർ. അതുപോലെ ഇതേ ഇത് സാധനം തന്നെയാണ് ഇപ്പുറത്ത് നടക്കുന്നത് നമ്മുടെ റൈറ്റ് ഹാർട്ടിലും. അപ്പൊ അവിടെ TR ട്രൈക്കസ്പിഡ് വാൾവില് ഇതുപോലെ അപ്രോക്സിമേറ്റ് ആയിട്ട് അടയുന്നില്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. അപ്പൊ റീഗർജിറ്റ് ചെയ്യുവാണെങ്കിൽ റീഗർജിറ്റേഷൻ നടക്കുന്നത് സിസ്റ്റോളിന്റെ സമയത്താണ്. അപ്പൊ ഓൾസോ വി വിൽ ഗെറ്റ് ഇൻ ട്രൈക്കസ്പിഡ് റീഗർജിറ്റേഷൻ ഓൾസോ പാൻ സിസ്റ്റോളിക് മർമർ, PSM. ഓക്കെ, അപ്പൊ ഇനി സിസ്റ്റോളിന്റെ സമയത്ത് അടുത്ത് നമ്മൾ ഇവിടേക്ക് വന്നു, അയോട്ടയുടെ റീജിയനിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ അവിടെ നോർമലി ബ്ലഡ് അയോട്ട ഓപ്പൺ ചെയ്യണം. 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ഏരിയ. അത് നോർമലി തന്നെ അയോട്ട ഓപ്പൺ ചെയ്ത് ബ്ലഡ് അങ്ങോട്ട് പുഷ് ചെയ്ത് പോകണം. അപ്പൊ ബ്ലഡ് ഇത് സിസ്റ്റോളി കൺട്രാക്ഷൻ നടക്കുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്, അറിയാലോ, അത് ഫിസിയോളജിയാണ്. റാപ്പിഡ് ഇജക്ഷനും, ഈ ഇജക്ഷൻ നടക്കുന്ന റാപ്പിഡ് ഇജക്ഷൻ, പിന്നെ സ്ലോ ഇജക്ഷൻ ഫേസ്. അപ്പോ ഇതിൽ കൂടെ ബ്ലഡ്, അപ്പൊ ഈ നമ്മുടെ വാൾവ് ഏരിയ സ്റ്റിനോസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ വാൾവ് ഏരിയ സ്റ്റിനോസ് എന്ന് പറഞ്ഞാൽ വാൾവ് ഏരിയ കുറഞ്ഞു ചെറുതാകുന്നതാണ്. അപ്പൊ ക്രിട്ടിക്കൽ സിനോസിസ് എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്റർ സ്ക്വയറിലേക്കൊക്കെ ചുരുങ്ങി വരുമ്പോഴാണ് അത് ക്രിട്ടിക്കൽ സ്റ്റിനോസിസ് ആവുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ഇതുവഴി ബ്ലഡ് പോകുന്നത് നമുക്ക് നോർമലി നടക്കുന്ന പോലെ നടക്കുമോ, ഇല്ല. അപ്പൊ അവിടെ അപ്പോ ഒരു അബ്നോർമൽ സൗണ്ട് നമുക്ക് കേൾക്കുകയും ശരിക്കും ബ്ലഡ് ഫ്ലോ നടക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ അതും സിസ്റ്റോളിലാണ് നടക്കുന്നത്. സിസ്റ്റോളിലാണ് ഇതുവഴി ഇജക്ഷൻ നടക്കുന്നത്. ആ സമയത്താണ് അത് നമുക്ക്
കേൾക്കുന്നത്. അപ്പൊ അയോട്ടിക് വാൾവ് സ്റ്റീനോസ്ഡ് ആണെങ്കിലും നമുക്ക് സിസ്റ്റോളിന്റെ സമയത്ത് മർമർ കിട്ടും. ബട്ട് അത് പാൻ സിസ്റ്റോളിക് ആയിരിക്കോ? ബിക്കോസ് ഇവിടെ രണ്ട് ടൈപ്പ്, മറ്റതുപോലെ ഫുൾ ടൈം ഉണ്ടാവില്ല. ഇജക്ഷൻ സിസ്റ്റോളിക് ആണ്. ദാറ്റ് മീൻസ് ആദ്യം റാപ്പിഡ് ഇജക്ഷൻ സമയത്ത് നമുക്ക് ഹൈ ഒരു മർമർ കിട്ടും, പിന്നെ അത് സ്ലോ ഇജക്ഷൻ സമയത്ത് അത് ചെറുതായി വരും. ദാറ്റ് ഇസ് ക്രെസൻഡോ ഡീക്രെസൻഡോ മർമർ. അതിനെ നമ്മൾ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ എന്ന് പറയും. ഓക്കെ, അപ്പൊ അതുപോലെ അതേ സെയിം മെക്കാനിസം ആണ് ഇവിടെ നടക്കുന്നത് PR-ൽ. അപ്പൊ PS പൾമണറി സ്റ്റിനോസിസ് ഉണ്ടെങ്കിലും നമുക്ക് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ കിട്ടും. അപ്പൊ നമുക്ക് പാൻ സിസ്റ്റോളിക് മർമർ കിട്ടിയ രണ്ട് കണ്ടീഷൻ ഇവിടെ MR TR. പിന്നെ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ കിട്ടിയത് AS PS. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് പാൻ സിസ്റ്റോളിക് മർമർ ആണ്. അപ്പൊ നമുക്ക് ഈ സിസ്റ്റോളിക് മർമർ അവിടെ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ദെൻ കമ്മിങ് ടു ദ ഡയസ്റ്റോൾ. ഡയസ്റ്റോളിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ ഡയസ്റ്റോളിക് വെൻട്രിക്കിൾ റിലാക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് ബ്ലഡ് അവിടെ നടക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഇവിടുന്ന് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ഫില്ല് ചെയ്യും. വെൻട്രിക്കിളിലേക്ക് ഫില്ല് ചെയ്യുന്ന അതാണ് അവിടെ നടക്കുന്ന ഫിസിയോളജിക്കൽ ഫങ്ഷൻ. അപ്പൊ അങ്ങനെ ഫില്ല് ചെയ്ത് വരുന്ന സമയത്ത് ഇപ്പം മൈട്രൽ ഏരിയ വാൾവ് ചെറുതാണെങ്കിൽ ഇപ്പൊ ഇവിടെ സംഭവിച്ച പോലെ വാൾവിന്റെ ഏരിയ കുറഞ്ഞ് മൈട്രൽ സ്റ്റിനോസിസ് വാൾവ് സ്റ്റിനോസ്ഡ് ആയിട്ട് ചെറുതായി പോയെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ താഴേക്ക് വരത്തില്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു സൗണ്ട് കിട്ടും. അപ്പൊ അതാണ് ഡയസ്റ്റോളിക് മർമർ ആണ് കിട്ടുന്നത് ഡയസ്റ്റോളിന്റെ സമയത്ത്. അപ്പൊ അത് ഏത് കണ്ടീഷനിലാണ്? MS. അതുപോലെ ഇവിടെ വരുമ്പോൾ TS ട്രൈകാപ്സ്ഡ് സ്റ്റിനോസിസ്, രണ്ട് സ്റ്റിനോസിസ്. അപ്പൊ ഡയസ്റ്റോളിക് മർമർ ആണ് കിട്ടുന്നത്. അപ്പൊ ഡയസ്റ്റോളിന്റെ സമയത്ത് ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മൾ ഓൾറെഡി സിസ്റ്റോളിന്റെ സമയത്ത് ബ്ലഡിനെ പുഷ് ചെയ്ത് അയോട്ടയിലേക്ക് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വാൾവ് അങ്ങ് കംപ്ലീറ്റ്ലി അടയും. പിന്നെ ഇങ്ങോട്ട് റീബാക്ക് ചെയ്യാൻ പാടില്ല. ബട്ട് നമ്മുടെ അയോട്ടിക് വാൾവിന് എന്തെങ്കിലും റീഗർജിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് അപ്രോക്സിമേറ്റ്ലി അടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പുഷ് ചെയ്ത് ഇങ്ങോട്ട് വിട്ടത് തന്നെ കുറച്ചൊന്ന് റീഗർജിറ്റേറ്റ് ബാക്ക് പുറത്തേക്ക് പോകും. ആ വാൾവ് അപ്രോക്സിമേറ്റ്ലി അടഞ്ഞിട്ടില്ല. അപ്പൊ അയോട്ടിക് റീഗർജിറ്റേഷനിൽ വരും. അപ്പൊ അത് മൊത്തം സമയം വരത്തില്ല. ആദ്യം അങ്ങോട്ട് പോയത് കുറച്ചു നേരം ഇങ്ങോട്ട് വരുള്ളൂ, പിന്നെ ബാക്കിയുള്ളത് നേരെ പുഷ് ചെയ്ത് അങ്ങ് പോകത്തില്ല, അവിടെ തന്നെ നിൽക്കുന്നില്ലല്ലോ. അപ്പൊ ആദ്യത്തെ ഒരു ഫേസിൽ മാത്രമേ അത് പുഷ് ഔട്ട് ബാക്കിലേക്ക് റീഗർജിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന മർമർ എന്താ? ഏർലി ഡയസ്റ്റോളിക് മർമർ ആണ്. ഓക്കെ, ഏർലി ഡയസ്റ്റോളിക് മർമർ. ഡയസ്റ്റോളിന്റെ ഏർലി ഫേസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഏർലി ഡയസ്റ്റോളിക് മർമർ കിട്ടുന്നത് അയോട്ടിക് റീഗർജിറ്റേഷൻ, പൾമണറി റീഗർജിറ്റേഷൻ. അതിന്റെ ഏരിയാസ് ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ കിട്ടുന്ന ഡയസ്റ്റോളിന്റെ സമയത്ത് മർമർ മിഡ് ഡയസ്റ്റോളിക് ആണ് MS-ൽ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? പാൻ സിസ്റ്റോളിക് മർമർ ഇസ് സീൻ ഇൻ ഓൾ എക്സെപ്റ്റ് mitral stenosis. മൈട്രൽ സ്റ്റെനോസിസ്. ഇപ്പൊ പറഞ്ഞില്ലേ, മൈട്രൽ സ്റ്റെനോസിന് ഡയസ്റ്റോളിക് മർമർ ആണ്. അപ്പൊ മൈട്രൽ റീഗർജിറ്റേഷൻ നമ്മൾ കണ്ടു, അത് പാൻ സിസ്റ്റോളിക് ആണ്. ട്രൈകാപ്സ്ഡ് റീഗർജിറ്റേഷൻ പാൻ സിസ്റ്റോളിക് ആണ്. ഇനിയുള്ളത് BSD-യിലും അതുപോലെ തന്നെ ഒരു അബ്നോർമൽ കണക്ഷൻ ബിറ്റ്വീൻ രണ്ട് വെൻട്രിക്കിൾസ് ആണ്. അപ്പൊ എന്ത് പറ്റും? സിസ്റ്റോളിന്റെ സമയത്ത് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഒരു ഫ്ലോ അങ്ങോട്ടുണ്ടാവും. എന്തായാലും ആ ഒരു കണക്ഷൻ വരുമ്പോൾ അതിൽ കൂടെ ഒരു അബ്നോർമൽ ഫ്ലോ ഉണ്ടാവും. അപ്പൊ അത് എത്രത്തോളം നമ്മൾ കൺട്രാക്ട് ചെയ്ത് വെൻട്രിക്കിൾ നിൽക്കുന്നോ ആ സമയം മുഴുവൻ ആ ഫ്ലോ ലാസ്റ്റ് ചെയ്യും, ആ മർമർ, ആ സൗണ്ട് ലാസ്റ്റ് ചെയ്യും. ദാറ്റ് ഇസ് പാൻ സിസ്റ്റോളിക്. ഓക്കെ, അപ്പൊ പാൻ സിസ്റ്റോളിക് മർമർ കിട്ടുന്ന 3 കണ്ടീഷൻ: മൈട്രൽ റീഗർജിറ്റേഷൻ, ട്രൈകാസ്പിഡ് റീഗർജിറ്റേഷൻ, BSD. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മസ്റ്റ് നോ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഓൾവേസ് റിമെമ്പർ ദ മെക്കാനിസം. ഇത് കാണാതെ പഠിക്കുന്നത് എപ്പോഴും മാറിയും തിരിഞ്ഞും പോകും. അപ്പൊ ജസ്റ്റ് ഓൾവേസ് റിമെമ്പർ ദ മെക്കാനിസം. ഓക്കെ, മർമർ മെക്കാനിസം. പിന്നെ കുറച്ച് നെയിംഡ് മർമേഴ്സ് ഉണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുക. ഓസ്റ്റൻ ഫ്ലിൻ മർമർ, അയോട്ടിക് റീഗർജിറ്റേഷൻ, ഗ്രഹാം സ്റ്റീൽസ് മർമർ, പൾമണറി. ഈ ഓസ്റ്റൻ ഫ്ലിൻ മർമർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അയോട്ടിക് റീഗർജിറ്റേഷനിൽ? അയോട്ടിക് റീഗർജിറ്റേഷൻ നോർമലി നമ്മൾ ഇപ്പൊ പറഞ്ഞു ഏർലി ഡയസ്റ്റോളിക് ആണ്. ഓക്കെ, ഡയസ്റ്റോളിന്റെ സമയത്ത് വാൾവ് ശരിയല്ലാത്തതുകൊണ്ട് കുറച്ച് ബ്ലഡ് തിരിച്ചങ്ങോട്ട് കയറുന്നതാണ് ഏർലി ഡയസ്റ്റോളിക്. അപ്പൊ ഈ വാൾവ് ജെറ്റ് അയോട്ടിക് റീഗർജിറ്റേഷൻ സിവിയർ ആണെന്ന് വെച്ചോ, അപ്പം വളരെ സിവിയർ ആയിട്ട് റീഗർജിറ്റേഷൻ ഉണ്ട്, അപ്പൊ കുറേ ബ്ലഡ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അത് ഫോഴ്സ് ആയിട്ട് ആ റീഗർജിറ്റന്റ് ജെറ്റ് വന്നിട്ട് നമ്മുടെ മൈറ്റൽ വാൾവിനെ ഇടിക്കും. അപ്പൊ കിട്ടുന്ന ഒരു മർമറാണ് നമ്മുടെ ഓസ്റ്റൻ ഫ്ലിൻ മർമർ. അത് മിഡ് ഡയസ്റ്റോളിക് ആണ്.
മറ്റത് ഏർലി ഡയസ്റ്റോളിക് ആണ്. അവിടെ നിന്ന് ആ ജെറ്റ് വന്നിട്ട് മൈട്രൽ വാൾവിനെ ഇടിക്കുന്ന സൗണ്ട്, അതിന്റെ ആ ഒരു ഫ്ലോ മർമറാണ് ഓസ്റ്റിൻ ഫ്ലിൻ മർമർ. മിഡ് ഡയസ്റ്റോളിക് ആണ്. ശരിക്കും നമ്മൾ മൈട്രൽ സ്റ്റീനോസിസിനും മിഡ് ഡയസ്റ്റോളിക് ആണ് കേൾക്കുന്നത്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് ഔട്ട് ഓഫ് ദിസ് സിലബസ് ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഗ്രഹാം സ്റ്റീൽ മർമർ, ദെൻ കർവാലോ സൈൻ, ഗിബ്സൺ മർമർ, അതൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, മൈട്രൽ സ്റ്റീനോസിസ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് മൈട്രൽ സ്റ്റീനോസിസ് റുമാറ്റിക് ഫീവർ ആണ്. ഓപ്പണിംഗ് സ്നാപ്പ് ഹേർഡ്, അത് മൈട്രൽ സ്റ്റീനോസിസ്, അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മോസ്റ്റ് കോമൺ വാൾവ് ഇൻവോൾവ് ഇൻ റുമാറ്റിക് ഫീവർ മൈട്രൽ വാൾവ് ആണ്. സിവിയർ മൈട്രൽ സ്റ്റീനോസിസ്, ഇപ്പൊ നോർമൽ മൈട്രൽ വാൽവ് ഏരിയ നേരത്തെ ചോദിച്ചു, അതുപോലെ തന്നെ സിവിയർ മൈട്രൽ സ്റ്റീനോസിസിന്റെ ഏരിയയും ചോദിക്കാം. മൈട്രൽ വാൾവ് ഏരിയ ലെസ് ദാൻ 1 cm. പിന്നെ S1 ലൗഡ് ആയിരിക്കും, അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈട്രൽ സ്റ്റീനോസിസ് ആണ്. മർമർ നമ്മൾ ഓൾറെഡി ഇപ്പൊ കണ്ടു, മിഡ് ഡയസ്റ്റോളിക് മർമർ ആണ്. ദെൻ മൈട്രൽ റീഗർജിറ്റേഷൻ, അതിന്റെ മോസ്റ്റ് കോമൺ കോസ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസ് റുമാറ്റിക് ഫീവർ ആണ്. ബട്ട് ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിൽ മൈട്രൽ വാൾവ് പ്രൊലാപ്സ് ആണ്. അവിടെ റുമാറ്റിക് ഫീവർ കുറവായിരിക്കുമല്ലോ. മർമർ പാൻസിസ്റ്റോളിക് മർമർ ആണ്. ഓൾവേസ് സിസ്റ്റോളിക് മർമർ ഓൾവേസ് റേഡിയേറ്റ്സ്. ഓക്കെ, സിസ്റ്റോളിക് മർമർ രണ്ടും റേഡിയേറ്റ് ചെയ്യും. അപ്പൊ സിസ്റ്റോളിക് മർമർ ഏതാണോ ഒന്ന് നമ്മുടെ മൈട്രൽ റീഗർജിറ്റേഷൻ, അത് റേഡിയേറ്റ് ടു ദ ആക്സില്ല. അനദർ സിസ്റ്റോളിക് മർമർ നമ്മളിപ്പോ പറഞ്ഞു അയോട്ടിക് സ്റ്റീനോസിസിന്റെ, അത് സിസ്റ്റോളിക്കിന്റെ സമയത്ത് അത് റേഡിയേറ്റ് ടു കാരോട്ടിഡ്സ്. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ അയോട്ടിക് സ്റ്റീനോസിസ്, അതിപ്പോ നമ്മുടെ 2018 MO ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കാർഡിനൽ സിംറ്റം ഓഫ് AS? ഇതൊരു മസ്റ്റ് നോ പോർഷൻ ആണ്, ASന്റെ സിംറ്റംസ്. ഓക്കെ, ഏതാണ് ഇതിന്റെ ആൻസർ? എക്സെഷണൽ ഡിസ്നിയ, എൻഷാന പെക്ടോറിസ്, സിങ്കോപ്പ്, പാൽപിറ്റേഷൻ. Palpitation. Okay, definitely. The classical triad of aortic stenosis everybody knows: angina, syncope, dyspnea. And murmur പറഞ്ഞു, ejection systolic ആണ്, crescendo decrescendo ആണ്, radiate to carotid പറഞ്ഞു. Severe AS valve area, severe AS ആണെങ്കിൽ less than 1 cm² ആണ്. Mean gradient more than 40. അത് രണ്ടുമാണ് നമ്മൾ സിവിയറിന്റെ ഒരു ഇത് ക്രൈറ്റീരിയ. വാൾവ് ഏരിയ ലെസ് ദാൻ 1 cm, മീൻ ഗ്രേഡിയന്റ് മോർ ദാൻ 40. അപ്പൊ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ അരിത്തിമ ഉണ്ടാക്കാം, ഈ സഡൻ ഡെത്ത് ഉണ്ടാക്കാം. ഓക്കെ, ആയിട്ട് ഇപ്പൊ അത് ചോദിക്കാറുണ്ട് കേട്ടോ, സഡൻ ഡെത്ത് ഉണ്ടാക്കുന്ന കണ്ടീഷൻ. ഒന്ന് സഡൻ കാർഡിയാക് ഡെത്ത്, ഒന്ന് അയോട്ടിക് സ്റ്റെനോസിസ്. അനദർ വൺ ഏതാണ്? സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാക്കുന്നത് അതർ ദാൻ MI ഇൻ യങ് പേഷ്യൻസ്, യങ് പീപ്പിൾ. ഇറ്റ്സ് HOCM, ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ASന്റെ അത് ഇതും ചോദിക്കാറുണ്ട്. ASന്റെ മോസ്റ്റ് കോമൺ എൽഡർലിയിൽ ഡീജനറേറ്റീവ് കാൽസിഫൈഡ് വാൾവ് ആണ്, എങ്കിലാണെങ്കിൽ ബൈക്കസ് ഡയോട്ടിക് വാൾവ് ആണ്. അയോട്ടിക് റീഗർജിറ്റേഷൻ ഇപ്പൊ എല്ലാം പറഞ്ഞു. അതിനകത്ത് കുറച്ച് ഓർത്ത് വെക്കാനുള്ള സാധനങ്ങൾ അതിന്റെ പെരിഫറൽ സൈൻസ് ആണ്. കുറെ നെയിംഡ് സൈൻസ് ഉണ്ട്. ഐ തിങ്ക് എവറിബഡി നോസ്. കൊളാപ്സിംഗ് പൾസ്, വാട്ടർ ഹാമർ പൾസ്, അതൊക്കെ അത് നമ്മൾ ഓർത്ത് വെക്കണം. പൾസ് പ്രഷർ വൈഡ് ആയിരിക്കും. നെയിംഡ് സൈൻസ് ഒക്കെ അറിയാലോ അല്ലെ? കൊറിഗൻ സൈൻസ്, ഡീമുസെഡ് സൈൻ, ക്യുങ്കി സൈൻ, അങ്ങനെ കുറെ സൈൻ നമ്മൾ പഠിക്കുന്നുണ്ട്. മർമറിന്റെ മെക്കാനിസം ഓൾറെഡി പറഞ്ഞു. ഓസ്റ്റിൻ ഫ്ലിൻ മർമറും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൈൻ ഓഫ് സിവിയർ AS ആണ്. മൈട്രൽ ഏരിയയിലാണ് വരുന്നത്. മിഡ് ഡയസ്റ്റോളിക് മർമർ ആണ്. സോറി, സിവിയർ AS അല്ല, സിവിയർ AR ആണ് കേട്ടോ. റീഗർജിറ്റേഷൻ ആണ്. JVP പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, അതും ഇതിലും പഠിക്കുന്നത് തന്നെയാണ്. ഇതിപ്പോ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ക്വസ്റ്റ്യൻ ആണ് PM-ന്റെ. വിച്ച് വേവ്സ് JVP is characterized by negative deflection. അത് നമ്മൾ ഫിസിയോളജിയിൽ എന്തായാലും പഠിക്കുന്നുണ്ടാവും. ഏതാണ് ഇതിനകത്ത്? ഓക്കെ, അത് നിങ്ങൾ എന്തായാലും വായിച്ചോളൂ, ഫിസിയോളജിയിൽ വായിക്കുമല്ലോ. അതിന്റെ ഓരോന്നും ഇതും JVP ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു ഫിസിയോളജി അല്ലെങ്കിൽ PM-ന് ചോദിക്കാം. ഓരോന്നും എന്ത് ഡിഫ്ലക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്, എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അതിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ വായിക്കണം കേട്ടോ. Another important topic in cardiology is infective endocarditis. So which of the following is not related to IE? അത് 2018 MO ക്വസ്റ്റ്യൻ ആണ്. Sublingual hemorrhage, Oster node, Nikolsky sign, Janeway lesion. ഏതാണ്? Nikolsky sign. ഡെഫിനറ്റ്ലി അത് പെംഫിഗസിലാണ് കാണുന്നത്.
ബാക്കിയെല്ലാം നമ്മുടെ ഐയുടെ ഫീച്ചേഴ്സ് ആണ്. മോസ്റ്റ് കോമൺ ഓർഗാനിസം കോസിംഗ് സബ് അക്യൂട്ട് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാനൊക്കെ എഴുതിയ വിറിഡൻ. യെസ്, വിറിഡൻസ് സ്ട്രെപ്റ്റോ. അപ്പം സബ് അക്യൂട്ട് ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് വിറിഡൻസ് ആണ്. അക്യൂട്ട് ആണെങ്കിൽ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഈ ഓർഗാനിസം അതിന്റെ ഏതൊക്കെയാന്നുള്ളത് മസ്റ്റ് നോ ആണ്. അത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ് കേട്ടോ. അക്യൂട്ട് എൻഡോകാർഡൈറ്റിസ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ്. എന്നാൽ സബ് അക്യൂട്ട് ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് വിറിഡൻസ് ആണ്. മോസ്റ്റ് കോമൺലി ആഫ്റ്റർ ഇപ്പൊ ഒരു ഡെന്റൽ പ്രൊസീജിയറിന് ശേഷമാണ് വന്നതെന്ന് പറയുവാണെങ്കിൽ അത് സ്ട്രെപ്റ്റോകോക്കസ് വിറിഡൻസ് ആയിരിക്കും. ഓക്കെ, എഫക്ട്സ് ഡാമേജ്ഡ് വാൾ. ദെൻ പ്രോസ്തറ്റിക് വാൾ വൈ ആണെങ്കിൽ കൊയാഗുലിസ് നെഗറ്റീവ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. ആൻഡ് ദെൻ IV ഡ്രഗ് യൂസേഴ്സിലാണെങ്കിൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. അതിന്റെ പെത്തോളജി എന്താന്ന് വെച്ചാൽ IV ഡ്രഗ് യൂസേഴ്സ് നമ്മുടെ ബോഡിയിൽ ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഒക്കെ നമ്മുടെ നോർമൽ സ്കിൻ ഇൻഹാബിറ്റന്റ് ആണ്. അപ്പൊ അത് ഇഞ്ചക്ഷൻ സൈറ്റ് വഴിയൊക്കെ കയറി പോകുന്നത് കൊണ്ടാണ്. ഓക്കെ, ദെൻ എൻഡോകാർഡൈറ്റിസ് ആഫ്റ്റർ കോളൻ പത്തോളജി. ഇപ്പൊ റീസെന്റ് കുറെ ക്വസ്റ്റ്യൻസിൽ കണ്ടിരിക്കുന്നതാണ് അത്. കോളൻ പത്തോളജി കഴിഞ്ഞിട്ട് വരുന്നത് അത് സ്ട്രെപ്റ്റോകോക്കസ് ഗാലോലിറ്റിക്കസ്. ഏതെങ്കിലും കോളൻ പത്തോളജി ഉള്ളവർക്കോ അല്ലെങ്കിൽ കോളൻ നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയർ കോളനോസ്കോപ്പി പോലെ എന്തെങ്കിലും പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ട് എൻഡോകാർഡൈറ്റിസ് വരുന്നുണ്ടെങ്കിൽ അത് സ്ട്രെപ്റ്റോകോക്കസ് ഗാലോലിറ്റിക്കസ്. പ്രീവിയസ്ലി ഇറ്റ് ഇസ് നോൺ ആസ് സ്ട്രെപ്റ്റോകോക്കസ് ബോവിസ്. ഓക്കെ, പിന്നെ മോസ്റ്റ് കോമൺ വാൾവ് എഫക്റ്റഡ് ഇൻ ഐ, മൈറ്റൽ വാൾവ്. ഇതിപ്പോ നമ്മുടെ ഇതിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ്. ലീസ്റ്റ് കോമൺ വാൾവ് എന്നാണ് ചോദിച്ചിരുന്നത് അതിനകത്ത്. അപ്പൊ ഏതാ? പൾമൺറി ആണ് ലീസ്റ്റ് കോമൺ. മോസ്റ്റ് കോമൺ മൈറ്റൽ വാൾവ് ആണ്. ബട്ട് എന്നാൽ IV ഡ്രഗ് യൂസേഴ്സിലാണെങ്കിൽ മോസ്റ്റ് കോമൺ ട്രൈകസ്പിഡ് വാൾവ് ആണ്. ഐന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഡയഗ്നോസ്റ്റിക്സ് ക്രൈറ്റീരിയ എല്ലാം കറക്റ്റ്, അതെല്ലാം ഓർത്ത് വെക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് നേരത്തെ പറഞ്ഞ ഓസ്ലസ് നോട്ട്സ്, റോസ് സ്പോർട്സ്, ഗ്ലോമർലോനെഫ്രൈറ്റിസ്, സ്പ്ലിനോമെഗാലി ഒക്കെ ഇമ്മ്യൂണോളജിക്കൽ ഫിനോമിന, ദാറ്റ് ഈസ് ഡെപ്പോസിഷൻ ഓഫ് ഇമ്മ്യൂൺ കോംപ്ലക്സ് വരുന്നത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഓസ്ലസ് നോട്ട്സ് അറിയാലോ, ഇറ്റ്സ് പെയിൻഫുൾ നോട്ട്സ് ഇൻ ദ ഫിംഗർ ടിപ്സ്. ദെൻ വാസ്കുലാർ ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ കോസ്ഡ് ബൈ സെപ്റ്റിക് എംബോളിയാണ്. ജെയിൻവേ ലീഷനും സ്പ്ലിൻഡർ ഹെമറേജ്, നൈൽ അണ്ടർലെ സബ് ഹെമറേജ്, ജെയിൻവേ ലീഷൻസ് ഒക്കെ വാസ്കുലാർ ഫിനോമിനൻ ആണ്. ഓക്കെ, ഡയഗ്നോസിസ് മോഡിഫൈഡ് ഡൂപ്പ് ക്രൈറ്റീരിയ, അതും ഒന്ന് ഓർത്ത് വെക്കണം. ദെൻ അനദർ വൺ ഇസ് റുമാറ്റിക് ഫീവർ. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അത് ചോദിക്കാറുണ്ട്. റുമാറ്റിക് ഫീവർ ഇമ്പോർട്ടന്റ് ആണ്. അത് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ആണ്. അത് ഓർത്ത് വെക്കണം. ഗ്രൂപ്പ് ബി അല്ല, ഗ്രൂപ്പ് എ ആണ്. മോസ്റ്റ് കോമൺ ഇൻവോൾവ് വാൾവ് ഇവിടെ മൈട്രൽ വാൾവ് തന്നെയാണ്. ഓർഡർ അങ്ങനെയാണ്: മൈട്രൽ, അയോട്ടിക്, ട്രൈസ്റ്റോപ്സ്റ്റ്, പൾമണറി. മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് വാൽവുലാർ ലീഷൻ, അത് റുമാറ്റിക് ഫീവറിന്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് MS ആണ്. അതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അറിയാലോ, ജോൺസ് ക്രൈറ്റീരിയ ആണ്. അതിന്റെ മേജർ ക്രൈറ്റീരിയ ഒരു പ്രീവിയസ് MOയിൽ ചോദിച്ചിട്ടുണ്ട്. മേജർ ക്രൈറ്റീരിയ ഏതാണ് അല്ലാത്തത് എന്നുള്ളത്. മൈനർ ക്രൈറ്റീരിയ അത് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പെത്തോളജിക്കൽ ലീഷൻ, അതൊരു പെത്തോളജി ക്വസ്റ്റ്യൻ ആണ്. പെത്തോളജിയിൽ ചോദിക്കുന്നതാണ് സ്ഥിരമായിട്ട്. അഷോഫ്സ് ബോഡി. ഓക്കെ, then we'll go for the endocrinology. സ്പീഡ് കൂടുതലാണോ? കുറയ്ക്കണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? കുഴപ്പമില്ല. ഓക്കെ, ദെൻ എൻഡോക്രൈനോളജി പോകുമ്പോഴത്തേക്ക് ഡയബറ്റീസ് ആണ് മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന ടോപ്പിക്. എപ്പോഴും ഡയബറ്റീസ് ആണ്. അത് ഞാനിപ്പോ ഡയബറ്റീസ് എവറിബഡി നോസ്, അത് ഞാൻ ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ബട്ട് അതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, ടൈപ്സ് 1, 2, പിന്നെ കുറച്ച് സാധനം ഉണ്ട്. മോഡി, മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ്. പിന്നെയും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു സാധനം ഗസ്റ്റേഷണൽ ഡയബറ്റീസിന്റെ മറ്റേ നമ്മുടെ 1, 2, 0 ഫാസ്റ്റിംഗ്, പിന്നെ 1, 2 അവർ വാല്യൂസ്. ആ വാല്യൂസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. പിന്നെ HbA1c HbA1c നോർമൽ വാല്യൂ പ്രീവിയസ് MO ക്വസ്റ്റ്യൻ ആണ്. പിന്നെ FBS 126 ആണ് ഡയഗ്നോസ്റ്റിക് നമ്മുടെ ലിമിറ്റ്, എബോവ് 126. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. ദെൻ അതിൽ മസ്റ്റ് നോ പോർഷൻ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് ആണ്. അത് ഓൾമോസ്റ്റ് ഇതൊരു 2023 MO ക്വസ്റ്റ്യൻ ആണ്.
clinical feature of diabetic ketoacidosis are all except weight loss, leg cramp, oliguria, weakness. ഏതാണ് അതിന്റെ ആൻസർ? Weight loss. Yes, definitely weight loss, because it is a acute complication of diabetic, ഒരു metabolic complication ആണ്. over a short duration develop ചെയ്യുന്നതാണ്. weight loss അത്ര ഒരു feature അല്ല, but all others അതിന്റെ feature ആണ്. Diabetic ketoacidosis most commonly associated with the type 1. അപ്പൊ അതിന്റെ എല്ലാ സിംറ്റംസും ഓർത്ത് വെക്കണം, കാരണം which of the following is not feature of ketoacidosis എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് nausea, vomiting, abdominal pain, dehydration. പേഷ്യന്റ് ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. അപ്പൊ അത് കാരണം ഹൈപ്പർടെൻഷൻ, ടാക്കിക്കാർഡിയ. എന്തുകൊണ്ട് ഡീഹൈഡ്രേഷൻ വരുന്നേ? ഗ്ലൂക്കോസ് ഭയങ്കരമായിട്ട് ബ്ലഡിൽ കൂടും. അപ്പൊ യൂറിനിലൂടെ ഗ്ലൂക്കോസ് പോകും, ഗ്ലൈക്കോസ്യൂറി ഉണ്ടാവും. അപ്പൊ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു ഓസ്മോട്ടിക് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഇത് വാട്ടർ ഡ്രോ ചെയ്യും. ഓസ്മോട്ടിക്കലി വാട്ടറിനെ കൂടെ അത് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. അപ്പൊ പോളിയൂറി ഉണ്ടാവും, പേഷ്യന്റ് ഡീഹൈഡ്രേറ്റഡ് ആവും. ഓക്കെ, അപ്പൊ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ടാക്കിക്കാർഡിയ ഉണ്ടാവും. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഡീപ് റാപ്പിഡ് ബ്രീത്തിങ്, കുസ്മാൾസ് റെസ്പിറേഷൻ, മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാവും. അതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് റിട്ടൻഷൻ ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ബോഡിയുടെ ഒരു മെക്കാനിസം ആണ് കുസ്മാൾസ് റെസ്പിറേഷൻ. ഓക്കെ, ഡീപ് റാപ്പിഡ് ബ്രീത്തിങ് ഉണ്ടാവും, ഫ്രൂട്ടി ഓർ എസറ്റോൺ സ്മെൽ ഉണ്ടാവും. lately altered mental status, confusion, drowsiness, coma. ഇതെല്ലാവർക്കും അറിയാം. അതിന്റെ ട്രയാഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർഗ്ലൈസീമിയ, കീറ്റോസിസ്. കീറ്റോസിസ് നമ്മൾ മെഷർ ചെയ്യുന്ന യൂറിനിൽ കീറ്റോൺ ബോഡീസ് നോക്കുമ്പോൾ കീറ്റോണൂറിയ ഉണ്ടാവും, മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാവും. അതിന്റെ ട്രീറ്റ്മെന്റ് ഓൾസോ ഇമ്പോർട്ടന്റ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഡീഹൈഡ്രേഷൻ അത്രയും പ്രോമിനന്റ് ആയിരിക്കും. അതിന്റെ ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് ആണ് വിത്ത് നോർമൽ സലൈൻ. നോർമൽ സലൈൻ 0.9% നോർമൽ സലൈൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. പിന്നെ ഇൻസുലിൻ കൊടുക്കുക. ഇൻസുലിൻ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ എല്ലാവർക്കും അറിയാം ഇൻസുലിൻ സബ്ക്യൂ ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഇൻ ദിസ് സിറ്റുവേഷൻ നമ്മൾ നോർമൽ റെഗുലർ ഇൻസുലിൻ IV ഇൻഫ്യൂഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവർലി അതിന്റെ ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യണം. അങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. പിന്നെ ഡയബറ്റീസ് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഏർലിയസ്റ്റ് സൈൻ ഓഫ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഏതാണ്? ഹാർഡ് എക്സുഡേറ്റ്, ഹെമറേജ്, സോഫ്റ്റ് എക്സുഡേറ്റ്, മൈക്രോ അന്യൂറിസം. മൈക്രോ അന്യൂറിസംസ് ആണ് അതിന്റെ ഏറ്റവും ഏർലിയസ്റ്റ് ചേഞ്ച്. ഓക്കെ, ഇപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതി പണ്ട് ഇങ്ങനെ വേറെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അപ്പൊ ഏറ്റവും പുതിയ ക്ലാസിഫിക്കേഷൻ നോൺ പ്രൊലിഫറേറ്റീവ് ആൻഡ് പ്രൊലിഫറേറ്റീവ്. ഓർക്കാൻ എളുപ്പമാണ് ഇപ്പൊ. അത്രേ ഉള്ളൂ. ഏർലിയസ്റ്റ് സൈൻ ഓഫ് ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി ആർട്ടീരിയോളാർ നാരോയിങ് പ്ലസ് AV നിപ്പിംഗ് ആണ്. AV നിപ്പിംഗ് അറിയാലോ എന്താണെന്ന്. AV ആർട്ടീരിയോ വീനസ് ക്രോസിംഗിന്റെ അവിടെ ഹൈപ്പർടെൻസീവ് ചേഞ്ച് കൊണ്ട് ആർട്ടറീസിന്റെ വോൾസ് ഭയങ്കര തിക്കൻഡായി മാറും. അപ്പൊ അത് കൺട്രാക്റ്റബിൾ അല്ല. അപ്പൊ ആർട്ടീരിയോ വീനസ് ക്രോസിംഗ് വരുന്ന സ്ഥലങ്ങളിൽ ഈ തിക്കൻഡ് ആയിട്ടുള്ള ആർട്ടറി വെയിനെ പ്രസ് ചെയ്യും. അതാണ് AV നിപ്പിംഗ് എന്ന് പറയുന്നത്. വെയിൻ കംപ്രഷൻ ഉണ്ടാവും. then അടുത്തൊരു ഇമ്പോർട്ടന്റ് ഇതെന്ന് പറഞ്ഞാല് തൈറോയിഡ് ആണ്. എൻഡോക്രൈനോളജി വരുന്നത്. തൈറോയിഡിന്റെ സിംറ്റംസ് എല്ലാവർക്കും അറിയാം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സിംറ്റംസ് ആൻഡ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ സിംറ്റംസ് നല്ല കുറവായിരിക്കും. അത് ഇതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതാണ്. അതുപോലെ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ഹീറ്റ് ഇൻടോളറൻസ്, കോൾഡ് ഇൻടോളറൻസ്, വെയിറ്റ് ഗെയിൻ ഒക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇതില് നമ്മൾ മറന്നു പോകുന്ന സാധനം GIT-യില് ഹൈപ്പറില് ഡയറിയ, ഹൈപ്പോയില് കോൺസ്റ്റിപ്പേഷൻ. ഫീമെയിൽ സിംറ്റം വരുമ്പോഴത്തേക്ക് ഹൈപ്പറിൽ അമിനോറിയയും ഹൈപ്പോയില് മെനറേജിയും. അത് ഓർത്ത് വെക്കണം, അത് മറന്നു പോകുന്ന സാധനമാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഡിലൈഡ് റിലാക്സേഷൻ ഓഫ് ഡീപ് ടെൻഡൻ റിഫ്ലെക്സസ്, എസ്പെഷ്യലി ആംഗിൾ റിഫ്ലെക്സ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ. ഇന്റർപ്രിട്ടേഷൻ ഓഫ് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അറിയാലോ. ഇനിഷ്യൽ സ്ക്രീനിങ് ടെസ്റ്റ് TSH ആണ് ഓൾവേസ്. ഇപ്പൊ T3 T4 നോക്കും. ഇപ്പൊ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആദ്യം നമ്മൾ ഓർക്കുക. പ്രൈമറി എന്ന് പറഞ്ഞാൽ എപ്പോഴും തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുമ്പോൾ T3 T4 കുറവായിരിക്കും. അപ്പൊ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ പിറ്റ്യൂട്ടറിയിൽ വരും. അപ്പൊ TSH നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇല്ലാണ്ടാവും. അപ്പൊ TSH കൂടും. ഓക്കെ, ദെൻ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്ക് തൈറോയിഡ് T3 T4
ഡിക്രീസ്ഡ് അല്ല, T3T4 ഹൈപ്പോതൈറോയിഡിസം. T3T4 ഓൾമോസ്റ്റ് നോർമൽ ആയിരിക്കും, പക്ഷെ TSH ഡിക്രീസ്ഡ് എന്നാണ് അവിടെ, പക്ഷെ അത് ഓൾമോസ്റ്റ് നോർമൽ ആയിരിക്കും, എന്നാലാണ് സബ് ക്ലിനിക്കൽ എന്ന് പറയാം. പക്ഷെ TSH ഇൻക്രീസ്ഡ് ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം സബ് ക്ലിനിക്കൽ. ഓക്കെ. Secondary hypothyroidism, always secondary, it is not due to the problem of thyroid, it may be due to pituitary or hypothalamus. അപ്പൊ TSH ഓൾറെഡി അവിടുന്ന് കുറവായിരിക്കും, അപ്പൊ T3T4 കുറവായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇതും ഇന്റർപ്രിറ്റ് ചെയ്യാം, അത് ഹൈപ്പറും സബ് ക്ലിനിക്കലും. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ മാച്ച് ദ ഫോളോയിങ്, ഇത് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം, സെക്കൻഡറി മാച്ച് ദ ഫോളോയിങ് ആയിരുന്നേ. പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം, സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് ഹൈപ്പർ ഫംഗ്ഷൻ, പിറ്റ്യൂട്ടറി അഡിനോമ, ഇതിൽ ഏതാ മാച്ച് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഏതാണ് പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം, ഇതിൽ ഏതാ മാച്ച് ആവുന്നത്? ഇപ്പൊ പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ Increased A2. TRH. ഇൻക്രീസ്ഡ് TSH. പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും തൈറോയിഡിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ T3T4 ഡിക്രീസ്ഡ് ആയിരിക്കും. അപ്പൊ T3T4 ഡിക്രീസ്ഡ് ആയ രണ്ട് ഓപ്ഷനിലേക്ക് പോവാം, അത് 2ഉം 4ഉം ആണ്. എന്നിട്ട് നമ്മൾ പിന്നെ TRH, അപ്പൊ ഹൈപ്പോതൈറോയിഡ് ആയിരിക്കും, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവത്തില്ല. അപ്പൊ TSHഉം TRHഉം എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ഇൻക്രീസ് ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ രണ്ടാമത്തെ ബി ഓപ്ഷൻ അല്ലെ. ദെൻ സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം, സെക്കൻഡറിയുടെ ഫോർത്ത്. യെസ് യെസ്. ഹൈപ്പോതൈറോയിഡ് എന്ന് പറയുമ്പോൾ T3T4 എന്തായാലും കുറവായിരിക്കും. പിന്നെ ഫീഡ്ബാക്ക് ഉണ്ടാകുന്നത് TRH ഇൻക്രീസ്ഡ് ആയിരിക്കും. അപ്പൊ TSH ഡിക്രീസ്ഡ് ആയിരിക്കും, പിറ്റ്യൂട്ടറി. അപ്പൊ ഈ TRH ഡിക്രീസ് ഓർ ഇൻക്രീസ് എന്ന് എഴുതിയിരിക്കുന്നത് എന്താ അവിടെ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അത് വെച്ചാല് സെക്കൻഡറി എയ്തർ മേ ബി ഡ്യൂ ടു പിറ്റ്യൂട്ടറി ഓർ ഡ്യൂ ടു ഹൈപ്പോതലാമസ്. ഇപ്പൊ ഹൈപ്പോതലാമസിന്റെ ആണെങ്കിൽ TRHഉം കുറവായിരിക്കും. അത് ഇറ്റ്സ് ഇൻ കേസ് ഹൈപ്പോതലാമസ് ഇസ് നോർമൽ, പ്രോബ്ലം ഇസ് ഡ്യൂ ടു പിറ്റ്യൂട്ടറി, TRH ഇൻക്രീസ്ഡ് ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. Then thyroid hyperfunction, that is basically hyperthyroidism. Okay. Then what is pituitary adenoma? അതേതാണ് fourth one? Option 3. Option 3. Yes, yes. Pituitary adenoma എന്ന് പറയുമ്പോൾ TSH കൂടുതലായിട്ട് വരും, ഫങ്ഷനിങ് ഇതാണെങ്കിൽ. അപ്പം ഇൻക്രീസ് TSH ആയിരിക്കും, T3T4 എന്തായാലും അതനുസരിച്ച് ഇൻക്രീസ് ആവും. ബട്ട് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പോയിട്ട് ഹൈപ്പോതലാമസിനെ ഡിപ്രസ് ചെയ്തിട്ട് ഒരു TRH കുറവായിരിക്കും. ഓക്കെ. തന്നെ ഗ്രേവ്സ് എല്ലാവർക്കും അറിയാം. അതിനകത്ത് മോസ്റ്റ് കോമൺ കോസ് ഓഫ് പ്രൈമറി ഹൈപ്പർതൈറോയിഡിസം ഗ്രേവ്സ് ഡിസീസ് ആണ്. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അതിന്റെ ആന്റിബോഡി TSH റിസപ്റ്റർ സ്റ്റിമുലേറ്റിംഗ് ആന്റിബോഡി, അത് മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. പിന്നെ അതിന്റെ ട്രയാഡ് എന്ന് പറയുമ്പോൾ ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ, ദെൻ ഒഫ്താൽമോപ്പതി, ദെൻ പ്രീറ്റിബിയൽ മിക്സഡിമ. ഇതൊരു ജസ്റ്റ് തൈറോയിഡ് റിലേറ്റഡ് ആയതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചേ ഉള്ളൂ. പെമ്പട്ടൺ സൈനസ് എലിസിറ്റഡ് ബൈ ആക്ട് ഓഫ് സോളോയിങ്, റൈസിംഗ് ഓഫ് ആം, extrusion of tongue, all of the above. Rising of arms. Rising of arms. It is Rising of arms. Yeah. That is retrosternal extension of the goiter, അല്ലെങ്കിൽ superior vena cava syndrome, any thoracic outlet syndrome വരുമ്പോഴും അത് ഉണ്ടാവും. നമ്മുടെ ആംസ് റൈസ് ചെയ്യാൻ പറയുമ്പോൾ ഇപ്പോ ഫ്ലഷിംഗ് ഓഫ് ദ ഫേസ് ഉണ്ടാവും. ഓക്കെ, ഇതുപോലെയുള്ള സയൻസ് ഇടയ്ക്കിടയ്ക്ക് MO ക്വസ്റ്റ്യൻസിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സയൻസ്, നെയിംഡ് സയൻസ്, അങ്ങനെയുള്ളതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഹൈപ്പോതൈറോയിഡിസം വേൾഡ് വൈഡ് അയഡിൻ ഡെഫിഷ്യൻസി ആണ്. മോസ്റ്റ് കോമൺ കോസസ് അയഡിൻ സഫിഷ്യന്റ് ഏരിയാസ് ഹാഷിമോട്ടോസ് ആണ്. ഹാഷിമോട്ടോസിന്റെ ആന്റിബോഡി, സ്പെസിഫിക് ആന്റിബോഡി ആന്റിപെറോക്സിഡേസ് ആന്റിബോഡി ആണ്. ഓക്കെ. ദെൻ പാരാതൈറോയിഡ് കാൽസ്യം റെഗുലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഹൈപ്പർ കാൽസീമിയ വിത്ത് ലോ പാരാതൈറോയിഡ് ഹോർമോൺ ഇസ് സീൻ ഇൻ ഓൾ എക്സെപ്റ്റ് 2023 MO ക്വസ്റ്റ്യൻ ആണ്. ഏതാ ആൻസർ? നോർമലി കുറച്ച് കോസസ് ഓഫ് ഹൈപ്പർ കാൽസീമിയ ഉണ്ട്. മാലിഗ്നൻസി, തൈറോടോക്സിക്കോസിസ്, മെൽകാൽക്കലി സിൻഡ്രോം, ഇതൊക്കെ ഹൈപ്പർ കാൽസീമിയയുടെ കോസസ് ആണ്. നമ്മൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് നോർമലി കാൽസ്യം ഹൈ ആകുമ്പോഴത്തേക്ക് പാരാതൈറോയിഡ് ഹോർമോൺ ലോ ആകും. ബിക്കോസ് കാൽസ്യം റെഗുലേഷൻ പറഞ്ഞുതരാം.
കാൽസ്യം റെഗുലേഷൻ നടത്തുന്ന പാരാതൈറോയ്ഡ് ആണ്. കാൽസ്യം നോർമൽ ലെവൽ ഓർത്ത് വെക്കണം. റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ പാരാതൈറോയ്ഡ് ഹോർമോൺ ഇൻക്രീസസ് സെറം കാൽസ്യം. വെനെവർ കാൽസ്യം ഈസ് ഡെഫിഷ്യന്റ് ഇൻ അവർ ബോഡി, പാരാതൈറോയ്ഡ് അതിന്റെ സെക്രീഷൻ കൂട്ടും, കാൽസ്യം ഇൻക്രീസ് ചെയ്യും. അതേസമയം കാൽസ്യം ബോഡി കൂടുതലാണെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വന്നിട്ട് പാരാതൈറോയ്ഡ് ഹോർമോൺ കുറയും. ഓക്കെ, അനദർ ഇതിന്റെ റെഗുലേഷന്റെ അനദർ ഹോർമോൺ കാൽസിറ്റോണിൻ ആണ്. അത് വെനെവർ കാൽസ്യം ഈസ് ഹൈ ഇൻ ദ ബോഡി ഇറ്റ് വിൽ ഡിക്രീസ് ദ കാൽസിറ്റോണിൻ. ഓക്കെ, കാൽസിറ്റോണിൻ വിൽ ഡിക്രീസ് ദ കാൽസ്യം. ഇനി നമ്മൾ അറിയേണ്ടത് ഹൈപ്പർ പാരാതൈറോയിഡിസം. പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ പാരാതൈറോയ്ഡ് ഹോർമോൺ ഹൈ ആയിരിക്കും. നോർമലി പ്രൈമറി പാരാതൈറോയിഡിന്റെ പ്രോബ്ലം ആണ്, ആ ഗ്ലാൻഡിന്റെ പ്രോബ്ലം ആണ്. അത് ചിലപ്പോൾ അഡിനോമ വരാം, അല്ലെങ്കിൽ ഹൈപ്പർ ഫംഗ്ഷനിങ് ആവാം. അപ്പൊ പാരാതൈറോയ്ഡ് ഹോർമോൺ വേറെ സ്റ്റിമുലസ് ഒന്നും ഫീഡ്ബാക്ക് മെക്കാനിസം ഒന്നും ഇല്ലാണ്ട് അത് വെറുതെ ഇങ്ങനെ പാരാതൈറോയ്ഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പാരാതൈറോയ്ഡ് ഹോർമോൺ ഹൈ ആവും. അപ്പൊ കാൽസ്യം എന്താവും? പാരാതൈറോയിഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കാൽസ്യം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ കാൽസ്യം ഡെഫിനറ്റ്ലി വിൽ ബി ഹൈ. ഓക്കെ, ദെൻ സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം. അപ്പൊ അതെന്ന് പറയുമ്പോൾ ചില കണ്ടീഷനിലാണ് കാൽസ്യം ഹൈ. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാൽസ്യം ലോ ആണ്, ഹൈ അല്ല. ഞാൻ അത് മിസ്റ്റേക്കിൽ എഴുതിയ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ CKD ക്രോണിക് കിഡ്നി ഡിസീസിലൊക്കെ കാൽസ്യം ലോ ആകും. ലോ ആകുമ്പം നോർമലി എന്ത് സംഭവിക്കും? കാൽസ്യം വെനെവർ കാൽസ്യം ലോ ആകുമ്പോൾ പാരാതൈറോയ്ഡ് ഹോർമോൺ റൈസ് ചെയ്യാൻ തുടങ്ങും തന്നെ. അത് ഇത് കാൽസ്യത്തിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതാണ് സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം. ഡ്യൂ ടു സം അതർ കോസസ് ഹൈപ്പർ പാരാതൈറോയിഡ് ഇസ് ഇൻക്രീസിങ് ഇറ്റ്സ് ഹോർമോൺ. ഓക്കെ, അപ്പൊ പാരാതൈറോയ്ഡ് ഹൈ ആയിരിക്കും, കാൽസ്യം വിൽ ബി ലോ. അത് ഹൈ എന്നുള്ളത് തെറ്റാട്ടോ. ദെൻ ടേർഷറി ഹൈപ്പർ പാരാതൈറോയിഡിസം. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ സെക്കൻഡറി കുറെ നേരം നിന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം കിഡ്നി ഫംഗ്ഷൻ CKD എടുത്തു വെച്ചാൽ കുറെ നാൾ കാൽസ്യം ലോ ആണ്. അപ്പോൾ അതിങ്ങനെ പാരാതൈറോയിഡ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിന്റെ സെക്രീഷൻ കൂടി ഇരിക്കും. അതങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ തന്നെ പാരാതൈറോയിഡ് ഇല്ലാത്ത ഒരു അഡിനോമയോ അല്ലെങ്കിൽ ഹൈപ്പർ ഫംഗ്ഷനിങ് നോഡ്യൂളോ ഒക്കെ ഫോം ചെയ്തിട്ട് അതിങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് തൈറോയ്ഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്തുകൊണ്ട് പാരാതൈറോയ്ഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ അതാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ വെരി ഹൈ ആയിരിക്കും. സിറം കാൽസ്യം എന്ത് ചെയ്യും? അതനുസരിച്ച് കൂടുകയും ചെയ്യും, ഹൈ ആവും. ഇതിൽ സെക്കൻഡ് വണ്ണിൽ കാൽസ്യം കുറവായിരിക്കും. ദെൻ go back to this question. Okay, ഇനി ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയേ. ഹൈപ്പർ കാൽസ്യമia with low parathyroid hormone is seen in all except. നോർമലി എല്ലാ കോസസിലും whenever calcium is high, parathyroid will be suppressed. Okay, ആ കൺസെപ്റ്റ് കിട്ടിയില്ലേ? ഇൻ ടേർഷറി ഹൈപ്പർ പാരാതൈറോയിഡിസം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ കുറെ നാള് സെക്കൻഡറി ആയിട്ട് തൈറോയിഡ് കാൽസ്യം കുറയുമ്പോൾ അത് ഇങ്ങനെ സെക്രീറ്റ് ചെയ്തുകൊണ്ട് എന്നിട്ട് തന്നെ അത് ഹൈപ്പർ ഫംഗ്ഷനിങ് അഡിനോമ ഫോം ചെയ്തിട്ട് തന്നെ അങ്ങ് സെക്രീറ്റ് ചെയ്ത് തുടങ്ങും. അപ്പൊ അതിനകത്ത് പാരാതൈറോയ്ഡ് ഹോർമോൺ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ ടേർഷറി, നാലാമത്താണ് ടേർഷറി ഹൈപ്പർ പാരാതൈറോയിഡിസം. അവിടെ പാരാതൈറോയിഡും ഹൈ ആയിരിക്കും, കാൽസ്യവും ഹൈ ആയിരിക്കും. ഓക്കെ, ബാക്കി മൂന്നും ഹൈപ്പർ കാൽസ്യമയുടെ കോസസ് ആണ്. പക്ഷെ അവിടെ ഹൈപ്പർ കാൽസ്യമia ഇത് നമ്മുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് കൊണ്ട് പാരാതൈറോയ്ഡ് സപ്രസ്ഡ് ആയിരിക്കും. ടേർഷറി ഹൈപ്പർ പാരാതൈറോയിഡിസത്തിൽ അത് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഹൈപ്പർ കാൽസ്യമia is associated with which of the following? ഏതൊക്കെയാണ്? ഹൈപ്പർ പാരാതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, വൈറ്റമിൻ ഡി ഇൻടോക്സിക്കേഷൻ, ക്രോണിക് റീനൽ ഫെയിലുവർ. ഓക്കെ, ഇതെല്ലാം നമ്മള് ഓക്കെ അതെല്ലാം നമ്മൾ ഓൾറെഡി കോസസ് പറഞ്ഞതാ. ഇപ്പൊ കോസസ് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നോക്കുന്നതല്ലേ? ഓക്കെ, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് എന്താണ് കോസസ് ഓഫ് ഹൈപ്പർ കാൽസ്യമia അതെല്ലാം ഓർത്ത് വെക്കാം. മാലിഗ്നൻസി, ഹൈപ്പർ പാരാതൈറോയിഡിസം, മൽക്കാൽക്കലി, സാർക്കോയിഡോസിസ്, എവറിബഡി നോസ് അതെല്ലാം അല്ലേ? ദെൻ ഹൈപ്പോകാൽസ്യമia ഓർത്ത് വെക്കാം. അപ്പൊ അതിന്റെ ഒരു സിംറ്റംസ് ഏതൊക്കെയാണ്? ഇതിന്റെ സിംറ്റംസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് സിംറ്റം ഓഫ് ഹൈപ്പോകാൽസ്യമia ഇസ് പെരിഓർബിറ്റൽ നംനെസ്. Then another one is tetany, carpopedal spasm, seizures. Okay. Then signs, Shostak സൈനും Trossai സൈനും ഓർത്ത് വെക്കേണ്ട സാധനമാണ്. അത് പല ക്വസ്റ്റ്യൻസിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. Then adrenal gland.
ഇനി കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് പോകാട്ടോ, കാരണം ബിക്കോസ് നമുക്ക് ഇനി 2 സിസ്റ്റംസ് തീർക്കാനുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരെണ്ണം നിർത്തിയിട്ട് പറയണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞാൽ മതി കേട്ടോ. അഡ്രിനൽ ഗ്ലാൻഡ് അഡിസൻസ് ഡിസീസിന്റെ മെയിൻ പെത്തോളജി എന്ന് പറഞ്ഞാൽ അഡിസൺ എന്ന് പറഞ്ഞാൽ ഹൈപ്പോ അഡ്രിനൽ ആണ്, പ്രൈമറി അഡ്രിനൽ ഇൻസഫിഷ്യൻസി ആണ്. മോസ്റ്റ് കോമൺ കോസ് ഡെവലപ്പിംഗ് കൺട്രിയിൽ TB ആണ്. ഡെവലപ്ഡ് കൺട്രീസിൽ മോസ്റ്റ് കോമൺ കോസ് ഓട്ടോ ഇമ്മ്യൂൺ ആണ്. അപ്പൊ ഇതിന്റെ മെയിൻ നമ്മൾ ഓർത്തിരിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഹൈപ്പോ ടെൻഷൻ ആണ്. ഓക്കെ, ക്ലിനിക്കൽ ഫീച്ചർ ഫെറ്റീഗ് ഉണ്ടാവും, പോസ്റ്ററൽ എന്തുകൊണ്ട് ഹൈപ്പോ ടെൻഷൻ? ഇത് മിനറലോകോർട്ടിക്കോയിഡ് കുറയും. മിനറലോകോർട്ടിക്കോയിഡ് കുറയുമ്പോഴത്തേക്ക് സോഡിയം കുറവായിരിക്കും, അപ്പോൾ BP ബ്ലഡ് പ്രഷർ കുറവായിരിക്കും. അപ്പൊ അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഹൈപ്പോനാട്രീമിയ, അപ്പൊ ഹൈപ്പോനാട്രീമിയ സോഡിയം, വെനവർ സോഡിയം കുറയുമ്പോൾ പൊട്ടാസ്യം കൂടും. അപ്പൊ ഹൈപ്പോനാട്രീമിയ, ഹൈപ്പർകലീമിയ ആൻഡ് ഹൈപ്പോടെൻഷൻ. ഹൈപ്പോനാട്രീമിയ എപ്പോ വന്നാലും BP കുറയും. ഓക്കെ, ഈ ഒരു ട്രയാഡ് ഒന്ന് ഓർത്തിരിക്കുക. Then hypertension is a feature of all of the following except. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. പിയോക്രോമോസൈറ്റോമ, ഹൈപ്പോതൈറോയിഡിസം, കുഷിങ്സിൽ എല്ലാം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്ന കണ്ടീഷൻ ആണ്. ഇതിന്റെ ആൻസർ അഡിസൻസ് ആണ്. ഓക്കെ, ദെൻ കുഷിങ് സിൻഡ്രോം എവരിബഡി നോസ്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ ബെസ്റ്റ് ഡയഗ്നോസിസ് ടെസ്റ്റ് ടു കൺഫേം 24 hour യൂറിനറി ഫ്രീ കോർട്ടിസോൾ ആണ്. ഓക്കെ, പോൺ സിൻഡ്രോം ഇറ്റ് ഇസ് പ്രൈമറി ഹൈപ്പർ ആൾഡോസ്റ്റിറോണിസം. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്, സോഡിയം കൂടുതലായിരിക്കും. ഓക്കെ, മിനറലോകോർട്ടിക്കോയിഡ് എക്സസ് ആണ് വരുന്നത്, അപ്പൊ സോഡിയം റിട്ടൻഷൻ ഉണ്ടാവും, അപ്പൊ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ സെക്കൻഡറി ഹൈപ്പർ ടെൻഷന്റെ ഒരു കോസ് ആണ് പോൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ സോഡിയം കൂടുമ്പോൾ ഡെഫിനറ്റ്ലി പൊട്ടാസ്യം കുറയും, അപ്പോ ഹൈപ്പോകലീമിയ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ പിന്നെ അതിന്റെ ഒരു ഇത് മെറ്റബോളിക്, അതിന്റെ ഒരു ബ്ലഡ് അബ്നോർമാലിറ്റി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് മെറ്റബോളിക് ആൽക്കലോസിസ്. കുറെ കണ്ടീഷൻ മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ടാകുന്നത്, പക്ഷേ ഈ പോൺ സിൻഡ്രോമിൽ മെറ്റബോളിക് ആൽക്കലോസിസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഹൈഡ്രജൻ അയോൺ എക്സ്ക്രീഷൻ കൂടുന്നത് കൊണ്ടാണ് സോഡിയം റിട്ടൻഷൻ. അപ്പൊ H+, രണ്ട് ഒരേപോലത്തെ പ്ലസ് അയോൺസ് സോഡിയം കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് ഹൈഡ്രജൻ കൂടുതലായിട്ട് ബോഡി എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പൊ ആസിഡ് പോയി കഴിഞ്ഞാൽ ആൽക്കലോസിസ് വരും. ഓക്കെ, പിന്നെ അതിന്റെ മെയിൻ സിംറ്റം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷനും മസിൽ വീക്ക്നെസ്സും ആണ്. ഓക്കെ, മസിൽ വീക്ക്നെസ് എന്തുകൊണ്ട്? ഹൈപ്പോകലീമിയ, പൊട്ടാസ്യം കുറയുന്നത് കൊണ്ട്. അതിന്റെ സ്പോട്ട് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ അൾഡോസ്റ്റിറോൺ ബ്രെനിൻ റേഷ്യോ ആണ്. അതാണ് ARR. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഹൈ ആണ്, ARR ഹൈ ആയിരിക്കും. അൾഡോസ്റ്റിറോൺ റെനിൻ റേഷ്യോ എന്ന് വെച്ചാൽ അൾഡോസ്റ്റിറോൺ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും, റെനിൻ കുറവായിരിക്കും. പിയോക്രോമോസൈറ്റോമ ഒന്ന് നിങ്ങൾ നോക്കണം. ഇത് പണ്ട് ഏതൊക്കെയോ എക്സാമിന്, ഞാൻ തന്നെ എഴുതിയ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ആ റൂൾ ഓഫ് 10 ഒക്കെ. ദെൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ഹൈപ്പോതലാമസ്, അത് TRH സെക്രീറ്റഡ് ബൈ, ഇതിപ്പോ ഒരു 2023 MOയിലെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. TRH സെക്രീറ്റഡ് ബൈ എവരിബഡി നോസ് നോ, ഏതാണ്? ഫിസിയോളജി, hypothalamus. Okay, then pituitary adenoma. Most common type of pituitary adenoma non-functioning adenoma ആണ്. Most common functioning adenoma prolactinoma ആണ്. അപ്പൊ മോസ്റ്റ് കോമൺ നോൺ ഫങ്ഷണൽ ആണ്. അപ്പൊ ഇതിൽ ഈ പിറ്റ്യൂട്ടറി അഡിനോമയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വിഷ്വൽ ഫീൽഡ് ഡിഫക്ട്. അത് മറക്കാതെ ഓർത്ത് വെക്കുക, ബൈടെമ്പറൽ ഹെമിയാനോപ്പിയ. ദാറ്റ് മീൻസ് ഇത് ഒപ്റ്റിക്, ഈ അഡിനോമ വന്നിട്ട് ഒപ്റ്റിക് കയാസമേന പ്രസ് ചെയ്യും, കംപ്രഷൻ ഉണ്ടാക്കും. അപ്പൊ എന്ത് പറ്റും? 2 ടെമ്പറൽ സൈഡിന്റെ വിഷൻ പോകും. അതാണ് ബൈടെമ്പറൽ ഹെമിയാനോപ്പിയ. ഓക്കെ, അതിന്റെ ഓർഡർ ഓഫ് ലോസ് ഓഫ് ഹോർമോൺസ്, ആദ്യം ഗ്രോത്ത് ഹോർമോൺ ആണ് പോകുന്നത്. ആ ഓർഡർ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഈ നോൺ ഫങ്ഷനിങ് അഡിനോമ ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഗാലക്ടോറി ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. നോർമലി പ്രൊലാക്ടിനോമയാണ് ഗാലക്ടോറി ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്, അമിനോറി ആയിട്ട്. പ്രൊലാക്ടിൻ കൂടുതലായിരിക്കും. പക്ഷെ ഈ നോൺ ഫങ്ഷനിങ് അഡിനോമ ആയാലും പിറ്റ്യൂട്ടറി സ്റ്റോക്കിനെ കംപ്രസ് ചെയ്തിട്ട് ഡോപ്പമിൻ വന്നിട്ടാണ് പ്രൊലാക്ടിനെ ഇൻഹിബിറ്റ് ചെയ്ത് വെക്കുന്നത്. ആ ഡോപ്പമിൻ ഇൻഹിബിഷൻ കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പ്രൊലാക്ടിൻ കൂടുതലാകും. അപ്പൊ നമ്മൾ അങ്ങനെയാണ് യൂഷ്വലി പേഷ്യന്റ് ബ്രസ്റ്റ് ഡിസ്ചാർജ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ പ്രൊലാക്ടിൻ നോക്കും, അപ്പൊ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെയാണ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ലെവൽ പോകുന്നത്. ഓക്കെ, ഗോ ടു ദ ന്യൂറോളജി. എനിക്ക് തോന്നുന്നു ടൈം കഴിയാറായിട്ടുണ്ട്, ബട്ട് ഇത് രണ്ടും ഇനിയുണ്ട് കുറച്ചുകൂടി. അപ്പൊ ഇതൊരു പ്രൊണേറ്റഡ് ഡ്രിഫ്റ്റ് ഇസ് എ സൈൻ ഓഫ് ഏതാണ്? UMN ആണോ LMN ആണോ?
ഇത് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന്റെ ആണ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി UMN സൈൻ ആണ് പ്രൊണേറ്റഡ് ഡ്രിഫ്റ്റ്. പ്രൊണേറ്റഡ് ഡ്രിഫ്റ്റ് എന്താണെന്ന് അറിയാലോ, നമ്മൾ എക്സാമിനേഷന് ഫസ്റ്റ് ചെയ്യുന്നതാണ്. പേഷ്യന്റിനെ ഐ ക്ലോസ് ചെയ്തിട്ട് കൈ ഇങ്ങനെ പാം രണ്ടും മുന്നിലേക്ക് നീട്ടി വെക്കാൻ പറയും. അപ്പൊ അത് UMN വീക്ക്നെസ് ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ആ ഏത് സൈഡിലാണോ വീക്ക്നെസ് അത് താഴേക്ക് ഇങ്ങനെ പോയിട്ട് പ്രൊണേറ്റ് ആയിട്ട് പോകും. സൂപ്പിനേറ്റ് ചെയ്താ വെക്കുന്നത് പ്രൊണേഷനിലേക്ക് പോകും. ഈ UMN LMN ഫീച്ചേഴ്സ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അത് ഒന്ന് ഓർത്ത് വെക്കുക, അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ വിച്ച് വൺ ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് UMN, നോട്ട് എ ഫീച്ചർ ഓഫ് LMN, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കാം. Which artery is not a part of circle of Willis? അപ്പൊ അത് ഏതാണ്? ഇതൊരു പ്രീവിയസ് എംഒ ക്വസ്റ്റ്യൻ ആണ്. ഏതാ? ബി MCA ആണ്. അത് ഈ സർക്കിൾ ഓഫ് വില്ലിസിന്റെ ഒരു പിക്ചർ എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? Lesion over cerebral cortex leads to contralateral hemiplegia, defect linked to isolated area of body. ഇത് എംഒ ആണോ അസിസ്റ്റന്റ് പ്രൊഫസർ ആണോ? ഇത് രണ്ടിലെ ഏതിലോ ഒരെണ്ണത്തിന്റെ ഇപ്പൊ റീസെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്സിലാറ്ററൽ ഹെമിപ്ലേജിയ, ക്രോസ്ഡ് ഹെമിപ്ലേജിയ, ഏതാണ്? ഏതാണ് ആൻസർ? സെറിബ്രൽ കോർട്ടെക്സ്. ഇറ്റ്സ് കോൺട്രാലാറ്ററൽ ഹെമിപ്ലേജിയ, കോർട്ടെക്സ്. അത് സ്ട്രോക്ക് ലോക്കലൈസേഷൻ അത് ഇടയ്ക്ക് ചോദിക്കുന്ന സാധനമാണ്. ഇപ്പൊ കോർട്ടിക്കൽ സ്ട്രോക്ക്, കോർട്ടെക്സിലാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കിട്ടും? മിഡിൽ സെറിബ്രൽ ആർട്ടറി വരാം, ആന്റീരിയർ സെറിബ്രൽ ആർട്ടറി വരാം. അപ്പൊ അതെല്ലാം കോർട്ടെക്സിന് സപ്ലൈ ചെയ്യുന്നതാണ്. ഇപ്പൊ മിഡിൽ സെറിബ്രൽ ആർട്ടറിയിലാണ് ഏറ്റവും മോസ്റ്റ് കോമണസ്റ്റ് സ്ട്രോക്ക് ഓക്കേഴ്സ് ഇൻ MCA ആണ്. അപ്പൊ MCAക്ക് അത് കോർട്ടെക്സിനെയാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ കോൺട്രാലാറ്ററൽ ഹെമിപ്ലേജിയ, വീക്ക്നെസ് ഫേസിലും ആമിലും കൂടുതലായിരിക്കും ദാൻ ലെഗ്. ഓക്കെ, ഇത് ഡോമിനന്റ് ഹെമിസ്ഫിയറിലാണ് എഫക്ട് ചെയ്യുന്നതെങ്കിൽ FAC ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഫേസിലും ആമിലും കൂടുതൽ വീക്ക്നെസ് ലെഗിനേക്കാൾ ഉണ്ടാകുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ഡിഫറൻഷ്യൽ ഹെമിപ്ലേജിയ എന്നാണ് പറയുന്നത്. അപ്പൊ കോർട്ടെക്സില് അപ്പൊ ഓപ്പോസിറ്റ് സൈഡാണ് വീക്ക്നെസ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട്? കോർട്ടെക്സ് എന്ന് നമ്മുടെ പിരമിഡൽ ട്രാക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴേക്ക് വന്ന് ബ്രെയിൻ സ്റ്റെമ്മിന്റെ അവിടെ, പോൺസിന്റെ അവിടെ അത് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ പിരമിഡൽ ട്രാക്ട് ക്രോസ് ചെയ്യുന്നത് കൊണ്ടാണ് ഓപ്പോസിറ്റ് സൈഡില്, കോൺട്രാലാറ്ററൽ സൈഡില് ഹെമിപ്ലേജിയ വരുന്നത്. എവിടെയെങ്കിലും FAC കണ്ടിട്ടുണ്ടോ? സ്ട്രോക്ക് പേഷ്യന്റിൽ FAC ഉണ്ടോ? അത് MCA ആയിരിക്കും. ദെൻ ആന്റീരിയർ സെറിബ്രൽ ആർട്ടറി വന്നാൽ അതും കോർട്ടെക്സിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആന്റീരിയർ സെറിബ്രൽ കൂടുതലും നമ്മുടെ പെറൈറ്റൽ ആൻഡ് അപ്പർ പാർട്ട്. ഓക്കെ, ദെൻ മിഡിൽ സെറിബ്രൽ ടെമ്പറൽ റീജിയനിലേക്ക് കോർട്ടെക്സിൽ, അതും കോൺട്രാലാറ്ററൽ ഹെമിപാരസിസ് ആണ്, ലോവർ ലിംബിലായിരിക്കും കൂടുതൽ. ഓക്കെ, ഇനി സബ് കോർട്ടിക്കൽ. അപ്പൊ ഇതാണ് കോർട്ടിക്കൽ സ്ട്രോക്ക്. ദെൻ സബ് കോർട്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് കോർട്ടെക്സിന്റെ താഴേക്ക് കുറച്ച് ഡീപ്പർ ഏരിയക്ക്, അത് സ്മോൾ വെസൽ സ്ട്രോക്ക് ആണ്, ലാക്കുണാർ സ്ട്രോക്ക് എന്നാണ് അതിന് പറയുന്നത്. അതിന് ക്ലംസി ഹാൻഡ് സിൻഡ്രോം എന്ന് പറയുന്നത് പ്യുവർ ഒരു വീക്ക്നെസ് ഉണ്ടാവൂല, കുറച്ച് കയ്യിൽ നിന്നൊക്കെ സാധനങ്ങൾ അങ്ങനെ പോകുന്ന ക്ലംസി ഹാൻഡ്, അതാണ്. ദെൻ അടുത്ത് ഒരെണ്ണം മസ്റ്റായിട്ട് അറിയേണ്ടതാണ് ബ്രെയിൻ സ്റ്റെം സ്ട്രോക്ക്. ബ്രെയിൻ സ്റ്റെമ്മിൽ ക്രോസ്ഡ് ഹെമിപ്ലേജിയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, വെച്ചാല് കോൺട്രാലാറ്ററൽ ഹെമിപാരസിസ് തന്നെ ആയിരിക്കും, ബട്ട് ഇപ്സിലാറ്ററൽ ക്രേനിയൽ നർവ് പാൾസി. അത് ക്രേനിയൽ നർവ് പാൾസി സെയിം സൈഡിലും. എന്തുകൊണ്ട്? ബ്രെയിൻ സ്റ്റെം ആണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ പോൺസ് അതൊക്കെ വരുന്ന സാധനമാണ് ബ്രെയിൻ സ്റ്റെം. അപ്പൊ അവിടെ നിന്നാണ് ക്രേനിയൽ നർവ് ന്യൂക്ലിയസ്, ക്രേനിയൽ നർവ് സെറൈസ് ചെയ്യുന്നത്. അപ്പോ അത് ശരിക്കും ക്രേനിയൽ നർവ് ക്രോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ലീഷൻ കിട്ടുമ്പോൾ സെയിം സൈഡിൽ ക്രേനിയൽ നർവും ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ലിംബ് വീക്ക്നെസ്സും ഉണ്ടാവും. ബിക്കോസ് പിരമിഡൽ ട്രാക്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. പിരമിഡൽ ട്രാക്ട് മോളിൽ നിന്ന് പോയിട്ട് താഴെ വരെ വന്ന് ബ്രെയിൻ സ്റ്റെമ്മും കഴിഞ്ഞിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ സ്ട്രോക്കിലും, ഇപ്പം കോർട്ടിക്കൽ സ്ട്രോക്ക് ആണെങ്കിലും സബ് കോർട്ടിക്കൽ ബ്രെയിൻ സ്റ്റെം സ്ട്രോക്ക് ആണെങ്കിലും എല്ലാം ഓപ്പോസിറ്റ് സൈഡിലാണ് ഹെമിപാരസിസ് ഉണ്ടാകുന്നത്. ഈ ക്രോസ്ഡ് ഹെമിപ്ലേജിയ ഓർത്ത് വെക്കണം. പിന്നെ ഡെൻസ് ഹെമിപ്ലേജിയ, അതെവിടെയാണ്? ഇന്റർണൽ ക്യാപ്സ്യൂൾ ലീഷൻ വരുമ്പോഴാണ് ഡെൻസ് ഹെമിപ്ലേജിയ വരുന്നത്. ഇന്റർണൽ ക്യാപ്സ്യൂളിന്റെ ബ്ലഡ് സപ്ലൈ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ലെൻഡിക്കുലർ സ്ട്രൈറ്റ് ബ്രാഞ്ച് ഓഫ് MCA ആണ്. MCA ആണ് നോർമലി അതിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ഇപ്പൊ ഡെൻസ് ഹെമിപ്ലേജിയ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കംപ്ലീറ്റ്ലി എന്ന് വെച്ചാൽ ഫുൾ വീക്ക്നെസ്, പവർ 0. അത് എന്തുകൊണ്ടാണ് ഇന്റർണൽ ക്യാപ്സ്യൂളിൽ വരുമ്പോൾ ഡെൻസ് ഹെമിപ്ലേജിയ വരുന്നത്? ബിക്കോസ് നമ്മൾ എല്ലാ സ്ഥലത്തുനിന്ന്
എറേസ് ചെയ്യുന്ന പിരമിഡൽ ട്രാക്ടിന്റെ ഫൈബേഴ്സും വന്ന് എല്ലാം കൂടെ ഡെൻസ് ആയിട്ട് ഇന്റേണൽ ക്യാപ്സ്യൂൾ ഒരു ഏരിയയിൽ തിക്കൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എസ്പെഷ്യലി അതിന്റെ പോസ്റ്റീരിയർ ലിംബിൽ സ്ട്രോക്ക് വന്നാൽ ഡെൻസ് ഹെമിപ്ലേജിയ കിട്ടും. ഓക്കെ, അപ്പൊ കോർട്ടിക്കൽ സ്ട്രോക്ക് ഡിഫറൻഷ്യൽ ഹെമിപ്ലേജിയ ആണ്. ബ്രെയിൻ ഇന്റേണൽ ക്യാപ്സ്യൂളിൽ വരുമ്പോഴത്തേക്ക് ഡെൻസ് ഹെമിപ്ലേജിയ ആണ്. ബ്രെയിൻ സ്റ്റെമ്മിലേക്ക് വരുമ്പോൾ ക്രോസ്ഡ് ഹെമിപ്ലേജിയ ആണ്. Then cranial nerve. Muscle helps to open eye are innervated by ഏതാണ്? Oculomotor. Oculomotor, definitely. അത് നമുക്ക് അറിയുന്ന സാധനങ്ങളാണ്. അപ്പൊ മസിൽസ് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഇമ്പോർട്ടന്റ് മസിൽസ് 3, 4, 6, 7 ആണ്. അപ്പൊ എക്സ്ട്രാ ഓക്കുലർ മസിൽസിനെ സപ്ലൈ ചെയ്യുന്നത് 3, 4, 6 ആണ്. അതിൽ തന്നെ നമ്മൾ ഈ സാധനം നമ്മൾ ഫ്രം ദ ബിഗിനിങ് മെഡിക്കൽ സ്കൂളിലെ പഠിക്കുന്നതാണ് SO4 LR6. അത് ഓർത്ത് വെക്കുക. SO4 LR6, all others 3. സുപ്പീരിയർ ഓബ്ലിക്കസ് 4th നെർവ്, ലാറ്ററൽ റെക്ടസ് 6th നെർവ്, ബാക്കി എല്ലാ നെർവും ഒക്യുലോമോട്ടർ 3. ഓക്കെ, അപ്പൊ അതിന്റെ തേർഡ് ക്രേനിയൽ നെർവ് ലീഷൻ ഒക്യുലോമോട്ടർ എന്തുണ്ടാവും? അതിന്റെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ടോസിസ് ഉണ്ടാവും, ഡയലറ്റേഷൻ ഓഫ് പീപ്പിൾ ഉണ്ടാവും, ഐബോൾ ഡീവിയേറ്റഡ് ഡൗൺ ആൻഡ് ഔട്ട്. എന്തുകൊണ്ട് ഡൗൺ ആൻഡ് ഔട്ട്? അപ്പൊ നമ്മുടെ LR6 ലാറ്ററൽ റെക്ടസ് സപ്ലൈ ചെയ്യുന്ന, അപ്പൊ ഓൺലി LR6 മാത്രമാണ് അവിടെ, ലാറ്ററൽ റെക്ടസ് മാത്രമാണ് ഫങ്ഷനിങ്. ബാക്കി എല്ലാ റെക്ടയും തേർഡ് നെർവാണ്. അപ്പൊ തേർഡ് നെർവ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി പോയി. അപ്പൊ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ആകെ വർക്ക് ചെയ്യുന്നത് ലാറ്ററൽ റെക്ടസ് ആണ്. അപ്പൊ അത് ഓവർ ആക്റ്റീവ് ആയിട്ട് അത് മറ്റേ വർക്ക് ചെയ്യാത്ത മസിലിനെ പുള്ളി ചെയ്യും, അത് കൺട്രാക്ട് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഡൗൺ ആൻഡ് ഔട്ട്. ആ ലാറ്ററൽ റെക്ടസ് ആക്റ്റീവ് ആയിരിക്കുന്ന സൈഡിലേക്ക് അത് ഡീവിയേറ്റ് ആവും. ഓക്കെ, പിന്നെ ഈ ഫേഷ്യൽ സെൻസേഷൻ ട്രൈജെമിനൽ നെർവ് ആണ്. ബാക്കിയുള്ളതൊക്കെ പഠിക്കാം. ഓക്കെ, ഇതാണ് ഡൗൺ ആൻഡ് ഔട്ട്. റൈറ്റ് ക്രേനിയൽ നെർവ് പാൽസി, ഐബോൾ ഡൗൺ ആൻഡ് ഔട്ട്. പിന്നെ 7th ക്രേനിയൽ നെർവ് അറിയാം, മസിൽസ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്. പിന്നെ ഈ ആന്റീരിയർ 2/3 ടങ്ങിന്റെ ഫേഷ്യൽ സെൻസേഷൻ ചോദിക്കാറുണ്ട്. 7th ബെൽസ് പാൽസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 7th ക്രേനിയൽ നെർവ്. ദെൻ 8th എക്വസ്റ്റിക് ന്യൂറോമ ഉണ്ടാകുന്നത് വെസ്റ്റിബുലോകോക്ലിയറില്. Then 9th taste sensation, posterior 1/3 of the tongue. Then hypoglossal motor supply to the tongue muscle. Eye muscle ചോദിച്ചോളെ tongue muscle ചോദിക്കാം, hypoglossal. Okay. Then epilepsy. So epilepsy is Toad's palsy ഒരു നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഏതിലാണെന്ന് അത് എവറിബഡി നോസ്. പിന്നെ ഉള്ള കുറച്ച് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ആബ്സെന്റ് സീഷർ ആണ്. അതൊന്ന് ഓർത്ത് വെക്കാം. അതിന്റെ EEG ഫൈൻഡിങ് റിപ്പീറ്റഡ്ലി ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അത് 3 Hz ജനറലൈസ്ഡ് സ്പൈക്ക് ആൻഡ് വേവ് പാറ്റേൺ ആണ്. പിന്നെ ഡിജാവു ഫെനോമിനൻ അല്ലെങ്കിൽ ഓറയിൽ ഉണ്ടാകുന്നതാണ് ഫീലിംഗ് ഓഫ് ഫെമിലിയാരിറ്റി. അത് നമ്മളെ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി. എവിടെയെങ്കിലും എപ്പിലെപ്സി വിത്ത് ഓറ എന്ന് കണ്ടാല് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ആണ്. ഓക്കെ, ദെൻ എക്സ്ട്രാ പിരമിഡൽ ലീഷൻ. വാട്ട് ഇസ് റോങ് അബൌട്ട് എക്സ്ട്രാ പിരമിഡൽ ലീഷൻ? 2013 ക്വസ്റ്റ്യൻ ആണ്. Rigidity of muscle, weakness of muscle, masses may be flaccid, involuntary movements. ഏതായിരിക്കും? Weakness of muscle. Yes, definitely. Weakness of muscle. അപ്പൊ നമ്മുടെ പിരമിഡൽ ട്രാക്ട് ലീഷനിലാണ് വീക്ക്നെസ് ഓഫ് മസിൽ വരുന്നത്. എക്സ്ട്രാ പിരമിഡൽ ലീഷനിൽ മസിൽ പവർ നോർമൽ ആയിരിക്കും കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവും. എക്സ്ട്രാ പിരമിഡൽ ലീഷൻ, പാർക്കിൻസോണിസം, ട്രാപ്പ്, ട്രെമർ, റെസ്റ്റിംഗ് ട്രെമർ ഉണ്ടാവും. ട്രാപ്പ്, ദെൻ റിജിഡിറ്റി, എക്കൈനേഷ്യ, പി പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി. ഇത് മൂന്നും ഇത് മസ്നോ പോർഷൻ ആണ്. കുറെ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്. പാർക്കിൻസോണിസം, എക്സ്ട്രാ പിരമിഡൽ ലീഷൻ ഒക്കെ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കാം. ട്രെമർ, റിജിഡിറ്റി, എക്കൈനേഷ്യ, ബ്രാഡിക്കൈനേഷ്യ. അതാണ് അതിന്റെ ട്രയോ. പിന്നെ പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും. അപ്പൊ ഈ പാർക്കിൻസോണിസം എഫക്ട് ചെയ്യുന്ന 2 സിസ്റ്റം ഏതൊക്കെയാണ്? സെൻട്രൽ നെർവ് സിസ്റ്റം, ദെൻ എന്താണ് ഇത് GIT ആണ്. GITയിൽ എന്തുണ്ടാവും? ഡിസ്ഫേജി ഉണ്ടാവും, ഡ്രൂളിംഗ് ഓഫ് സലൈവ. ഓക്കെ, അത് ഓർത്ത് വെക്കണം. പിന്നെ CNSന്റെ ബാക്കിയെല്ലാം നമുക്കറിയാം. എന്തൊക്കെ വെസ്റ്റേൺ ഗേറ്റ്, മൈക്രോഗ്രാഫി, അതെല്ലാം അറിയാം. പിന്നെ ഓട്ടോണോമിക് ഫീച്ചേഴ്സും ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാവും. ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചത് 2016 ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസറിൽ ചോദിച്ചാണ്. മൈക്രോഗ്രാഫി അസോസിയേറ്റഡ് വിത്ത് റെസ്റ്റിംഗ് ട്രെമർ, പോസ്റ്ററൽ ട്രെമർ, കൈനറ്റിക് ട്രെമർ. ഏതാണ് ആൻസർ? ഏതാ? Resting tremor.
റെസ്റ്റിംഗ് ട്രെമർ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് പാർക്കിൻസോണിസം. പാർക്കിൻസോണിസത്തിൽ റെസ്റ്റിംഗ് ട്രെമർ ആണുള്ളത്. ഓക്കെ, പോസ്റ്റുറൽ ട്രെമർ എവിടെയുള്ളത്? ഇന്റൻഷൻ ട്രെമർ, സെറിബെല്ലാർ. Cerebellar lesion. All are not motor features of Parkinson's except 2023 MO question ആണ് ataxia, dysphagia, ptosis, hypotonia. Ptosis. ഇത് നോട്ടാണ്, നോട്ട് മോട്ടോർ. അത് ശ്രദ്ധിക്കണം കേട്ടോ, ആ ക്വസ്റ്റ്യൻ നല്ലോണം തെറ്റിപ്പോകാനുള്ള സാധ്യതയാണ്. നോട്ട് മോട്ടോർ ഫീച്ചർ ഓഫ് പാർക്കിൻസൺ എക്സെപ്റ്റ്, രണ്ട് നോ അവിടെ കിടപ്പുണ്ട്. രണ്ട് നോന് അങ്ങ് വെട്ടിക്കളയണം, എന്നാലും കിട്ടും മോട്ടോർ. അപ്പൊ രണ്ട് നോവും വെട്ടിക്കളഞ്ഞ് ക്യാൻസൽ ചെയ്ത മോട്ടോർ ഫീച്ചർ ഓഫ് പാർക്കിൻസോണിസം എന്ന് കിട്ടും. ഏതാണ് ഇതിൽ മോട്ടോർ ഫീച്ചർ ഓഫ് പാർക്കിൻസോണിസം? Hypotonia. ടോണസ്, ഹൈപ്പർ റിജിഡിറ്റി അല്ലേ അവിടെ വരുന്നത്. ഹൈപ്പർട്ടോണിയ ഉണ്ടാവാൻ ചില മസിൽസില്, ബട്ട് പ്രോമിനന്റ്ലി റിജിഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ സംഭവിച്ച ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഹൈപ്പർട്ടോണിയ കുറച്ചുണ്ടാവും, അതാണ്. ടോസിസ് എന്തായാലും ഇല്ല. അറ്റാക്സിയം അതിന്റെ ഒരു ഫീച്ചറേ അല്ല, സെറിബെല്ലാറിലുള്ളതാണ്. ഇതിനകത്ത് ഡിസ്ഫേജിയ ഉണ്ട്, അതിന്റെ മോട്ടോർ ഫംഗ്ഷൻ ആണ്. പിന്നെ ഉള്ളത് ഹൈപ്പോട്ടോണിയ, അതിനകത്ത് കുറച്ച് ഹൈപ്പോട്ടോണിയ ഉണ്ടാകാം. മീൻസ് നേരത്തെ ഒരു ക്വസ്റ്റ്യനെ കണ്ടില്ലേ, മെയിൻ ഫീച്ചർ ഇസ് ഹൈപ്പർ റിജിഡിറ്റി. പിന്നെ ചില മസിൽസിൽ ടോൺ കുറവായിട്ടും ഫീൽ ചെയ്യാം. ഹൈപ്പോട്ടോണിയ അതിന്റെ ഒരു ഫീച്ചറാണ്, അതുകൊണ്ട് അത് ഡെലീറ്റഡ് ആയിരിക്കാം. അപ്പൊ ഈ അറ്റാക്സിയ ടോസിസ് എന്തായാലും ഇല്ല. ഇതിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡിസ്ഫേജിയ ആയിരിക്കും. ഡിസ്ഫേജിയ ഇസ് എ മോട്ടോർ ഫീച്ചർ ഓഫ് പാർക്കിൻസോണിസം. രണ്ട് സിസ്റ്റത്തിനാണ് അത് ആക്ട് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ എന്താണ് CNS, രണ്ട് GIT. ഈ രണ്ട് സിസ്റ്റത്തിൽ മാത്രമേ പാർക്കിൻസോണിസം എഫക്ട് ആവും. ഓക്കെ, സെറിബെല്ലാർ ഫീച്ചർ അത് ഒന്ന് ഇതൊന്ന് കാണാതെ അങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മള് റെഗുലർലി ചെയ്യുന്നതല്ലേ. ഡാനിഷ് എന്ന് ഓർത്താൽ മതി. ഡിസ്മെട്രിയ, പാസ് പോയിന്റിങ്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഈ സെൻസറി അറ്റാക്സിയ 2013 ക്വസ്റ്റ്യൻ ആണ്. അത് ഇത് റോംബർഗസ് ടെസ്റ്റ് പോസിറ്റീവ് ഇൻ സെൻസറി അറ്റാക്സിയ. ഇറ്റ് വിൽ ബി നെഗറ്റീവ് ഇൻ സെറിബെല്ലാർ അറ്റാക്സിയ. ഓക്കെ, എങ്ങനെയാണ് റോംബർഗസ് ടെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ അറിയുമല്ലോ അല്ലെ. ഡീമൈലിനേറ്റിംഗ് ഡിസീസ് അറിയുമല്ലോ. മോസ്റ്റ് കോമൺ CNS ഡീമൈലിനേറ്റിംഗ് ഡിസീസ് ഇറ്റ്സ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. അതൊക്കെ ഒളിഗോക്ലോണൽ ബ്ലാൻസ്, അതാണ് അതിന് ഇമ്പോർട്ടന്റ്. പിന്നെ GBS പെരിഫറൽ ഡീമൈലിനേറ്റിംഗ് ഡിസീസ് ആണ്. ഇതൊരു ചാർക്കോട്ട് ജോയിന്റ് സീൻ ഇൻ 2013 MO ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് അതിന്റെ ആൻസർ? ഓൾ ഓഫ് ദി അബോവ്. ചാർക്കോട്ട് ജോയിന്റ് എന്ന് പറയുന്നത് ന്യൂറോപ്പതിക് ജോയിന്റ് ആണ്. നെർവ് ഡിസ്ട്രക്ഷൻ വന്നിട്ട് ജോയിന്റിന്റെ സെൻസിറ്റീവ്നെസ് കുറഞ്ഞിട്ട് ജോയിന്റ് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നതാണ്. അപ്പൊ ഈ സയൻസ് ഒക്കെ ഓർത്തു വെക്കാം. ഇതെല്ലാം പലയിടത്ത് ചോദിക്കുന്നുണ്ട്. എല്ലാ നെയിംഡ് സയൻസും. Then we'll go for the hematology. Then anemia. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്തായാലും അനീമിയ ആണ്. Which among the following anemia have decreased MCV? Iron deficiency and thalassemia. Yes, iron deficiency and thalassemia. Pernicious anemia, megaloblastic anemia, definitely MCV high ആണ്. ഓക്കെ, മൈക്രോസൈറ്റിക് അനീമിയയുടെ DDs അതിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ MCV അതും ചോദിക്കുന്നുണ്ട് കേട്ടോ. MCV ലെസ് ദാൻ 80, നോർമൽ MCV ചോദിക്കും. ബ്ലഡ് ഇൻഡിസസിന്റെ എല്ലാം നോർമൽ വാല്യൂസ് പഠിച്ചു വെക്കണം. MCV നോർമൽ വാല്യൂ പഠിക്കണം. ലെസ് ദാൻ 80 ഉള്ളതിന്റെ DDs, അയൺ ഡെഫിഷ്യൻസി, തലസീമിയ, സിഡറോബ്ലാസ്റ്റിക് അനീമിയ, അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്, ഇതൊക്കെ അറിയുന്നതാണ് എല്ലാവർക്കും. ഇയർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് അയൺ ഡെഫിഷ്യൻസീസ് low ferritin. Okay, then at the next question, microcytic hyperchromic anemia associated with a high ferritin level is seen in sideroblastic anemia. അപ്പൊ ബാക്കിയുള്ളതിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ ഫെറിറ്റിൻ ലെവൽ കുറവായിരിക്കും. തലസീമിയയിൽ നോർമൽ ആയിരിക്കാം. ദെൻ സിഡറോബ്ലാസ്റ്റിക്കിൽ അയൺ ഡെപ്പോസിഷൻ ഉണ്ടാവും. ഇത് അതിന്റെ ഒരു സ്കീമാറ്റിക്. ദെൻ ഇതെല്ലാം ബ്ലഡ് ഇൻഡിസസ് ആണ്. അതിന്റെ വാല്യൂസ് കറക്റ്റ് ആയിട്ട് മീൻ കോർപ്പസ്കുലർ വോളിയം, ഹീമോഗ്ലോബിന്റെ
MCHC അല്ല, MCH ആണ്. ഓക്കെ, അതിന്റെ നോർമൽ വാല്യൂ പഠിക്കണം, നോർമൽ സീറം അയൺ ലെവൽ പഠിക്കണം, ട്രാൻസ്ഫർ ഇൻ സാച്ചുറേഷൻ, നോർമൽ ഫെറിറ്റിൻ ലെവൽ, നോർമൽ ഹെമറ്റോക്രിറ്റ്, ഇതെല്ലാം പഠിക്കണം. ഇതിന്റെ ആൻസർ ഒക്കെ അറിയാലോ അല്ലെ? ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഏതാ? A. Okay. Yes. The second one, normal serum iron level. D. D. Option D. D. Okay. ഓക്കെ, ദെൻ ഇതെല്ലാം പഠിച്ചു വെക്കണം. ഇതെല്ലാം സാച്ചുറേഷൻ എല്ലാം ഓർത്ത് വെക്കണം കേട്ടോ. ബ്ലഡ് ഇൻഡിസസിന്റെ ഏത് വാല്യൂസും ഇതുപോലെ ചോദിക്കാം, അപ്പൊ അതെല്ലാം ഓർത്ത് വെക്കാം. മാക്രോസൈറ്റിക് അനീമിയയുടെ കോസസ് ഓർക്കണം. MCV മോർ ദാൻ 100 ആണ്, അപ്പൊ അതിന്റെ കോസസ് ഓർത്ത് വെക്കാം. ദെൻ ഇൻഡിക്കേഷൻ ഓഫ് സ്പ്ലീനെക്ടമി ഇതിനകത്ത് റെഗുലർലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് ഹെമറ്റോളജിക്കൽ ഡിസോർഡറിൽ ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ്, ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിയ, പിന്നെ തലസീമിയ മേജർ റെഗുലർ ഇൻഡിക്കേഷൻ അല്ല. ചില പേഷ്യൻസ് ഹൈപ്പർ സ്പ്ലീനിസം ഉള്ളവർക്ക് മാത്രമേ ചെയ്യുള്ളൂ. എല്ലാ കേസസും ഹൈപ്പർ സ്പ്ലീനിസം വന്നിട്ട് സിവിയർ അനീമിയ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഹൈപ്പർ സ്പ്ലീനിസത്തിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അനദർ വൺ ഡെഫിനറ്റ് ഇൻഡിക്കേഷൻ ട്രോമ, സ്പ്ലീനിക് ഇഞ്ചുറി, ആക്സിഡൻസ് ഒക്കെ വന്നിട്ട്. ഇതില് ഓർക്കേണ്ടത് ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസും ITP, അത് രണ്ടും സ്പ്ലീനെക്ടമി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് കണ്ടീഷനാണ്. അത് പലയിടത്തും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്. ഫോളിക് ആസിഡ് ഡോസ്, അതും നമ്മൾ ബ്ലഡ് ഇൻഡിസസിന്റെ പോലെ എഴുതി വെച്ച് പഠിക്കേണ്ട സാധനമാണ്. ഡെയിലി ഫോളിക് ആസിഡ് ഏതാണ്? 5 to ഫസ്റ്റ് ക്വസ്റ്റ്യൻ 15. ആൻസർ 5 to 15. ഓക്കെ, ഫോളിക് ആസിഡ് ഡോസ് ഇൻ പ്രഗ്നൻസി 500 microgram. 400 മൈക്രോഗ്രാം ആണ് നോർമലി. 400. പിന്നെ അത് മില്ലിഗ്രാം, അതിന്റെ 400 ആ ഒരു യൂണിറ്റ് ഒക്കെ തിരിച്ച് മാറ്റിയൊക്കെ ഇടും. ബട്ട് ഇൻ റിസ്ക് പ്രഗ്നന്റ്, ഹൈ റിസ്ക് പ്രഗ്നൻസി വിത്ത് ഹിസ്റ്ററി ഓഫ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട് ഉണ്ടെങ്കിൽ 5 milligram ആണ് ആൻസർ. അപ്പൊ അവിടെ മില്ലിഗ്രാമിലാണ് വരുന്നത്, മറ്റത് മൈക്രോഗ്രാമിലാണ്. ഇത് മൂന്നും ഒരു ഒരേ ക്വസ്റ്റ്യനിലാണ്. 2013 MOയിൽ അടുത്തടുത്ത്. ഇപ്പൊ സാധാരണ ഒരു ടോപ്പിക്കിന്ന് ഇങ്ങനെ ഒരേ സെയിം ടോപ്പിക്കിന്ന് ആകെ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് മെഡിസിൻ ചോദിക്കുന്നത്. എന്നിട്ട് എന്താന്ന് എനിക്കറിയില്ല, ഒരേ പോർഷനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അടുത്തടുത്ത്. ബ്ലീഡിംഗ് ടൈം നോട്ട് പ്രൊലോങ്ഡ് ഇൻ, അതിന്റെ ആൻസർ ഏതാ? Hemophilia. ഞാൻ പറഞ്ഞുതരാം. അതിപ്പോ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഇത് ഞാൻ പറയാം. അതിന്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസിയാണ്. PT, APTT അത് നമുക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് കം ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ നമ്മുടെ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്ന സാധനം അതിന്റെ എന്താന്ന് വെച്ചാല് ഫിസിയോളജിക്കൽ പ്രോസസ് ദാറ്റ് സ്റ്റോപ്പ് ബ്ലീഡിങ്. ഒരു ബ്ലഡ് വെസൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്, അതാണ് ഹീമോസ്റ്റാസിസ്. ഏറ്റവും ആദ്യം നടക്കുന്നത് വാസോ കൺസ്ട്രക്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഗോ ടു ദ പ്രൈമറി ഹീമോസ്റ്റാസിസ്, ദാറ്റ് ഇസ് പ്ലേറ്റ്ലെറ്റ്. അത് ഇറ്റ് ഇസ് കോസ്ഡ് ബൈ പ്ലേറ്റ്ലെറ്റ്. അപ്പൊ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ആദ്യം വാസോ കൺസ്ട്രക്ഷൻ നടക്കും, പിന്നാലെ പ്ലേറ്റ്ലെറ്റ് എല്ലാം വേഗം വന്നിട്ട് അവിടെ ഒരു പ്ലഗ് ഫോം ചെയ്യും ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി ഹീമോസ്റ്റാസിസ് ആയിട്ട് കൊയാഗുലേഷൻ കാസ്കേഡ്. അതറിയാലോ, നമ്മുടെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് 1 to 12 ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം ഇങ്ങനെ സീരീസ് ആയിട്ട് വന്നിട്ട് ബ്ലഡ് കൊയാഗുലേഷൻ നടക്കുന്നത്. ഈ കാര്യം ബേസിക്കലി മൈൻഡ് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ പ്രൈമറി ഹീമോസ്റ്റാസിസിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്, മീൻസ് ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ബ്ലീഡിംഗ് ടൈം നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന് പ്ലേറ്റ്ലെറ്റ് റിലേറ്റഡ് ആണ്. ഏതെങ്കിലും കണ്ടീഷനിൽ പ്ലേറ്റ്ലെറ്റ് കുറവാണെങ്കിൽ അവിടെ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ നടക്കില്ല. ആ ഒരു കണ്ടീഷനിലാണ് ബ്ലീഡിംഗ് ടൈം കൂടുന്നത്. ഓക്കെ, ഇപ്പൊ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ പ്രൈമറി ഹീമോസ്റ്റാസിസ് ആണ്, സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ബ്ലീഡിംഗ് ടൈം, മെഷർ ഓഫ് പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ. ഒരു ഒറ്റ കാര്യം മൈൻഡ് വെച്ചാൽ മതി, ബ്ലീഡിംഗ് ടൈം ഇസ് എ മെഷർ ഓഫ് പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ. ദെൻ നമ്മൾ കൊയാഗുലേഷൻ കാസ്കേഡിലേക്ക് വരും. അപ്പൊ അതിന് നമ്മൾ ക്ലോട്ടിംഗ് ടൈം നമ്മൾ ജനറലി പറയുമെങ്കിലും ക്ലോട്ടിംഗ് ടൈമിന് പകരമായിട്ട് നമ്മൾ നോക്കുന്ന സാധനങ്ങളാണ് പ്രോത്രോമിൻ ടൈമും ആക്ടിവേറ്റഡ് പ്രോത്രോമിൻ പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈമും. ഓക്കെ, PT. അതിൽ തന്നെ PT എന്ന് പറഞ്ഞാല് അത് കോമൺ പാത്വേ, എക്സ്റ്റൻസീവ് കോമൺ പാത്വേ ടെസ്റ്റ് ചെയ്യാനുള്ള ഫാക്ടർ 7 ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് PT. APTT എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് മെഷർ ഓഫ് കൊയാഗുലേഷൻ പാത്വേ 2 ഉണ്ട്, എക്സ്ട്രിൻസിക് ഇൻട്രിൻസിക്, അതൊക്കെ നിങ്ങൾ മൈക്രോയിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പൊ APTT ഇസ് ടെസ്റ്റ് ഫാക്ടർ 8ഉം 9ഉം ടെസ്റ്റ് ചെയ്യാനുള്ള കൊയാഗുലേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇൻട്രിൻസിക് പാത്വേ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് APTT.
മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ബ്ലീഡിംഗ് ടൈം ഇസ് എ മെഷർ ഓഫ് പ്ലേറ്റഡ് ഫംഗ്ഷൻ. PT is a function of factor 7. APTT is a function of factor 8. Okay. Then we'll go back to this question, the second question. No, this is the first time. First question, bleeding time not prolonged in HSP, ITP, TTP. HSP is inoxaline purpura. അതിനകത്ത് അതിലെന്താ pathology എന്ന് വെച്ചാൽ അതിന്റെ platelet count normal ആണ്, but platelet adhesion properly നടക്കത്തില്ല എന്നുള്ളതാണ്. ITP, idiopathic thrombocytopenic purpura. അപ്പൊ അതിന്റെ നെയിമിൽ തന്നെ it's a thrombocytopenia ഉണ്ട്. Okay, then TTP also thrombocytopenia. Then hemophilia. Hemophilia is a ഇപ്പൊ നമ്മൾ പറഞ്ഞു സെക്കൻഡറി ഹീമോസ്റ്റാസിസ് ആണ്. അപ്പൊ അതിൽ ബ്ലീഡിംഗ് ടൈം എന്തായാലും പ്രൊലോങ്ഡ് ആവില്ല. അത് നമ്മൾ ക്ലോട്ടിംഗ് ടൈം PT, APTT വെച്ചിട്ടാണ് അസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ PT ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഫാക്ടർ 7. ഫാക്ടർ 7 ഹീമോഫീലിയയിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ലല്ലോ. ഹീമോഫീലിയ ഇസ് എ ഡിഫക്റ്റ് ഇൻ ഫാക്ടർ 9 and 8 ആണ്. അപ്പൊ 9 and 8 APTT മാത്രമായിരിക്കും അതിൽ പ്രൊലോങ്ഡ്. PT നോർമൽ ആയിരിക്കും, ബ്ലീഡിംഗ് ടൈം നോർമൽ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, then next question, PT, APTT prolonged in All of the above. other all of the above because ഈ ഹീമോഫീലിയയിൽ ശരിക്കും പറഞ്ഞാൽ അത് ഓൾ ഓഫ് ദ എബോവ് നമുക്ക് അതിൽ അതാണ് ആൻസർ വന്നിരിക്കുന്നത്. ബട്ട് ഇതിനകത്ത് PT ശരിക്കും ഹീമോഫീലിയയില് APTT ആണ് പ്രൊലോങ്ഡ്, PT നോട്ട് പ്രൊലോങ്ഡ് ആണ്. വാൻ വിലിബ്രാൻസ് ഫ്രാക്ഷനിലും അത് തന്നെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരുന്നുണ്ട്, ഓരോന്നായിട്ട് പറയാം. ആൻസർ ഏതാന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ്. ഫംഗ്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് ഇതിലേതാ? ബ്ലഡ് ക്ലോട്ടിംഗ്, ആന്റിബോഡി പ്രൊഡക്ഷൻ, ടിഷ്യൂ റിപ്പയർ, പ്രൈമറി ഹീമോസ്റ്റാസിസ്. Primary hemostasis. പ്രൈമറി ഹീമോസ്റ്റാസിസ്. ഓക്കെ, നമ്മളിനി ഓരോന്നായിട്ട് പറയാം. അപ്പൊ ഡിഫക്ട് ഡ്യൂ ടു പ്രൈമറി ഹീമോസ്റ്റാസിസിൽ ഉണ്ടാകുന്ന ITP, TTP, HUS, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ത്രോംബോസൈറ്റ്, എന്തായാലും പ്ലേറ്റ്ലെറ്റ് എവിടെ കുറയോ അതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഫീച്ചേഴ്സ് എന്തായിരിക്കും? ബ്ലീഡിംഗ് ടൈം പ്രൊലോങ്ഡ് ആയിരിക്കും. ഇറ്റ് ഈസ് എല്ലാത്തിനും പ്ലേറ്റ്ലെറ്റ് കുറവുണ്ടാവും, ബ്ലീഡിംഗ് ടൈം പ്രൊലോങ്ഡ് ആയിരിക്കും, PT, APTT നോർമൽ ആയിരിക്കും. അപ്പൊ ഈ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷന് പ്രോബ്ലം വരുമ്പോൾ അതിന്റെ സിംറ്റം ആയിട്ട് വരുന്നത് പെറ്റിക്യ, പെർപ്യൂറ, മ്യൂക്കോസൽ ബ്ലീഡ്. മീൻസ് വലിയ ബ്ലീഡിംഗ് ഉണ്ടാവില്ല, ചെറിയ മ്യൂക്കോസൽ ബ്ലീഡും, പെറ്റിക്യ, അങ്ങനെ എപ്പിസ്റ്റാസിസ് അങ്ങനെയുള്ളത്, പിന്നെ മെനറേജിയ, അങ്ങനെയുള്ള സിംറ്റംസ് ആണ്. അപ്പൊ ഹീമോഫീലിയ, കൊയാഗുലേഷൻ പ്രോബ്ലം, സെക്കൻഡറി ഹീമോസ്റ്റാസിന് പ്രോബ്ലം വരുമ്പോഴാണ് വലിയ ലാർജ് ബ്ലീഡ്, ഹെമറ്റോമ, മസിൽ ബ്ലീഡ്, ജോയിന്റ്, ഹീമാർത്രോസിസ് ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇത് സെക്കൻഡറി കഴിഞ്ഞാൽ സെക്കൻഡറി ഹീമോസ്റ്റാസിസ്, കൊയാഗുലേഷൻ ഡിഫക്ട്സ്, ഹീമോഫീലിയ A, ഹീമോഫീലിയ B, വാൻ വിലിബ്രാൻസ് ഡിസീസ്, വൈറ്റമിൻ K ഡെഫിഷ്യൻസി, അതൊക്കെ നമ്മുടെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സിന്റെ ആണ്. ഓക്കെ, അപ്പോ ശരിക്കും ക്ലോട്ടിംഗ് ടൈം ഇതിന് പ്രൊലോങ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ക്ലോട്ടിംഗ് ടൈം അസസ് ചെയ്യുന്നത് PT, APTT ആണ്. അപ്പൊ PT പ്രൊലോങ്ഡ് ഇൻ വൈറ്റമിൻ K ഡെഫിഷ്യൻസി, ലിവർ ഡിസീസിലൊക്കെ. ഓക്കെ, ഫാക്ടർ 7. ഇനി ഫാക്ടർ 8നെ എഫക്ട് ചെയ്യുന്ന ഹീമോഫീലിയ, വാൻ വിലിബ്രാൻസ് ഡിസീസ് തുടങ്ങിയതിലൊക്കെ APTT ആയിരിക്കും പ്രൊലോങ്ഡ്. വാൻ വിലിബ്രാൻസ് ഡിസീസ് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. പിന്നെ DIC, അത് ഓരോന്നിലും അത് ഓർത്തു വെക്കണം. ഹിനോക്സോളിൻ പർപ്യൂറ, ദാറ്റ് ഓൾസോ അത് റിപ്പീറ്റഡ്ലി 2-3 ക്വസ്റ്റ്യൻസിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. HSP അത് ഒരെണ്ണം ഒരു ക്വസ്റ്റ്യൻ, HSP is associated with large vessel vasculitis, increase IgA levels, rarely follow streptococcal upper respiratory tract infection, females are more affected than upper. ഇതൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വിച്ച് ഇസ് റോങ് അബൌട്ട് HSP 2013 MO ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിന്റെ ആൻസർ അറിയുമല്ലോ അല്ലെ? ഏതാണ് റോങ് അബൌട്ട് HSP? വാസ്കുലൈറ്റിസ് ആണ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ട്, BT പ്രൊലോങ്ഡ് ആണ്, ത്രോംബോസൈറ്റോപീനിയ HSPയിൽ ഉണ്ടാവത്തില്ല. ബട്ട് അവിടെ അല്ലേ അതിനകത്ത് ത്രോംബോസൈറ്റ്സ് നോർമൽ ആണ്, ബട്ട് ത്രോംബോസൈറ്റ് മീൻസ് പ്ലേറ്റ്ലെറ്റ് അബ്നോർമൽ ഫങ്ഷനിങ് ആണ്. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ഓർത്തു വെക്കണേ. ക്ലാസിക്കൽ ടെട്രാഡ്, നോൺ ത്രോംബോസൈറ്റോപീനിക് പർപ്യൂര, ത്രോംബോസൈറ്റോപീനിക് പർപ്യൂര അല്ല, നോൺ ത്രോംബോസൈറ്റോപീനിക് പർപ്യൂരയാണ്. അവിടെ ത്രോംബോസൈറ്റ്സ് നോർമൽ ആണ്, ബട്ട് അബ്നോർമൽ. അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, ഹെമറ്റൂറിയ കിഡ്നിനെ ബാധിക്കും, ആർത്രൈറ്റിസ്, ജോയിന്റ് പെയിൻ ഉണ്ടാവും.
IgA നെഫ്രോപ്പതി ആണിത്. All are autosomal causes of coagulopathy except. ഏതാണ് ആൻസർ? Hemophilia. ഹീമോഫീലിയ ഡെഫിനറ്റ്ലി. അത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഹൈപ്പോഫൈബ്രോഡിജനീമിയോ ഫാക്ടർ 5 ഡെഫിഷ്യൻസി ഒന്നും എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യണമെന്ന് വി ആർ നോട്ട് സപ്പോസ്ഡ് ടു നോ. അതൊരു പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് വി ഷുഡ് നോ ദ ഹീമോഫീലിയ ഇൻഹെറിറ്റൻസ്. അത് മസ്റ്റ് നോ പോർഷൻ ആണ്. ഹീമോഫീലിയ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എക്സ് ലിങ്ക്ഡ് റിസസീവ് ആയിട്ടാണ്. ഓക്കെ, ആ ഒറ്റ കാര്യം അറിയാമെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ബാക്കിയെല്ലാം ഓട്ടോസോമൽ ഡോമിനന്റോ റിസസീവോ എന്തായാലും പ്രോബ്ലം ഇല്ല. പക്ഷെ ഹീമോഫീലിയ അതല്ല. ഓക്കെ, വാൻ വിലിബ്രാൻസ് ഡിസീസും ഒന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഇസ് ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. ഹീമോഫീലിയ അറിയാലോ, നമ്മൾ ഈ പറഞ്ഞ പോലെ APTT പ്രൊലോങ്ഡ് ആണ്. PT നോർമൽ ആയിരിക്കും. ബിക്കോസ് അവിടെ ഇത് വരുന്നില്ല, എന്താണ് ഫാക്ടർ 7 അതിനകത്ത് ഹീമോഫീലിയയിൽ ഒന്നും ഇൻക്ലൂഡ് ആകുന്നില്ല. അതുകൊണ്ട് അത് നോർമൽ ആയിരിക്കും. അവിടെ ഫാക്ടർ 8ഉം 9ഉം ആണ് ഡെഫിഷ്യൻസി. അതുകൊണ്ട് APTT പ്രൊലോങ്ഡ് ആയിരിക്കും. പ്ലേറ്റഡ് കൗണ്ട് നോർമൽ ആയതുകൊണ്ട് ബ്ലീഡിംഗ് ടൈം നോർമൽ ആയിരിക്കും. ബ്ലീഡിംഗ് പാറ്റേൺ ഡീപ് ടിഷ്യൂ ബ്ലീഡിംഗ് ആയിരിക്കും. ഹീമാർത്തോസിസ് ജോയിന്റിലേക്കൊക്കെ പെയിൻ ഉണ്ടാവും. മസിൽ ഹെമറ്റോമ ഉണ്ടാവും. അപ്പൊ മറ്റേതിലാണെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ പ്രോബ്ലം ആണെങ്കിൽ പെറ്റയ്ക്ക് ആയിരിക്കും വരുന്ന പെർപ്യൂറിക് റാഷസ് ആയിരിക്കും. മെനറേജിയ, വാൻ വിലിബ്രാൻസ് ഡിസീസിന്റെ ഒക്കെ ഒരു ഫീച്ചർ എന്താണ്? മെനറേജിയ ആണ്. പ്ലാസ്മ സെൽ ഡിസോർഡേഴ്സ് ഇത് പഴയ ഒരു MO ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് കോമൺ എമംഗ് പ്ലാസ്മ സെൽ ഡിസ്പ്ലേഷ്യ? ഏതാണ്? പ്ലാസ്മ സെൽ ഡിസ്പ്ലേഷ്യയിലെ ഏറ്റവും മോസ്റ്റ് കോമണസ്റ്റ് ആൻഡ് വെൽ നോൺ ഇസ് മൾട്ടിപ്പിൾ മൈലോമ. അപ്പൊ മൾട്ടിപ്പിൾ മൈലോമയുടെ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. അത് ഒരു മസ്റ്റ് നോ പോർഷൻ ആണ് ഇൻ ഹെമറ്റോളജിയിൽ. അതിന്റെ ഡയഗ്നോസിസ് ബെൻസ് ജോൺസ് പ്രോട്ടീനൂറിയ, പിന്നെ അങ്ങനെ ആ സാധനങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദി സെഷൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ. ഇപ്പൊ നമ്മുടെ ടൈമും ഓൾമോസ്റ്റ് കഴിഞ്ഞു അല്ലേ?